അടച്ചോട്ടോ, കുഴപ്പമില്ല. ഹായ്, ഹലോ, ഗുഡ് ഈവനിങ്. എന്താ അവസ്ഥ? നാളെ എക്സാം ആണ് അല്ലേ? 7:01 ആയിട്ടുണ്ടോ? ഞാൻ 1 മിനിറ്റ് ലേറ്റ് ആണ് അല്ലേ? അല്ലേ അശ്വതി അച്ചു, ഷബന, ഷഹാന? യെസ്, ഓൾ ഓക്കെ ആണ്, സെറ്റ് ആണ്. ഇന്ന് മലയാളം എക്സാം എഴുതാൻ മൂഡ് ഇല്ലാത്തവർ. ഓക്കെ, അതൊക്കെ എന്ത് ചോദ്യാടാ? എക്സാം എഴുതിയല്ലേ പറ്റൂ. ഹായ് യൂട്ടൂൺ, ഗുഡ് ഈവനിങ്. അപ്പൊ നമുക്ക് നമ്മുടെ ലൈവ് സ്റ്റാർട്ട് ചെയ്താലോ? ഹായ് അമീന, ബ്ലൂമിങ്. കഴിഞ്ഞ എക്സാംസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു എന്ന് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നല്ലോ. സത്യാണോ? അടിപൊളി എക്സാം ആയിരുന്നോ? പോരാട്ടോ, ഇനി ഒരുപാട് ആൾക്കാർ ലൈവിൽ എത്താനുണ്ട്. എവിടെ പോയി എല്ലാരും? അർജുൻ എവിടെ? എല്ലാരെയും വിളിച്ചിട്ട് വാ. യെസ്, മെഹസ ഹാരിസ്. എന്താണ് മെഹസയുടെ പ്രശ്നം? ഹായ് അമീന. ദെൻ ഷദ, ദെൻ യെസ് ഉത്തര. എനിക്ക് വയ്യ. മിസ്, ഈ ലൈവ് കണ്ടാൽ ഡബിൾ പാസ് ആവും? ഷുവർ ആയിട്ടും ഡബിൾ പാസ് ആവും. ദിയ എം കെ, ഹായ് ദിയ. ഫീനൂറ ഫാത്തിമ, യെസ്. എത്ര ആൾക്കാരാ വന്നിട്ടുള്ള? എല്ലാവർക്കും വളരെ അടിപൊളിയായിട്ടുള്ള ഒരു ഗുഡ് ഈവനിങ്. കഴിഞ്ഞ എക്സാംസ് ഒക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്താ തോന്നിയത്? മോഡൽ എക്സാം ടഫ് ആയിരുന്നോ, ഈസി ആയിരുന്നോ? എനിക്ക് തോന്നുന്നു നമ്മുടെ +1 ബിസിനസ് സ്റ്റഡീസ് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത്, കഴിഞ്ഞ എക്സാംസുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ചോദ്യങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത്. ഡയറക്റ്റ് ആയിട്ട് ഇതെന്താണ്, അതെന്താണ്, അതിന്റെ ഫീച്ചേഴ്സ്, ഇതിന്റെ ഫീച്ചേഴ്സ് എന്ന് ചോദിക്കുന്നതിന് പകരം ഓഫ്കോഴ്സ് അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ബട്ട് കൂടുതലും നമ്മൾ വിചാരിക്കാത്ത ചില ഏരിയാസിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് വന്നത്. നിങ്ങൾ കഴിഞ്ഞ വർഷം ഡിജിറ്റൽ ക്യാഷും അതുപോലെ തന്നെ ലിക്വിഡ് ക്യാഷും പഠിച്ചിട്ടില്ലേ? അപ്പൊ ചോദ്യം ഇങ്ങനെയൊക്കെയായിരുന്നു. വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദം? നമ്മൾ ഇതുവരെ അതിന്റെ ഡിഫറൻസ്, അങ്ങനെ സ്പെസിഫൈഡ് ആയിട്ടുള്ള ഒരു ഡിഫറൻസ് പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. സോ അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു +1 കുട്ടികൾക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഓഫ് കോഴ്സ് നമുക്ക് എന്ത് എക്സ്പെക്ട് ചെയ്യാം? ഇതുപോലെ തന്നെയാണ് ഉണ്ടാവുക നമ്മുടെ +2 ബിസിനസ് സ്റ്റഡീസിന്റെ എക്സാം ഉണ്ടാവുക എന്നുള്ളത്. യെസ്, കുറെ ആൾക്കാർക്ക് ടഫ് ആയിരുന്നു. ഹായ് അജാസ് സലീം, സുഖമായിട്ടിരിക്കുന്നു. ഹായ് റാഷി, സിന്ധു. ഓക്കെ, അപ്പൊ 7 മണി കഴിഞ്ഞ് നൗ ഇറ്റ്സ് 7:03 അല്ലേ? 7:03 ആയിട്ടുണ്ട്. യെസ്, ഓഫ് കോഴ്സ് മാം, ബിസിനസിന്റെ ഫുൾ ചാപ്റ്റേഴ്സ് ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ബിസിനസിന്റെ ഫുൾ ചാപ്റ്റേഴ്സ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാണ്. അപ്പൊ എല്ലാവരും വിളിച്ചിട്ട് വരിക. നമ്മൾ നമ്മുടെ ലൈവ് പ്രിപ്പറേഷൻ ആരംഭിക്കാൻ പോവുകയാണ്. ഫസ്റ്റ്, ഇതാണ് നിങ്ങളുടെ ഈ വർഷത്തെ സിലബസ് എന്ന് പറയുന്നത്. 11 ചാപ്റ്റേഴ്സ് ആണ് പഠിക്കാനുള്ളത്. കംപ്ലീറ്റ് ആയിട്ട് ഡിലീറ്റ് ചെയ്തിട്ടുള്ളത് നമ്മുടെ ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്ന് പറയുന്ന, ഫിനാൻഷ്യൽ മാനേജ്മെന്റ് കഴിഞ്ഞ് മാർക്കറ്റിംഗ് മാനേജ്മെന്റ് കഴിഞ്ഞ് നമുക്ക് ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്ന് പറയുന്ന ഒരു ടോപ്പിക് ഉണ്ടായിരുന്നു, ഒരു ചാപ്റ്റർ ഉണ്ടായിരുന്നു. ആ ചാപ്റ്റർ ഡിലീറ്റഡ് ആണ്. ഓക്കെ, ആൻഡ് നൗ എന്തൊക്കെ പോർഷൻസ് ഡിലീറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളതിന്റെ ഡീറ്റെയിൽസ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ 3rd ചാപ്റ്ററിന് ചെറിയൊരു പോർഷൻ, ഡയറക്ടിങ്ങിൽ നിന്ന് ക്വാളിറ്റീസ് ഓഫ് ഗുഡ് ലീഡർ എന്ന് പറയുന്ന ഒരു പോർഷൻ, ആൻഡ് കൺട്രോളിംഗിൽ നിന്ന് ടെക്നിക്സ് ഓഫ് കൺട്രോളിംഗ്, ഫിനാൻഷ്യൽ മാർക്കറ്റ് ഫുൾ ചാപ്റ്റേഴ്സ് ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്തായാലും നിങ്ങളുടെ മൈൻഡിൽ വെക്കണം. ലൈവിൽ ഒരുപാട് ആൾക്കാർ ഇനിയും വരാനുണ്ട്. ഹായ് ഹിബ, ബിന്ദു ചാക്കോ, ദെൻ അദ്വൈത്, പാത്തു. എനിക്ക് ഭയങ്കര അടിപൊളിയായിട്ടുള്ള 2 പാത്തുമാരുണ്ടായിരുന്നു കേട്ടോ. ഒന്ന് PG പഠിക്കുമ്പോഴും ഒന്ന് ഞാൻ എജുപോർട്ടിൽ ജോയിൻ ചെയ്തതിന് ശേഷം. രണ്ടാളും ഇപ്പൊ എന്റെ കൂടെ ഇല്ല, രണ്ടാളും 2 സ്ഥലത്താണ്. ഓക്കെ, ദെൻ ദേവിക ടിയേഴ്സ്. യെസ്, ഒരുപാട് ആൾക്കാരുണ്ട്. നമുക്ക് സ്റ്റാർട്ട് ചെയ്തൂടെ? ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നേച്ചർ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ, അതായത് നമ്മുടെ പബ്ലിക് എക്സാമിനും മോഡൽ എക്സാമിനും 7 മാർക്ക് വരെ ചോദിക്കാൻ സാധ്യതയുള്ള ചാപ്റ്ററിൽ നിന്നുള്ള ചോദ്യമാണ്. അപ്പൊ നമുക്ക് ഇന്ന് എത്ര സമയമുണ്ട്? നിങ്ങൾക്ക് 8:30 വരെ ലൈവ് വേണോ, 9 മണി വരെ ലൈവ് വേണോ? 8:30 ആകുമ്പോൾ നിങ്ങളുടെ ലൈവ് ഫിനിഷ് ചെയ്യണോ, 9 മണിയാകുമ്പോൾ നിങ്ങളുടെ ലൈവ് ഫിനിഷ് ചെയ്യണോ? ഏതാ നിങ്ങൾക്ക് വേണ്ടത്? നമുക്ക് ഏകദേശം ഒരു 8:30 8:40 വരെയൊക്കെ പോവാം അല്ലേ? അപ്പൊ നമ്മൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ 7 to 8 അല്ലേ? അപ്പോ എല്ലാരും ഗ്രൂപ്പിലൊക്കെ ഷെയർ ചെയ്തോ? ഷെയർ ചെയ്യാത്ത ഒരുപാട് ആൾക്കാരുണ്ട്, ലൈക്ക് ചെയ്യാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ നമുക്ക് 7 to 8 ആൻഡ് 8 to 8:45 കൂട്ടാം അല്ലെ? 8:45 കൂട്ടാം. അപ്പൊ എത്ര മണിക്കൂറായി? 1 hour 45 minutes ഉണ്ട്. വിച്ച് മീൻസ് നമുക്ക് ഏകദേശം 105 minutes ആണുള്ളത്. നമുക്ക് എത്ര ചാപ്റ്റേഴ്സ് ഉണ്ട്? നമുക്ക് 11 ചാപ്റ്റേഴ്സ് ഉണ്ട്. അപ്പം ബെയർലി ഒരു ചാപ്റ്ററിന് 10 മിനിറ്റ് പോലും നമ്മൾ എടുക്കാൻ പാടില്ല എന്നാണ് 8:30 9 10 ഒക്കെ പറയുന്നുണ്ട്. ഓക്കെ, നമുക്കൊരു 8:45 വെച്ച് പിടിക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് മാക്സിമം ഒരു 9 o'clock ആകുമ്പോഴത്തേനും നൈസ് ആയിട്ട് നമുക്ക് നമ്മുടെ ലൈവ് ഫിനിഷ് ചെയ്യാം. അപ്പൊ ഒന്നാമത്തെ ചാപ്റ്ററിൽ എന്തൊക്കെ പഠിക്കാനുണ്ടെന്ന് അറിയാലോ? മീനിങ് ആൻഡ് ഡെഫിനിഷൻ ഓഫ് മാനേജ്മെന്റ്, മാനേജ്മെന്റിന്റെ ഇമ്പോർട്ടൻസ്, മാനേജ്മെന്റിന് 3 ഒബ്ജക്റ്റീവ്സ് ഉണ്ട് അല്ലേ? ആ 3 ഒബ്ജക്റ്റീവ്സ് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ സുഖമായിട്ട് നമുക്ക് 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ മാനേജ്മെന്റ് ഒരു ആർട്ടാണോ, സയൻസ് ആണോ, പ്രൊഫഷൻ ആണോ, അതൊക്കെ കമ്പയർ ചെയ്ത് അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ പഠിച്ചത് ഓർമ്മയുണ്ടോ? അത് വളരെ മസ്റ്റ് ആണ്, വളരെ മസ്റ്റ് ആണ്. അപ്പോൾ അതിൽ നിന്നും ഒരു 2 മാർക്കിന്റെ ചോദ്യം നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. പിന്നുള്ളത് ലെവൽസ് ഓഫ് മാനേജ്മെന്റ് ആണ്. ലെവൽസ് ഓഫ് മാനേജ്മെന്റിൽ നിന്നും നിർബന്ധമായിട്ടും
അല്ലേ? നിർബന്ധമായിട്ടും നമുക്ക് എങ്ങനെ ആയാലും ഒരു 3 മാർക്സ് എക്സ്പെക്ട് ചെയ്യാം. മാനേജ്മെന്റിന്റെ ഫംഗ്ഷൻ, കോർഡിനേഷൻ എന്താണ്, കോർഡിനേഷന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്, കോർഡിനേഷന്റെ ഇമ്പോർട്ടൻസ് എന്താണ്, ഇത്രയും കാര്യങ്ങൾ വളരെ അടിപൊളിയായി പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഒന്നാമത്തെ ചാപ്റ്റർ അങ്ങ് തീർന്നു. അപ്പൊ നിങ്ങൾ എല്ലാവരും ഈ ഒന്നാമത്തെ ചാപ്റ്റർ നന്നായിട്ട് പഠിച്ച ആൾക്കാരാണോ? ആണോടാ? ഈ ഒന്നാമത്തെ ചാപ്റ്റർ വളരെ നന്നായിട്ട് പഠിച്ച ആൾക്കാർ തന്നെ ആയിരിക്കൂലേ? അതുകൊണ്ട് നമുക്ക് ഒന്നാമത്തെ ചാപ്റ്ററിന് ഒരു 7 മിനിറ്റ് മതി. 7 മാർക്കിന്റെ ചോദ്യമല്ലേ? നമ്മൾ ഒരു 7 മിനിറ്റ് കൊണ്ട് ഒന്നാമത്തെ ചാപ്റ്റർ തീർക്കും. അപ്പൊ നിങ്ങൾ എന്റെ കൂടെ തന്നെ ഉണ്ടാവണം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഓക്കെ, ഫൈൻഡ് ദ ഓഡ് വൺ. ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ, ചെയർമാൻ, സൂപ്പർവൈസർ. ഇതില് കൂട്ടത്തിൽ കൂടാത്ത ഒരാളുണ്ട്. പറയടാ, ആരാണ് ഈ കൂട്ടത്തിൽ കൂടാത്ത ആള്? നോക്കട്ടെ, അർജുൻ ആയിരിക്കും ആദ്യം ആൻസർ പറയാന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഹായ് പവർ. ആരാണ് ഈ കൂട്ടത്തിൽ കൂടാത്ത ആള്? അപ്പൊ ഡി ആണ് എന്നുള്ളൊരു ആരോപണം വരുന്നുണ്ട്. നോക്കട്ടെ ഡി ആണോ എന്നുള്ളത് നമുക്ക് ഇപ്പൊ ചെക്ക് ചെയ്യാം. ആരാ? ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ടോപ്പ് ലെവൽ മാനേജർ ആണ്, ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ ടോപ്പ് ലെവൽ മാനേജർ ആണ്, ചെയർമാൻ ടോപ്പ് ലെവൽ ആയിട്ടുള്ള ടോപ്പ് ലെവൽ മാനേജ്മെന്റിൽ വരുന്ന ആളാണ്, സൂപ്പർവൈസർ മാത്രം ലോവർ ലെവലിൽ വരുന്ന ആളാണ്. അപ്പൊ കൂട്ടത്തിൽ കൂടാത്ത ആൾ അത് തന്നെയാണ്. വെരി ഗുഡ്. അടുത്തത് രണ്ടാമത്തെ ചോദ്യം. അപ്പൊ നമ്മുടെ യൂസഫ്, അമിത്, അശ്വതി, ആം ബ്രദേഴ്സ് ആയിരിക്കും അല്ലെ? എം ബ്രദേഴ്സ്. അപ്പൊ നമ്മുടെ അശ്വതി, അച്ചു, ദിയ, ഒരുപാട് ആൾക്കാർ ആൻസർ പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ ചോദ്യം, മാനേജ്മെന്റ് ഫംഗ്ഷൻ തിരിച്ചറിയണം. അതായത് നമ്മൾ എന്താണ് ഫ്യൂച്ചറിൽ ചെയ്യാൻ പോകുന്നത് എന്ന് പറയുന്ന മാനേജ്മെന്റ് ഫംഗ്ഷൻ ഏതാണ്? ഓർഗനൈസിങ്, പ്ലാനിങ്, കൺട്രോളിങ് ആൻഡ് സ്റ്റാഫിങ്. ഇതിൽ ഏതാണ് നമ്മൾ ഈ ഒരു കൈൻഡ് ഓഫ് മാനേജ്മെന്റ് ഫംഗ്ഷൻ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്? അഗെയിൻ ഒരുപാട് ആൾക്കാർ ബി എന്നൊരു ഓപ്ഷൻ പറയുന്നുണ്ട്. അതല്ലാതെ ഇപ്പൊ നമ്മുടെ അജാസനായാലും ഉത്തരയ്ക്കായാലും ഒക്കെ ബി എന്നാണ് പറയാനുള്ളത്. ഇൻ ബിറ്റ്വീൻ ആരോ ഒരാൾ ഡി എന്ന് പറയുന്നുണ്ട്. അടി പാഴ്സലായിട്ട് വീട്ടിലോട്ട് വരും. പ്ലാനിങ് ആണ് നമ്മുടെ ആൻസർ അല്ലേ? പ്ലാനിങ്ങിലാണ് ഫ്യൂച്ചർ കോഴ്സ് ഓഫ് ആക്ഷൻ നമ്മൾ ഡിസൈഡ് ചെയ്തിട്ട് നാളെ വാട്ട് ഈസ് ടു ബി ഡൺ ഇൻ ഫ്യൂച്ചർ എന്ന് നമ്മൾ പറയുന്നത് ഈ പറയുന്ന പ്ലാനിങ്ങിലൂടെയാണ്. ആൻഡ് ദ നെക്സ്റ്റ് വൺ, ഡൂയിങ് ആൻഡ് കംപ്ലീറ്റിംഗ് ടാസ്ക് ഓൺ ടൈം ഇസ് ഡിനോട്ടഡ് ബൈ ദ ടേം ഡാഷ്. അതായത് കൃത്യസമയത്ത് നമ്മൾ ജോലികൾ ചെയ്യുന്നതിനെ നമ്മൾ പറയുന്ന ഒരു പേരുണ്ട് അല്ലെ? നമ്മൾ പറയുന്ന ഒരു പേരുണ്ട്. ഞാൻ വേണമെങ്കിൽ ഇതിൽ 2 ഓപ്ഷൻ നിങ്ങൾക്ക് ഒഴിവാക്കി തരാം. കോർഡിനേഷൻ അല്ല, നൺ ഓഫ് ദ എബോവ് അല്ല. എഫിഷ്യൻസി ആണോ, എഫക്റ്റീവ്നെസ് ആണോ? ഡൂയിങ് ടാസ്ക് ഓൺ ടൈം ആണ്. ഇവിടെ ടൈമിന്റെ കാര്യം മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ എല്ലാവരും പറയുന്നത് ബി ആണെന്നാണ്. ഫിയ അതുപോലെ തന്നെ ഉത്തര, അർജുൻ ഒക്കെ പറയുന്നത്. റോഷൻ സിയോ? നോ വേ, സി അല്ല, ഡി അല്ല. കുറെ ആൾക്കാർ പ്ലാനിങ്ങിൽ ഉണ്ട് കേട്ടോ. ഓക്കെ, മൈ മിസ്റ്റേക്ക്. അപ്പൊ എഫക്റ്റീവ്നെസ് എന്നാണ് നമ്മുടെ ഷഫ്ന അടക്കം പറയുന്നത്. സോ എനിക്ക് അതിനകത്ത് ഒബ്ജക്ഷൻസ് ഒന്നുമില്ല. ഷഫ്ന പറഞ്ഞ ആൻസർ ശരി തന്നെ ആയിരിക്കും അല്ലേ? അപ്പൊ നമ്മുടെ ആൻസർ എന്താ? എഫക്റ്റീവ്നെസ് ആണ്. വാട്ട് ഡു യു മീൻ ബൈ മാനേജ്മെന്റ്? കഴിഞ്ഞ എല്ലാ വർഷങ്ങളിലും ഒരു ടെൻഡൻസി ആണ് ഓരോ ചാപ്റ്ററിന്റെയും വാട്ട് ഡു യു മീൻ ബൈ മാനേജ്മെന്റ്, വാട്ട് ഈസ് ബിസിനസ് എൻവയോൺമെന്റ്, വാട്ട് ഈസ് പ്ലാനിങ്, ഓർഗനൈസിങ്, ഡയറക്ടിങ്, അങ്ങനെ ഒരു 2 മാർക്കിന്റെ ചോദ്യം ഉണ്ടാവും. അപ്പൊ നമ്മൾ എന്താ എഴുതുക? മാനേജ്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് എ പ്രോസസ് ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ അതേഴ്സ്. മറ്റുള്ളവരിലൂടെ നമ്മൾ കാര്യങ്ങൾ ചെയ്തു തീർക്കുന്നതിനെയാണ് നമ്മൾ എന്തു പറയുന്നത്? മാനേജ്മെന്റ് എന്ന് പറയുന്നത്. എൻ്റെ ഓർഗനൈസേഷന് ഒരു ഒബ്ജക്റ്റീവ് ഉണ്ട്, ഒരു ഓർഗനൈസേഷണൽ ഗോൾ ഉണ്ട്. അത് എഫക്റ്റീവ് ആയിട്ടും എഫിഷ്യന്റ് ആയിട്ടും ഞാൻ നിങ്ങളിലൂടെ ചെയ്യുന്നുണ്ടെങ്കിൽ, ഞാൻ നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിനെ എനിക്ക് എന്ത് പറയാൻ വേണ്ടിയിട്ട് സാധിക്കും? മാനേജ്മെന്റ് എന്ന് പറയാൻ വേണ്ടിയിട്ട് സാധിക്കും. ഓക്കെ, ഇനി അടുത്ത ചോദ്യം, ഫോർമുലേറ്റിംഗ് ഓർഗനൈസേഷണൽ ഗോൾസ്, പോളിസീസ് ആൻഡ് സ്ട്രാറ്റജി ഫോർമുലേഷൻ ഈസ് ദ ഫംഗ്ഷൻ ഓഫ് ആരുടെയാണ്? അതായത് ഈ പറയുന്നത് പോലെ ഓർഗനൈസേഷന്റെ ഗോൾസ് ഡിസൈഡ് ചെയ്യുക, ഓർഗനൈസേഷന്റെ നയങ്ങൾ, തന്ത്രങ്ങൾ, ഇതൊക്കെ ഏത് ലെവൽ ഓഫ് മാനേജ്മെന്റ് ആണ് പെർഫോം ചെയ്യുന്നത്? ഏത് ലെവൽ ഓഫ് മാനേജ്മെന്റ് ആണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്? സ്പേസ് ന്യൂസ്, യുവർ ആൻസർ ഈസ് റൈറ്റ്. ഓക്കെ, ആരാണ്? ഏത് ലെവൽ ഓഫ് മാനേജ്മെന്റ് ആണ്? ടോപ്പ് ലെവൽ ആണോ, മിഡിൽ ലെവൽ ആണോ, ലോവർ ലെവൽ ആണോ? അപ്പൊ നമ്മുടെ ആര്യ, സിദ്ദിഖ് ഒക്കെ പറയുന്നത് ഓപ്പറേഷണൽ ലെവൽ മാനേജ്മെന്റ് ആണ് എന്നാണ്. ആണോ? ഓർഗനൈസേഷന്റെ ഗോൾസ് ഒക്കെ പ്ലാൻ ചെയ്യുന്നത് ഓപ്പറേഷണൽ ലെവൽ മാനേജ്മെന്റ് ആണോ? യെസ്, ഇവിടെ ഓപ്പറേഷണൽ ലെവൽ മാനേജ്മെന്റ് എന്നല്ല, നമുക്ക് തൽക്കാലം ഇത് ടോപ്പ് ലെവൽ മാനേജ്മെന്റ് നോക്കാം. നമ്മുടെ ഓപ്ഷൻ തെറ്റിയതാണ്. ടോപ്പ് ലെവൽ മാനേജ്മെന്റ് ആണ് ഇത്തരത്തിലുള്ള പോളിസീസ് ഒക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈവൻ ദോ നമ്മുടെ ഓപ്ഷൻസ് തെറ്റിക്കഴിഞ്ഞാലും നിങ്ങൾക്ക് എന്ത് എഴുതാൻ പറ്റണം? വാട്ട് ഇഫ് എക്സാമിന് ഓപ്ഷൻസ് ഇതുപോലെയാണ് വന്നത്, നിങ്ങൾ എന്ത് ആൻസർ ആണ് എഴുതുക? ഓപ്ഷൻ എ അല്ലെങ്കിൽ ഓപ്ഷൻ ബി, ഓപ്ഷൻ സി എന്ന് എഴുതി വെക്കുവോ? കാരണം റൈറ്റ് ആൻസർ ഇതിനകത്ത് ഇല്ല. അപ്പൊ നിങ്ങൾ എന്ത് എഴുതണം? ഈ പറയുന്നതിൽ നിങ്ങൾ ഏത് ആൻസറാ ചൂസ് ചെയ്യുക? ലെറ്റ് മീ ചെക്ക്. നോക്കട്ടെ, ഈ പറയുന്നതിൽ ഓർഗനൈസേഷണൽ ഗോൾസ് ഒക്കെ ഫോം ചെയ്യുന്നത് ഏതാന്ന് ചോദിച്ചാൽ ആദിത്യ പറഞ്ഞതുപോലെ നിങ്ങൾ നൺ ഓഫ് ദ എബവ് എന്നാണ് ചൂസ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് എങ്ങനെ ഓപ്പറേഷണൽ ലെവൽ ആണോ, മിഡിൽ ലെവൽ ആണോ, ലോവർ ലെവൽ ആണോ എന്ന് പറയാൻ പറ്റും? യു ഹാവ് ടു ചൂസ് നൺ ഓഫ് ദ എബവ്. ഓക്കെ, കാരണം ഈ പറയുന്നതിലൊന്നും നമ്മുടെ ഓപ്ഷൻ ഇല്ല. നമ്മുടെ ആൻസർ എന്തായിരുന്നു? ടോപ്പ് ലെവൽ മാനേജ്മെന്റ് ആയിരുന്നു. ഓക്കെ, യെസ്.
അപ്പൊ നമുക്ക് നമ്മുടെ അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? ഇനി 2, എക്സ്പ്ലെയിൻ എനി ടു ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ് ഓഫ് മാനേജ്മെന്റ്. മാനേജ്മെന്റിന്റെ ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ്. മാനേജ്മെന്റിന് എന്തൊക്കെ ഒബ്ജക്റ്റീവ്സ് ഉണ്ട്? മാനേജ്മെന്റിന് പേഴ്സണൽ ഒബ്ജക്റ്റീവ്സ് ഉണ്ട് അല്ലെ? പേഴ്സണൽ ഒബ്ജക്റ്റീവ്സ് ഉണ്ട്, ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ് ഉണ്ട്, ദെൻ സോഷ്യൽ ഒബ്ജക്റ്റീവ്സ് ഉണ്ട്. ഇത് മൂന്നും എന്താണെന്നും അതിന്റെ എക്സാമ്പിൾസ് എന്താണെന്നും മനസ്സിലാക്കിയിട്ടുണ്ടാവണം. ഈ പറയുന്ന ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സിൽ 3 ഉണ്ട്. അതിൽ ഏതെങ്കിലും 2 എക്സ്പ്ലെയിൻ ചെയ്യാൻ 2 മാർക്കിനാണ് ചോദിച്ചിട്ടുള്ളത്. സോ യു ക്യാൻ റൈറ്റ് സർവൈവൽ. കാരണം ഓർഗനൈസേഷൻ നമ്മുടെ മാർക്കറ്റിൽ ഒരുപാട് കാലത്തേക്ക് സർവൈവ് ചെയ്യണം എന്നുള്ളത് നമ്മുടെ മെയിൻ എയിം ആണ് അല്ലേ? അതുപോലെ തന്നെ നമുക്ക് കോസ്റ്റ് കവർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ റവന്യൂ ഉണ്ടാവണം, നമ്മുടെ ചിലവ് കവർ ചെയ്യാൻ പറ്റുന്ന അത്രയും വരവ് നമുക്ക് ഉണ്ടാവണം എന്നും പറയുന്നുണ്ട്. ഓക്കെ, രണ്ടാമത്തത് ഗ്രോത്ത് ആണ്. വിച്ച് മീൻസ് നമ്മുടെ ഓർഗനൈസേഷന്റെ വളർച്ച നമ്മൾ മനസ്സിലാക്കുന്നത് നമുക്ക് എത്ര സെയിൽസ് ഉണ്ടായി, എത്ര വിറ്റു, അതിൽ എത്ര പ്രോഫിറ്റ് നമുക്ക് ഉണ്ടായി, ഇത് അനലൈസ് ചെയ്തിട്ട് നമ്മുടെ ഗ്രോത്ത് നമ്മൾ നോക്കും. വിച്ച് മീൻസ് കൂടുതൽ സെയിൽസ്, കൂടുതൽ പ്രോഫിറ്റ് ഒക്കെ ഓർഗനൈസേഷന്റെ മറ്റൊരു ഒബ്ജക്റ്റീവ് ആണ്. ഈ പറയുന്ന സർവൈവൽ ആൻഡ് ഗ്രോത്ത് കൂടാതെ ഓർഗനൈസേഷന്റെ മറ്റൊരു ഒബ്ജക്റ്റീവ് ഉണ്ടല്ലോ, അതേതാണ്? ഹിബ, എന്തെങ്കിലും ക്ലാരിറ്റി ഇഷ്യൂ ഉണ്ടോ? ഐ തിങ്ക് ഇവിടെ മിസ്സിന്റെ കണ്ണട എവിടെയെന്ന് ചോദിക്കുന്നുണ്ട് അനന്തു. കണ്ണടയൊക്കെ എവിടെയോ വെച്ചിട്ടുണ്ട്, അതിനൊന്നും സമയമില്ലായിരുന്നു. ഇപ്പൊ സർവൈവൽ ആൻഡ് ഗ്രോത്ത് കൂടാതെ എന്താണ് മൂന്നാമത്തെ ഒബ്ജക്റ്റീവ്? മൂന്നാമത്തെ ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ് ഏതാണ്? പറയടാ. സർവൈവൽ ആൻഡ് ഗ്രോത്ത് മാത്രമാണോ? 3 ഒബ്ജക്റ്റീവ്സ് ആണ് ഉള്ളത് ഓർഗനൈസ്. എക്സാക്ട്ലി ആസാദ്, ഇറ്റ് ഈസ് പ്രോഫിറ്റ്. ഇത്രയേ ഉള്ളൂ. ദെൻ സ്റ്റേറ്റ് ദ ബേസിക് ഫീച്ചേഴ്സ് ഓഫ് മാനേജ്മെന്റ് ആസ് എ സയൻസ്. മാനേജ്മെന്റ് ആസ് എ സയൻസ്, മാനേജ്മെന്റ് ഒരു സയൻസ് ആണ് എന്ന് പറയാൻ ക്വാളിഫൈഡ് ആയിട്ടുള്ള അടിസ്ഥാന യോഗ്യതകൾ, അല്ലെങ്കിൽ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് മാനേജ്മെന്റ് ഒരു സയൻസ് ആണ് എന്ന് നമ്മൾ പറയുന്നത്? നമുക്കറിയാം സയൻസ് ആണ്, ബട്ട് നോട്ട് എൻ എക്സാക്ട് സയൻസ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എക്സാക്ട്ലി സയൻസ് അല്ല, പക്ഷെ സയൻസ് ആണെന്ന് നമുക്ക് പറയാം. അതിന് കാരണം നിങ്ങളോട് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ കാരണം നിങ്ങൾ എന്തൊക്കെ എഴുതണം? മാനേജ്മെന്റിനും സയൻസിനും കോമൺ ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഏതൊക്കെയാണോ അതാണ് നിങ്ങൾ എഴുതേണ്ടത്. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കുന്ന സമയത്ത് മാനേജ്മെന്റിനും സയൻസിനും സ്വന്തമായി പ്രിൻസിപ്പിൾസും തിയറീസും ഉണ്ട്. അതൊരു കാരണമായിട്ട് നമുക്ക് പറയാം. അതുകൂടാതെ ഈ പറയുന്ന തിയറീസും പ്രിൻസിപ്പിൾസ് ഒക്കെ നിലവിൽ വന്നിട്ടുള്ളത് എങ്ങനെയാണ്? ഒരുപാട് എക്സ്പെരിമെന്റ്സും ഒരുപാട് ഒബ്സർവേഷൻസിന്റെ ഒക്കെ ബേസിലാണ്. ഈ 2 കാരണങ്ങൾ സയൻസിനും മാനേജ്മെന്റിനും കോമൺ ആയിട്ട് വരുന്നത് കൊണ്ട് നമുക്ക് എന്ത് പറയാം? മാനേജ്മെന്റ് ഒരു സയൻസ് ആണെന്ന് പറയാം. ചോദ്യം നേരെ തിരിച്ചു ചോദിക്കാം. വൈ മാനേജ്മെന്റ് ഈസ് കോൾഡ് ആസ് why management is not considered as an exact science? എന്തുകൊണ്ട് exact science ആയി കൺസിഡർ ചെയ്യുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് എഴുതണം? കാരണം മാനേജ്മെന്റ് ഫീച്ചേഴ്സ് സയന്റിഫിക് പ്രിൻസിപ്പിൾസ് പോലെ എന്തല്ല, യൂണിവേഴ്സലി അപ്ലിക്കബിൾ അല്ലാത്തത് കൊണ്ട് നമുക്ക് പറയാം. ഇനി പറയുന്ന സയൻസിന് പകരമായിട്ട് പ്രൊഫഷൻ എന്തുകൊണ്ട് മാനേജ്മെന്റ് എന്തുകൊണ്ട് പ്രൊഫഷനായി കൺസിഡർ ചെയ്യുന്നില്ല? മാനേജ്മെന്റ് എന്തുകൊണ്ടാണ് ആർട്ടായിട്ട് കൺസിഡർ ചെയ്യുന്നത്? അത്തരത്തിലുള്ള ചോദ്യവും 2 മാർക്ക് മുതൽ 4 മാർക്ക് വരെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതേ ഉള്ളൂ അല്ലേ? ഓക്കെ, ഇനിയുള്ളത് സാരില്ല ഹരി, ലെറ്റ് us കണ്ടിന്യൂ. അപ്പൊ ഗായ്സ് നമുക്ക് 1K ആയിട്ടുണ്ട്, പോരാ ഇനിയും ഒരുപാട് ആൾക്കാർ നമ്മുടെ ലൈവിൽ എത്താനുണ്ട്. Now management is multi-dimensional. Write in 2 dimensions. മാനേജ്മെന്റ് എന്ന് പറയുന്നത് മൾട്ടി ഡയമെൻഷൻ ആണ്, അതിന് ഒരുപാട് ഡയമെൻഷൻസ് ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അതിൽ ഏതെങ്കിലും 2 ഡയമെൻഷൻസ് ആണ് എഴുതാൻ നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. മാനേജ്മെന്റ് മൾട്ടി ഡയമെൻഷണൽ ആണെന്ന് പറയാൻ കാരണം മാനേജ്മെന്റ് ചെയ്യുന്നത് ഒരു കാര്യം മാത്രമല്ല. ആസ് എ സ്റ്റുഡന്റ് നിങ്ങൾ ചെയ്യുന്നത് എന്താ? പഠിക്കുന്നത് മാത്രമാണ്. ആസ് എ ടീച്ചർ ഞാൻ മൾട്ടി ഡയമെൻഷണൽ വിഷൻ അല്ലെങ്കിൽ മൾട്ടി ഡയമെൻഷണൽ ജോബ് ചെയ്യുന്ന ഒരാളാണ്. കാരണം ഞാൻ പഠിക്കുന്നുണ്ട്, കൂടെ നിങ്ങളെ പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ മാനേജ്മെന്റ് മൾട്ടി ഡയമെൻഷണൽ ആണ്, കാരണം അവിടെ വർക്ക് മാനേജ് ചെയ്യുന്നുണ്ട്, ആൾക്കാരെ മാനേജ് ചെയ്യുന്നുണ്ട്, അവിടുത്തെ ഓപ്പറേഷൻസ് മാനേജ് ചെയ്യുന്നുണ്ട്. സോ 2 മാർക്കിനായാൽ കൂടി മക്കളെ ഇവിടെ റൈറ്റ് എനി 2 എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അപ്പൊ നിങ്ങൾ ഏതെങ്കിലും 2 വെറുതെ എഴുതി കൊടുത്താൽ മാത്രം മതി. ആൻഡ് ഇഫ് നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് എഴുതുക? ഈ 2 മാർക്കിന്റെ പോയിന്റ്സ് മാത്രം എഴുതേണ്ട സിറ്റുവേഷൻസിൽ ഒരു ലൈൻ ഗ്യാപ്പ് കൊടുത്ത് എഴുതുക. അവസാനം സമയം ഉണ്ടെങ്കിൽ ആ ഒരു പോയിന്റിന് നിങ്ങൾക്കൊരു സിംഗിൾ ലൈൻ എക്സ്പ്ലനേഷൻ കൂടി കൊടുക്കാം. ഇഫ് ദർ ഈസ് ടൈം, അല്ലെങ്കിൽ ജസ്റ്റ് മെൻഷൻ ചെയ്താൽ മാത്രം മതി. ഇനി ഡിസ്ക്രൈബ് ദ ഇമ്പോർട്ടൻസ് ഓഫ് മാനേജ്മെന്റ്. എന്തുകൊണ്ട് ഓർഗനൈസേഷണൽ മാനേജ്മെന്റ് എന്ന് 4 മാർക്കിന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് എഴുതണം എന്നറിയോ? ഗ്രൂപ്പ് ഗോൾസ് അച്ചീവ് ചെയ്യാൻ, പേഴ്സണൽ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ, എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യാൻ. ഓർഗനൈസേഷന്റെ ചുറ്റുമുള്ള കാര്യങ്ങൾ വളരെയധികം മാറിക്കൊണ്ടിരിക്കും, പെട്ടെന്ന് മാറിക്കൊണ്ടിരിക്കും, ഡൈനാമിക് ആണ്. ഈ ഡൈനാമിക് എൻവയോൺമെന്റുമായിട്ട് ഓർഗനൈസേഷന്റെ അകത്തുള്ള ആൾക്കാർ പൊരുത്തപ്പെടണം. അത്തരത്തിലുള്ളൊരു പൊരുത്തപ്പെടാൻ പാകത്തിന് ഡൈനാമിക് എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പുതിയ ചേഞ്ചസിനോട് അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓർഗനൈസേഷന്റെ ആൾക്കാരെ അപ്പോയിന്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോ ക്ലാരിറ്റി ഇഷ്യൂ ആർക്കെങ്കിലും ഉണ്ടോ? ആർക്കെങ്കിലും പ്രോപ്പർ ആയിട്ട് കേൾക്കുന്നില്ല അല്ലെങ്കിൽ PPT കാണുന്നില്ല എന്നുള്ള ഇഷ്യൂസ് ഉണ്ടെങ്കിൽ പ്ലീസ് കണ്ടിന്യൂസ്ലി നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക. എല്ലാവർക്കും ഉണ്ടെങ്കിൽ ദാറ്റ് മേ ബി ഇവിടുത്തെ ഇഷ്യൂ ആയിരിക്കും. അല്ലാതെ
അല്ലാതെ മൊത്തത്തിൽ അങ്ങനത്തെ ഒരു ഇഷ്യൂ ഉണ്ടാവാൻ അല്ലാതെ ഇൻഡിവിജ്വൽ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമുക്കത് സോൾവ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. സോ നൗ വാട്ട് ഈസ് കോർഡിനേഷൻ? ലിസ്റ്റ് ഔട്ട് എനി 2 ഫീച്ചേഴ്സ് ഓഫ് ഇറ്റ്. കോർഡിനേഷൻ എന്താണ്? അതിന്റെ ഏതെങ്കിലും 2 ഫീച്ചേഴ്സ് നിങ്ങൾ മെൻഷൻ ചെയ്യണം. എന്തൊക്കെയാണ് കോർഡിനേഷൻ എന്ന് പറയുന്നത്? കോർഡിനേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർഗനൈസേഷനിലെ ആൾക്കാരെയും അതുപോലെ അവരുടെ വർക്കും നമ്മൾ ഒന്നിച്ചു കൊണ്ടുവരുന്നതാണ്. എല്ലാ വർക്കും സൗണ്ട് ക്ലിയർ അല്ല, ബഫറിംഗ് ആണ്, കാണാം എന്ന് പറയുന്നുണ്ട്, പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് പറയുന്നുണ്ട്. സോ ഐ തിങ്ക് ദർ ഈസ് നോ ഇഷ്യൂ. ഒരുപാട് ആൾക്കാർ ക്ലിയർ ആണ് എന്ന് പറയുന്നുണ്ട്. സോ ഹിബ, പ്ലീസ് ചെക്ക് യുവർ ഇന്റർനെറ്റ് കണക്ഷൻ. നൗ വർക്ക് ഒന്നിച്ചു കൊണ്ടുവരുന്ന ആക്ടിവിറ്റീസിനാണ് നമ്മൾ കോർഡിനേഷൻ എന്ന് പറയുന്നത്. ഗ്രൂപ്പ് ഓഫ് ആയിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യുന്നു, യൂണിറ്റി ഓഫ് ആക്ഷൻ കൊണ്ടുവരുന്നു. നൗ ബ്രീഫ്ലി എക്സ്പ്ലെയിൻ എനി 5 ഫീച്ചേഴ്സ് ഓഫ് മാനേജ്മെന്റ്. എന്തൊക്കെ എഴുതാം? മാനേജ്മെന്റ് ഒരു ഗോൾ ഓറിയന്റഡ് പ്രോസസ് ആണ്. ഇറ്റ് ഈസ് പെർവാസീവ്, മൾട്ടി ഡയമെൻഷണൽ, കണ്ടിന്യൂസ് പ്രോസസ് ആൻഡ് ഇൻടാഞ്ചിബിൾ ഫോഴ്സ്. Now illustrate the various levels of management with example. നിങ്ങളോട് ലെവൽസ് ഓഫ് മാനേജ്മെന്റ് എക്സാമ്പിൾസ് അടക്കം 5 മാർക്കിന് ചോദിക്കാം. അല്ലെങ്കിൽ 1 മാർക്കിന് മാനേജ്മെന്റിന്റെ ഏതെങ്കിലും ലെവൽസ് ചോദിച്ചിട്ട് അതിന്റെ എക്സാമ്പിൾ എഴുതാൻ ചോദിക്കാം. ഇനി അതും അല്ലെങ്കിൽ മാച്ച് ദ ഫോളോയിങ് ആയിട്ട് വരാം. കുറെ ലെവൽസ് ഓഫ് മാനേജ്മെന്റും അതിൽ ഒക്യുപ്പൈഡ് ആയിട്ടുള്ള ആൾക്കാരെ നിങ്ങൾക്ക് ചോദിക്കാം. അല്ലെങ്കിൽ അതിന്റെ ഫംഗ്ഷൻസ് ചോദിക്കാം. എങ്ങനെയാണ് മാനേജ്മെന്റിന്റെ ലെവൽസ് ഒരു സൈഡിൽ ഉണ്ടാവാം. എന്നിട്ട് നിങ്ങളോട് എങ്ങനെ ചോദിക്കാം? ഇവിടെ എക്സാമ്പിൾസ് ചോദിക്കാം. ഇനി അതും അല്ലെങ്കിൽ അതിന്റെ ഫംഗ്ഷൻസ് ചോദിക്കാം. എന്നിട്ട് നിങ്ങളോട് ചോദിക്കും, ഇപ്പം ABC എന്ന് പറയുന്ന ലെവൽസ് ആണെങ്കിൽ XYZ നിങ്ങളത് മാച്ച് ചെയ്യേണ്ടി വരും. അങ്ങനെയുള്ള ചോദ്യങ്ങൾ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അപ്പം നിങ്ങൾ എന്ത് എഴുതണം? 3 ലെവൽസ് ഓഫ് മാനേജ്മെന്റ് ആണോ സാധാരണ ഓർഗനൈസേഷനിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. ദ ഫസ്റ്റ് വൺ ഈസ് ലോവർ ലെവൽ മാനേജ്മെന്റ്, മിഡിൽ ലെവൽ മാനേജ്മെന്റ് ആൻഡ് അപ്പർ ലെവൽ മാനേജ്മെന്റ് അല്ലെങ്കിൽ ടോപ്പ് ലെവൽ മാനേജ്മെന്റ്. ഇതിൽ ആരൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് എന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ടോപ്പ് ലെവൽ മാനേജ്മെന്റിലാണെങ്കിൽ CEO, CFO, CEO, CTO തുടങ്ങിയിട്ടുള്ള ആൾക്കാർ. മിഡിൽ ലെവൽ മാനേജ്മെന്റിലാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? നമ്മുടെ ഡിപ്പാർട്ട്മെന്റൽ ഹെഡ്സ്. ആരാണ്? നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡുകൾ ഉണ്ടല്ലോ. ഹെഡ് ഓഫ് പ്ലാനിംഗ് ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ മാനേജർ, മാർക്കറ്റിംഗ് മാനേജർ തുടങ്ങിയിട്ടുള്ള ആൾക്കാർ. ഇനിയുള്ളത് ലോവർ ലെവൽ മാനേജ്മെന്റ് ആണ്. ആരൊക്കെയുണ്ട്? നമ്മുടെ ടീം ലീഡർ ആവാം, അസിസ്റ്റന്റ് മാനേജർ ആവാം, ഫോമൻസ് ആവാം, സൂപ്പർവൈസേഴ്സ് ആവാം. അവരൊക്കെ ലോവർ ലെവൽ മാനേജേഴ്സിലുള്ള ആൾക്കാരാണ്. സോ ഇവിടെ ഗോൾസ് ഉണ്ടാക്കുന്നത് ടോപ്പ് ലെവലാണ്. അത് നമ്മൾ കൃത്യമായിട്ട് ഇന്റർപ്രറ്റ് ചെയ്ത് എല്ലാവരോടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് മിഡിൽ ലെവലാണ്. അത് നടപ്പിലാക്കുന്നത് ലോവർ ലെവലാണ്. അപ്പൊ സിമ്പിൾ ആയിട്ട് ഇത്രയും കാര്യങ്ങളെങ്കിലും ഓർത്തു വെക്കുക. വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇനി അങ്ങോട്ട് നിങ്ങൾ പഠിക്കാൻ പോകണം എന്നില്ല കേട്ടോ. നൗ റൈറ്റ് വാട്ട് റോൾസ് ഡസ് മാനേജ്മെന്റ് പ്ലേ? ഒരു ഓർഗനൈസേഷനിൽ മാനേജ്മെന്റ് എന്ത് കാര്യമാണ് ചെയ്യുന്നത്? ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്താണ് ആൻസർ എഴുതുക? ഇതിന് നിങ്ങൾ എക്സ്പ്ലനേഷൻ കൊടുക്കണം. 8 മാർക്കിന് വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. പോസിബിലിറ്റി ഈസ് വെരി 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 ലെസ്. വളരെ കുറച്ച് പോസിബിലിറ്റി മാത്രമുള്ള ഒരു ചോദ്യമാണ്. ബട്ട് ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്താണ് ചോദിക്കുക? ഹിബ, നൈസ്. ഇതിന് നിങ്ങൾ എന്താണ് ആൻസർ എഴുതുക? പാർട്ട് 2 അല്ലേ ഇമ്പോർട്ടൻ്റ് എന്ന് ചോദിക്കുന്നുണ്ട്. ദാറ്റ് വാസ് ഇമ്പോർട്ടൻറ്റ്. കാരണം കഴിഞ്ഞ വർഷമൊക്കെ അങ്ങനെയായിരുന്നു. പക്ഷെ ഇത്തവണ എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. സോ അക്കോർഡിംഗ് ടു അസ്, നമ്മളെ സംബന്ധിച്ച് നോക്കുമ്പോൾ എല്ലാ പോർഷൻസും ഇമ്പോർട്ടൻ്റ് ആണ് ഗോവിന്ദ്. അപ്പൊ നിങ്ങൾ ഈ ഒരു ചോദ്യത്തിന് എന്താണ് ആൻസർ എഴുതുക? പെട്ടെന്ന് നമുക്ക് ഏകദേശം 20 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ചും കൂടി ഫാസ്റ്റ്. എക്സാക്ട്ലി റോഷൻ. പ്ലാനിങ് എന്താണ്? ഓർഗനൈസിങ് എന്താണ്? സ്റ്റാഫിംഗ് എന്താണ്? ഡയറക്റ്റിംഗ് എന്താണ്? കൺട്രോളിംഗ് എന്താണ്? കോർഡിനേറ്റിംഗ് എന്താണ് എന്നാണ് നിങ്ങൾ എഴുതേണ്ടത്. കാരണം പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു? മാനേജ്മെന്റ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അല്ലേ ചെയ്യുന്നത്. നൗ വി വിൽ മൂവ് ടു ചാപ്റ്റർ 2. പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ്. 9 മാർക്കിന്റെ ചോദ്യമാണ് ഉണ്ടാവുക. അതിൽ എന്തൊക്കെ ഉൾപ്പെടുന്നു എന്നുള്ളത് ഇവിടെയുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഈ PDF കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ലൈവ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഈ PDF കിട്ടും. ഞാനിവിടെ എഴുതിയതടക്കമുള്ള PDF കിട്ടും. കിട്ടിക്കഴിഞ്ഞ ഉടനെ നിങ്ങൾ ചെയ്യേണ്ടത് ക്വസ്റ്റ്യൻസ് ഓഫ് കോഴ്സ് നിങ്ങൾ ഇവിടെ ഒരു റിവിഷൻ ചെയ്തു. അതുകൂടാതെ ആ PDF കിട്ടുമ്പോൾ ഓരോ ചാപ്റ്ററിന്റെ ബിഗിനിങ്ങിലും എന്തൊക്കെയാണ് ഉൾപ്പെട്ടിട്ടുള്ളത് എന്നുണ്ട്. നിങ്ങളൊന്ന് ക്രോസ് ചെക്ക് ചെയ്യുക ഞാനിതെല്ലാം പഠിച്ചിട്ടുണ്ട് എന്നുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇറ്റ് സീക്സ് ടു ഡിറ്റർമൈൻ ദ എമൗണ്ട് ആൻഡ് ഫ്രീക്വൻസി ഓഫ് ഇന്റർവെൽസ് ഇൻ കംപ്ലീറ്റിംഗ് എ ടാസ്ക്. ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കംപ്ലീറ്റ് ചെയ്യുന്നതിനിടയിൽ നിങ്ങൾക്ക് എത്ര വിശ്രമം വേണം, അതിന്റെ സമയം എത്രയാണ് എന്ന് ഡിറ്റർമൈൻ ചെയ്യുന്നത് ഈ പറയുന്നതിൽ ഏത് സ്റ്റഡിയാണ്? ഏത് സ്റ്റഡി ത്രൂ ആണ് നമുക്കത് ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുക? നമ്മുടെ ടൈലറിന്റെ സയന്റിഫിക് പ്രിൻസിപ്പിൾസിലും സയന്റിഫിക് ടെക്നിക്സ് ആണ് നമ്മളിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പറയടാ. യെസ്, എക്സാക്ട്ലി, ഇറ്റ് ഈസ് ഫാറ്റിക് സ്റ്റഡി. ഗുഡ് അജാസ്. അപ്പോൾ അജാസ് കൂടാതെ നമ്മുടെ നമിത ഒക്കെ ആൻസർ പറയുന്നുണ്ട്. വെരി ഗുഡ്. കോമ്പറ്റീഷൻ ഷുഡ് ബി റീപ്ലേസ്ഡ് ബൈ കോപ്പറേഷൻ. അതായത് കോമ്പറ്റീഷൻ അല്ല വേണ്ടത്, കോപ്പറേഷൻ ആണ് വേണ്ടത് എന്ന് പറയുന്ന പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് ഇതിൽ ഏതാണ്? ജനറൽ മാനേജ്മെന്റിലാണോ പറയുന്നത്? സയന്റിഫിക് മാനേജ്മെന്റിലാണോ പറയുന്നത്? രണ്ടിലും പറയുന്നുണ്ടോ?
ഇതൊന്നും അല്ലാത്തൊരു ഓപ്ഷൻ ആണോ? ഏതാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്? മത്സരം സഹകരണത്തിലൂടെ മാറ്റി സ്ഥാപിക്കണം എന്ന് പറയുന്നത് ഏതിലാണ്? എക്സാക്ട്ലി ഇറ്റ് ഈസ് നമ്മുടെ സയന്റിഫിക് മാനേജ്മെന്റിലാണ്. കോപ്പറേഷൻ നോട്ട് ഇൻഡിവിജ്വലിസം എന്നാണ് പറയുന്നത്. നൗ ദ പ്രിൻസിപ്പിൾ ദാറ്റ് എംഫസൈസസ് കൈൻഡ്നെസ് ആൻഡ് ജസ്റ്റിസ് ഇൻ ദ ബിഹേവിയർ ഓഫ് മാനേജേഴ്സ് ടു വർക്കേഴ്സ്. അതായത് തൊഴിലാളികളോടുള്ള മാനേജർമാരുടെ പെരുമാറ്റത്തിൽ ദയയും നീതിയും ഉറപ്പുവരുത്തണം എന്ന് പറയുന്ന തത്വം ഇതിൽ ഏതാണ്? ജനറൽ മാനേജ്മെന്റിൽ ഫെയോൾ സജസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. Is it order? Is it equity? Is it scalar chain? Or is it unity of direction? ഏതാണ് ഉത്തര സജീവ്? പറഞ്ഞോളൂ, ഏതാണ് നമ്മുടെ ആൻസർ? എക്സാക്ട്ലി നമ്മുടെ അജാസ്, ഷദ, മീര ഒക്കെ പറയുന്നുണ്ട് ഇറ്റ് ഈസ് ഇക്വിറ്റി. Now, under this technique of scientific management, one worker is supervised by 8 specialist foremen. ഒരു വർക്കറിനെ 8 സ്പെഷ്യലിസ്റ്റുകൾ ഗൈഡ് ചെയ്യുന്നുണ്ട്. ഒരു ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് ആ ആൾക്ക് 8 ആൾക്കാർ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നുണ്ട്. അതിനെ നമ്മൾ എന്താണ് പറയുക? ഈ ഒരു ടെക്നിക്ക് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യണം. അതൊരു ഡയഗ്രാമിൽ നിങ്ങൾ കാണിക്കണം. ഏതാണ് ഈ ടെക്നിക്ക്? എനിക്കറിയാം അസ്ന, റഫീഖ്, പൊന്നു, അനുഖ എല്ലാവർക്കും ആൻസർ അറിയാം. ബട്ട് യു ഹാവ് ടു സേ ദ ആൻസർ. ഏതാണ് ആ ടെക്നിക്ക്? യെസ്, പറയൂ. സരുൺ കഴിഞ്ഞ ആൻസർ എക്സാക്ട്ലി. അപ്പം നമ്മുടെ അജാസ് അതുപോലെ സുപ്രീത ഒക്കെ ആദ്യ ആൻസർ പറഞ്ഞിട്ടുണ്ട്. ഇറ്റ് ഈസ് ഫങ്ഷണൽ ഫോമാൻഷിപ്പ്. അതിന്റെ ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ അത് വരച്ച് കാണിക്കണം. ഇതുപോലെ വരച്ച് കാണിച്ചാൽ മതി. ഒരു ഫാക്ടറി മാനേജർ ഉണ്ട്. ഒരു ഓർഗനൈസേഷനുള്ള വർക്കിനെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യും. പ്ലാനിംഗ് ഡിപ്പാർട്ട്മെന്റും പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റുമായിട്ട് അതിന് ഓരോ ഇൻചാർജ് ഉണ്ടാവും. എന്നിട്ട് അവരുടെ അണ്ടറിൽ ഇൻസ്ട്രക്ഷൻ കാർഡ് ക്ലർക്ക്, റൂട്ട് ക്ലർക്ക്, ടൈം ആൻഡ് കോസ്, ഡിസിപ്ലിനേറിയൻ, ഗ്യാങ് ബോസ്, റിപ്പയർ ബോസ്, ഇൻസ്പെക്ടർ, സ്പീഡ് ബോസ് എന്നൊക്കെ പറഞ്ഞ് നാല് ആൾക്കാരെ അപ്പോയിന്റ് ചെയ്യും. അതായത് നാല് ഫോർമെൻസിന് നമ്മളെ അപ്പോയിന്റ് ചെയ്യും. എന്നിട്ട് ഓരോരാളും ഒരു വർക്കറിനെ ഇൻസ്ട്രക്ട് ചെയ്യും. ഇതാണ് ഫങ്ഷണൽ ഫോമാൻഷിപ്പ്. ഇതിങ്ങനെ തന്നെ ആവണം എന്നില്ല. ഫങ്ഷണൽ ഫോമാൻഷിപ്പ് എക്സ്പ്ലെയിൻ ചെയ്യാൻ 4 മാർക്കിനും 5 മാർക്കിനൊക്കെ ചോദിക്കാം. നമ്മൾ എന്തും എക്സ്പെക്ട് ചെയ്യണം അല്ലേ? ഒരു ടോപ്പിക്ക് പഠിക്കുന്ന സമയത്ത് ആ ടോപ്പിക്കിൽ നിന്ന് 1 മാർക്കിന്റെ ചോദ്യം എങ്ങനെ വരും? 2 മാർക്കിന്റെ ചോദ്യം എങ്ങനെ വരും? 3 മാർക്ക്, 4 മാർക്ക്, 5 മാർക്ക്, 8 മാർക്ക് എങ്ങനെയൊക്കെ ഞാൻ ആൻസർ എഴുതണം എന്ന് പ്രിപ്പയർഡ് ആയിട്ടിരിക്കുന്ന പോയിന്റിലാണ് യു ക്യാൻ സേ ദാറ്റ് ഐ എം 100% പ്രിപ്പയർഡ്. Okay, now management is a science. Given you 2 reasons to justify this statement. In നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തതാണ്. We can skip the question. Explain the term mental revolution in relation to scientific management. Please note mental revolution. Scientific management ആയിട്ട് നമ്മൾ കണക്ട് ചെയ്യുന്ന സമയത്ത് ആരുടെ സയന്റിഫിക് മാനേജ്മെന്റ്? നമ്മുടെ ടൈലർ ആണ് പ്രൊപ്പോസ് ചെയ്തത്. സയന്റിഫിക് മാനേജ്മെന്റ് എന്താണെന്നുള്ളത് മറന്നു പോവരുത്. ചിലപ്പോൾ നിങ്ങളോട് ടൈലറിന്റെ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് ആയിരിക്കും ചോദിക്കുക. ചിലപ്പോൾ നിങ്ങളോട് സയന്റിഫിക് പ്രിൻസിപ്പിൾസ് എന്തൊക്കെയായിരിക്കും എന്നാണ് ചോദിക്കുക. സോ യു ഹാവ് ടു ഡിഫറൻഷിയേറ്റ്. യു മസ്റ്റ് ബി ഏബിൾ ടു ഡിഫറൻഷിയേറ്റ്. ഓക്കെ, സോ ഇവിടെ മെന്റൽ റെവല്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഓർഗനൈസേഷനിൽ വർക്കറിനും, അതായത് മാനസിക വിപ്ലവം എന്ന് നമ്മൾ പറയും. ഓർഗനൈസേഷനിലുള്ള വർക്കേഴ്സും അതുപോലെ തന്നെ മാനേജേഴ്സും അവരുടെ മെന്റൽ ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യുന്നതാണ്. നമുക്ക് വേണ്ടുന്നത് കോമ്പറ്റീഷൻ അല്ല, നമുക്ക് വേണ്ടുന്നത് മാക്സിമം കോപ്പറേഷൻ ആണ്. അതിലൂടെ മാത്രമേ ഞാൻ വർക്കറാണ്, നിങ്ങൾ മാനേജ്മെന്റ് ആണ്, എനിക്ക് നിങ്ങൾ വേണം, നിങ്ങൾക്ക് ഞാനും വേണം എന്നാണ് ഈ ഓർഗനൈസേഷന്റെ ഗോൾ അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയുന്നതാണ് മെന്റൽ റെവല്യൂഷൻ അഥവാ മാനസിക വിപ്ലവം എന്ന് പറയുന്നത്. ഇനി അടുത്ത ചോദ്യം 3 മാർക്കിൻ്റെതാണ്. ടൈലറിന്റെ ടെക്നിക്സ് ഓഫ് മാനേജ്മെന്റ് ഈസ് യൂണിവേഴ്സലി അപ്ലിക്കബിൾ ആണ് എന്ന് പറയുന്നുണ്ട്. ഇതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? ടൈലറിന്റെ ടെക്നിക്സ് ഓഫ് മാനേജ്മെന്റ് യൂണിവേഴ്സലി അപ്ലിക്കബിൾ ആണ് എന്ന് പറയുന്നുണ്ട്. നിങ്ങൾ ഇതിനോട് യോജിക്കുന്നുണ്ടോ? പ്ലീസ് കമന്റ് യെസ് ഓർ നോ. പറയൂ, പ്ലീസ് കമന്റ് യെസ് ഓർ നോ. മലയാളം നോട്ട്സ് തന്നൂടെ മിസ്സേജ് ചോദിക്കുന്നുണ്ട് ഷഫ്നദാ. ഞാൻ മലയാളം ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ടടാ. എക്സ്പ്ലെയിൻ എനി 4 ടെക്നിക്സ് ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ്. ഏതാണ്? വാട്ട് ഡു യു സേ? യെസ് ഓർ നോ ആണോ? നിങ്ങൾ ഇതിനോട് യോജിക്കുന്നുണ്ടോ? ഈ ഒരു യെസ് ആണ് ഐഷ പറയുന്നത്. അപ്പോ യെസ്, ആദിത്യൻ പറയുന്നത് യെസ് ആണ്. ദെൻ യെസ് അഞ്ജന, റഫീഖ്, യെസ് എല്ലാവരും പറയുന്നത് യെസ് ആണ് എന്നാണ്. ശരിയാണ്, യെസ് ആണ്. നമ്മൾ ഇതിനോട് യോജിക്കുന്നുണ്ട്. കാരണം ഇത് നമുക്ക് എവിടെയും അപ്ലൈ ചെയ്യാം. അതിന് ചെറിയ ചെറിയ ചേഞ്ചസ് സിറ്റുവേഷൻസിനനുസരിച്ച് മാറ്റിയാൽ മതി. രണ്ടാമത്തെ സെക്ഷൻ ഇതിന്റെ ഏതെങ്കിലും 4 ടെക്നിക്സ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യണം എന്നുള്ളതാണ്. സോ യു ക്യാൻ ഡിസൈഡ് ഏതാണ് വേണ്ടത് എന്നുള്ളത്. അപ്പൊ ഇതിലൂടെ നിങ്ങൾക്ക് എന്ത് മനസ്സിലാക്കാം? ഒരുപാട് ടെക്നിക്സ് ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ് ഉണ്ട്. അതിൽ എല്ലാം നിങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി വെക്കുക. ഏതെങ്കിലും 4 എണ്ണം വളരെ ഭംഗിയായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പഠിക്കുക. മോഡൽ എക്സാം ആകുമ്പോഴത്തേക്ക് നമുക്ക് എല്ലാം പഠിക്കാം. 8 മാർക്കിന് ചോദിച്ചാലോ. തൽക്കാലം നിങ്ങൾ എന്ത് ചെയ്യുക? ഏതെങ്കിലും 4 എണ്ണം വളരെ ഭംഗിയായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പഠിക്കുക. സോ ഐ വിൽ സജസ്റ്റ് ഫങ്ഷണൽ ഫോമാൻഷിപ്പ് അറ്റ് ഫസ്റ്റ്. കാരണം ഇത് നിങ്ങൾക്ക് നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. Now, standardization and simplification of work ആവാം, differential piecewise system ആവാം, time study, method study, motion study, fatigue study. ഇതിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഡിപ്പെൻഡ്സ് upon you.
ഇനി യൂണിറ്റ് ഓഫ് കമാൻഡും യൂണിറ്റ് ഓഫ് ഡയറക്ഷനും തമ്മിലുള്ള ഡിഫറൻസ് 2 മാർക്കിനുള്ള ഒരു ചോദ്യമായിട്ട് വന്നിട്ടുണ്ട്. ആദ്യം നിങ്ങൾ എന്ത് മനസ്സിലാക്കുക, യൂണിറ്റ് ഓഫ് കമാൻഡ് എന്താണ്, യൂണിറ്റ് ഓഫ് ഡയറക്ഷൻ എന്താണ്, എന്നിട്ട് വേണം നിങ്ങൾ ഈ ഒരു ടേബിൾ പഠിക്കാൻ. ആസ് ഓഫ് നൗ യൂണിറ്റ് ഓഫ് കമാൻഡ് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. യൂണിറ്റ് ഓഫ് കമാൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സബോർഡിനേറ്റിന് ഒരു ബോസിന്റെ കയ്യിൽ നിന്ന് മാത്രമേ ഓർഡർ കിട്ടാൻ പാടുള്ളൂ. നേരെ മറിച്ച് യൂണിറ്റ് ഓഫ് ഡയറക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഓർഗനൈസേഷന് ഒരൊറ്റ പ്ലാൻ മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. വൺ ഓർഗനൈസേഷൻ വൺ പ്ലാൻ എന്നുള്ളതായിരിക്കണം നമ്മുടെ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. സോ ഈ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ വേണം നിങ്ങൾ ബാക്കിയുള്ളത് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. നൗ സയന്റിഫിക് മാനേജ്മെന്റിന്റെ ഏതെങ്കിലും 2 പ്രിൻസിപ്പിൾസ് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ 5 മാർക്ക് കിട്ടും. സയന്റിഫിക് മാനേജ്മെന്റിന്റെ 3 പ്രിൻസിപ്പിളും നമുക്ക് വളരെ ഭംഗിയായിട്ട് 4 പ്രിൻസിപ്പിളും വളരെ ഭംഗിയായിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിയാം അല്ലേ അജു? അജു എന്താ പറയുന്നത്? അജുന് അറിയില്ല എന്നുണ്ടോ? രാജ്വേനൊക്കെ ഞാൻ ആദ്യമായിട്ട് കാണുകയാണല്ലോ. കൊച്ചുകുഞ്ഞിനെ ഞാൻ എവിടെയോ ഏതോ ഫിലിമിൽ ഞാൻ കൊച്ചുകുഞ്ഞിനെ കണ്ടിട്ടുണ്ടല്ലോ. കൊച്ചുകുഞ്ഞിന് ആരെയാ? മമ്മൂട്ടിന്റെ ഏതോ ഒരു ഫിലിമിലുള്ള ഡയലോഗ് പേരാണ് കൊച്ചുകുഞ്ഞ് എന്ന് പറയുന്നത്. ഓക്കെ, വാട്ട് എവർ ഇറ്റ് ഈസ്. സയൻസ് നോട്ട് റൂൾ ഓഫ് തംബ്, ഹാർമണി നോട്ട് ഡിസ്കോർഡ്, കോപ്പറേഷൻ നോട്ട് ഇൻഡിവിജ്വലിസം, ഡെവലപ്മെന്റ് ഓഫ് ഇൻഡിവിജ്വൽ ടു ഗ്രേറ്റസ്റ്റ് എഫിഷ്യൻസി ആൻഡ് പ്രോസ്പെരിറ്റി. ഈ പറയുന്ന 4 എണ്ണത്തിൽ ഏത് വേണമെങ്കിലും 2 എണ്ണം നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ അല്ലേ ആദി? അത്രേ ഉള്ളൂ അഞ്ജലി. ബ്രീഫ്ലി എക്സ്പ്ലെയിൻ എനി 8 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് ഗിവൺ ബൈ ഹെൻറി ഫെയോൾ. ഹെൻറി ഫെയോളിന്റെ ഏതെങ്കിലും 8 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യണം. 14 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് ഉണ്ട് അല്ലേ? ഫെയോളിന്റെ 14 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് ഉണ്ട്. അതിൽ വെറും 8 എണ്ണാണ് നിങ്ങളോട് ചോദിക്കുന്നത്. അപ്പൊ നമ്മുടെ അമ്പാടി എഴുതിക്കൂടെ? ഇർഫാൻ, എഴുതുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഡിവിഷൻ ഓഫ് വർക്ക് ആവാം, അതോറിറ്റി ആൻഡ് കമാൻഡ് ആവാം, ഡിസിപ്ലിൻ ആവാം, ഇക്വിറ്റി ആവാം, ഓർഡർ ആവാം. ഇനി അതും അല്ലെങ്കിൽ നിങ്ങൾക്ക് യൂണിറ്റ് ഓഫ് ഡയറക്ഷൻ, യൂണിറ്റ് ഓഫ് കമാൻഡ്, സബോർഡിനേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് ടു ജനറൽ ഇൻട്രസ്റ്റ്, അങ്ങനെ പറയുന്ന ഏത് 8 എണ്ണം വേണമെങ്കിലും നിങ്ങൾക്ക് സുഖമായിട്ട് എഴുതാവുന്നതേ ഉള്ളൂ. ആൻഡ് ഗൈസ്, ഇൻ 5 minutes നമ്മൾ 2ാമത്തെ ചാപ്റ്റർ തീർത്തു. നൗ വി വിൽ മൂവ് ഓൺ ടു ബിസിനസ് എൻവയോൺമെന്റ്. അല്ലെ, ബിസിനസ് എൻവയോൺമെന്റിൽ നിന്ന് വെറും 6 മാർക്കിന്റെ ചോദ്യം മാത്രമേ ഉള്ളൂ. വിച്ച് മീൻസ് അത്രയും കുറച്ച് കണ്ടന്റ്സ് മാത്രമേ നമുക്ക് അതിനകത്ത് പഠിക്കാനുള്ളൂ. ഈ ചാപ്റ്റർ എല്ലാവരും പഠിച്ചതാണോ? ഒന്ന് കമന്റ് ചെയ്തേ. സിരാജ്, ഈ ചാപ്റ്റർ വളരെ അടിപൊളിയായിട്ട് പഠിച്ചതാണോ? ഐ തിങ്ക് എവ്രി വൺ വിൽ സേ യെസ്. അല്ലെ മുഹമ്മദ് ഇർഫാൻ, മുഹമ്മദ് ഫിദാൻ, പറയൂ. സുഭാഷ് പഠിച്ചിട്ടുണ്ടായിരുന്നോ? ഈ ചാപ്റ്റർ വളരെ ഭംഗിയായിട്ട് പഠിച്ചതാണോ? നിങ്ങൾ എന്താടോ ഒരു ഉഷാറില്ലാത്തത്? യെസ് എന്ന് കുറെ ആൾക്കാർ പറയുന്നുണ്ട്. എന്നാലും പോരാട്ടോ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. മോഡൽ എക്സാം തുടങ്ങിയിട്ട് ഇന്ന് 15ാമത്തെ ദിവസമാണ് അല്ലെ? 15ാമത്തെ ദിവസമല്ല, ഇന്നത്തെ 6ാമത്തെ എങ്ങാനും ദിവസമാണ്. 15ന് സ്റ്റാർട്ട് ചെയ്തതാണ്. 2 എക്സാം വീതം നമ്മൾ വളരെ കഷ്ടപ്പെട്ട് മോഡൽ എക്സാം എഴുതി തീർക്കാൻ പോവാണ്. നാളെ നമ്മുടെ ലാസ്റ്റ് ഡേ ആണ്. അത് കഴിഞ്ഞ് നമ്മൾ എഗെയിൻ നമ്മുടെ ഫൈനൽ എക്സാമിന് വേണ്ടിയിട്ട്, നമ്മുടെ ഫൈനൽ മാച്ചിനുള്ള പ്രിപ്പറേഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. സോ ബിഫോർ ദാറ്റ് ജസ്റ്റ് 1 എക്സാം ആണ് പെൻഡിങ് ആയിട്ടുള്ളത്. നമ്മൾ ഉഷാറാക്കി എഴുതൂലേ? നമുക്ക് ഉഷാറ് വേണ്ടേ? നിങ്ങൾക്ക് ഉഷാറില്ലെങ്കിൽ ക്ലാസ് എടുക്കുന്ന എനിക്ക് ഉഷാറുണ്ടാവോ? ഒരിക്കലുമില്ല. മിസ് ചിരിച്ചുകൊണ്ട് ക്ലാസ് എടുക്കാം. ഓക്കെ ഫൈൻ, വി വിൽ. അപ്പൊ നിങ്ങൾക്ക് ഉഷാറില്ലെങ്കിൽ എനിക്ക് ഉഷാറുണ്ടാവില്ല. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. നമ്മൾ ഓൾറെഡി ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ സോൾവ് ചെയ്തതാണ്. നിങ്ങൾ ഒന്ന് കോപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ ഭംഗിയായിട്ട് ഇത് ഫിനിഷ് ചെയ്യാം. ഓക്കെ, അപ്പൊ 6 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് ഈ ചാപ്റ്റർ എന്ന് വരിക. നൗ വി വിൽ മൂവ് ഓൺ ടു ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ലോക സമ്പദ് വ്യവസ്ഥയായുള്ള ആഭ്യന്തര വ്യവസ്ഥയുടെ ഇടപെടൽ ഡാഷ് എന്നാണ് അറിയപ്പെടുന്നത്. അത്രയൊന്നും വേണ്ട. ഇന്ററാക്ഷൻ ഓഫ് ഡൊമസ്റ്റിക് എക്കണോമി വിത്ത് റെസ്റ്റ് ഓഫ് ദ എക്കണോമി. നമ്മൾ ബാക്കിയുള്ള രാജ്യങ്ങളോട് ഇന്ററാക്ട് ചെയ്യാണ്. അതിന് നമ്മൾ എന്താ പറയാ? ലിബറലൈസേഷൻ, ഗ്ലോബലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ ആൻഡ് ഡിമോണിറ്റൈസേഷൻ. ഇതിൽ ഏതാടാ അനന്തു? ഏതാണ് നമ്മുടെ ആൻസർ? അപ്പൊ അനന്തു അടക്കം എല്ലാരും, സുജലക്ഷ്മി, എല്ലാരും നല്ല ഉഷാറായിട്ട് വന്നിട്ടുണ്ട്. അതാണ് പവർ. അപ്പോ ആരാണ് നമ്മുടെ ഫീ ഒക്കെ പറയുന്നത്, അൻസിലൊക്കെ പറയുന്നത്, ഗോപിയൊക്കെ പറയുന്നത് ഇറ്റ് ഈസ് ഗ്ലോബലൈസേഷൻ. അപ്പൊ നിങ്ങൾ എന്തുകൂടി പഠിക്കണം? 2 മാർക്കിന് ഈ പറയുന്ന ലിബറലൈസേഷൻ എന്താണ്, ഗ്ലോബലൈസേഷൻ എന്താണ്, പ്രൈവറ്റൈസേഷൻ എന്താണ്, ഡിമോണിറ്റൈസേഷൻ എന്താണെന്ന് പഠിക്കണം. ആൻഡ് ദ ന്യൂ എക്കണോമിക് പോളിസി ഇൻ 1991 LPG സ്റ്റാൻഡ്സ് ഫോർ എന്താണ്? ഞാൻ നിങ്ങളുടെ ആൻസറിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നില്ല. LPG എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാം നമ്മുടെ ലിബറലൈസേഷൻ. എന്താടാ? ലിബറലൈസേഷൻ. ആൻഡ് P is for privatization and G is for globalization. Yes.
ഇനി എക്സാം കഴിയുമ്പോൾ സ്ഥിരമായിട്ട് കാണുന്ന മറ്റൊരു കാഴ്ച എന്താണെന്നറിയോ? ഈ ഒരു ചോദ്യം ചോദിച്ചു എന്ന് വിചാരിക്കുക. ഈ ചോദ്യം ചോദിച്ചിട്ട് ആൻസർ പേപ്പർ വാല്യൂ ചെയ്യുന്ന സമയത്ത് ഇതിന് സ്പെല്ലിംഗ് തെറ്റിച്ചോനെ വളരെ അറഞ്ചം പുറഞ്ചം മിസ് തല്ലിക്കൊണ്ടും വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരാൾ ഇങ്ങനെ ആലോചിക്കുന്നുണ്ടാവും. LPG എന്നുള്ളതിന് ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ എന്നതിന് പകരം ലിക്വിഡ് പെട്രോളിയം ഗ്യാസ് എന്ന് എഴുതിയല്ലേ ഞാൻ എന്ന് പറഞ്ഞിട്ട് ഇപ്പം ഇൻസ്റ്റാഗ്രാമിലൊക്കെ എന്ത് കണ്ടു കഴിഞ്ഞാലും ട്രെൻഡിങ് ആവുന്ന ഒരു മീമാണ് അത് അല്ലേ? അതുപോലെ എന്ന് ആരുടെ അവസ്ഥ ഉണ്ടാവരുത്, എൻ്റെ മാനം പോവുട്ടോ. ഈ ചോദ്യം മെയിൻ എക്സാമിന് ചോദിക്കും എന്നാണ് അർഷാദ് പറയുന്നത്. മേ ബി. ഇനി 4 ഓപ്ഷൻസ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഇതിന് നിങ്ങൾ പ്രോപ്പർ ആയിട്ടുള്ള ഹെഡ്സിൽ ക്ലാസിഫൈ ചെയ്യണം. ഓക്കെ, അപ്രോപ്രിയേറ്റ് എലമെന്റ്സ് ഓഫ് ബിസിനസ് എൻവയോൺമെന്റ് ആയിട്ട് എന്തൊക്കെ എൻവയോൺമെന്റ് ബിസിനസ്സിനുണ്ട്? ലീഗൽ എൻവയോൺമെന്റ്, സോഷ്യൽ എൻവയോൺമെന്റ്, പൊളിറ്റിക്കൽ എൻവയോൺമെന്റ് അല്ലേ, ടെക്നിക്കൽ എൻവയോൺമെന്റ്, ദെൻ ഒന്നും കൂടി ഉണ്ടല്ലോ, ലീഗൽ, പൊളിറ്റിക്കൽ, സോഷ്യൽ, ടെക്നിക്കൽ. കഴിഞ്ഞിട്ടില്ലല്ലോ, ഒരെണ്ണം കൂടി ഇല്ലേ? ലീഗൽ, പൊളിറ്റിക്കൽ, ടെക്നിക്കൽ, സോഷ്യൽ, പിന്നെ ഒരെണ്ണം കൂടി ഉണ്ട്. പെട്ടെന്ന് പറ, ഞാൻ മറന്നുപോയി. നിങ്ങൾക്ക് ഓർമ്മയില്ല? അപ്പൊ ഇങ്ങനെ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഹെഡ്സിൽ മിസ്സിന്റെ മാനം പോകില്ല എന്ന് പറയുന്നുണ്ട്. ഈ ചാപ്റ്റർ ഇമ്പോർട്ടന്റ് ആണ് ഗോവിന്ദിന് പഠിക്കാൻ താല്പര്യമില്ലെങ്കിൽ ഗോവിന്ദ് ഈ ചാപ്റ്റർ പഠിക്കണ്ട, ബാക്കിയുള്ളവർ പഠിച്ചോട്ടെ. ഓക്കെ, നൗ നമ്മൾ എങ്ങനെ ക്ലാസിഫൈ ചെയ്യും? ലിറ്ററസി റേറ്റ് വരുന്നത് സോഷ്യൽ എൻവയോൺമെന്റിലാണ്, പബ്ലിക് ഡെപ്റ്റ് വരുന്നത് എക്കണോമിക് എൻവയോൺമെന്റിലാണ്, റേറ്റ് ഓഫ് സേവിങ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്നതും എക്കണോമിക് എൻവയോൺമെന്റിലാണ്, ബർത്ത് റേറ്റും ഡെത്ത് റേറ്റും ഒക്കെ വരുന്നത് സോഷ്യൽ എൻവയോൺമെന്റിലാണ്. അപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിന്റെയൊക്കെ, അതായത് നമ്മുടെ 5 എലമെന്റ്സ് ഓഫ് ബിസിനസ് എൻവയോൺമെന്റ് ഉണ്ടല്ലോ, അതിന്റെയൊക്കെ എക്സാമ്പിൾസ് പഠിച്ചിട്ടുണ്ടാവണം. ഇവിടെ വളരെ സിമ്പിൾ ആയിട്ടുള്ള മറ്റൊരു ചോദ്യം, നമ്മുടെ ജീവിതശൈലിയിൽ മാറ്റങ്ങൾ വരുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ സോഷ്യൽ എൻവയോൺമെന്റ് ആയിട്ടാണോ, ടെക്നോളജിക്കൽ എൻവയോൺമെന്റ് ആയിട്ടാണോ, പൊളിറ്റിക്കൽ എൻവയോൺമെന്റ് ആയിട്ടാണോ, എക്കണോമിക് എൻവയോൺമെന്റ് ആയിട്ടാണോ ക്ലാസിഫൈ ചെയ്യുക? ഇതിൽ ഏതായിട്ടാണ് നിങ്ങൾ ചേഞ്ച് ഇൻ ലൈഫ് സ്റ്റൈൽ ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത്? എനിക്കറിയാം നിങ്ങൾ എല്ലാവരും പറയാൻ പോകുന്ന ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? എന്റെ വീരപ്പൻ കുറുപ്പെ പറയട, ആൻസർ ഏതാണ്? എക്സാക്ട്ലി ഇറ്റ് ഈസ് സോഷ്യൽ എൻവയോൺമെന്റ് അല്ലേ പ്ലസ്? ഇനി 3 മാർക്കിന്റെ ഒരു ചോദ്യം, എക്സ്പ്ലെയിൻ 3 ഇമ്പാക്ട് ഓഫ് ഗവൺമെന്റ് പോളിസി ചേഞ്ചസ് ഓൺ ബിസിനസ് ആൻഡ് ഇൻഡസ്ട്രി. അതായത് ഗവൺമെന്റ് പോളിസി ചേഞ്ചസ് എന്ന് പറയുമ്പോൾ എന്ത് ഗവൺമെന്റ് പോളിസി ചേഞ്ചസ് ആണെന്ന് പറയുന്നത്? നമ്മുടെ LPG പ്ലസ് ഡിമോണിറ്റൈസേഷൻ, ഈ പറയുന്ന പോളിസി ചേഞ്ചസ് ഒക്കെ ഗവൺമെന്റ് കൊണ്ടുവന്ന സമയത്ത് അത് എക്കണോമിനെ എന്ത് രീതിയിലാണ് അത് ബാധിച്ചത്, എന്ത് ചേഞ്ചസ് ആണ് നമ്മുടെ ഇന്ത്യൻ എക്കണോമിയിൽ ഉണ്ടായത് എന്നാണ് നമ്മളോടുള്ള ചോദ്യം. നമുക്ക് കോമ്പറ്റീഷൻ വളരെയധികം കൂടി, കാരണം ഗ്ലോബലൈസേഷൻ വന്നു, പ്രൈവറ്റൈസേഷൻ വന്നു, ആൾക്കാർ നമ്മുടെ ലിബറലൈസേഷൻ വന്നു, നമ്മുടെ രാജ്യത്ത് വന്ന് കച്ചവടം ചെയ്യാൻ തുടങ്ങി, കോമ്പറ്റീഷൻ കൂടി, കസ്റ്റമേഴ്സ് കൂടുതൽ ഡിമാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങി, അതുപോലെ ടെക്നോളജിക്കൽ എൻവയോൺമെന്റ് മാറിക്കൊണ്ടേയിരിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. നൗ എല്ലാവരും സ്വയം മാറണം എന്നുള്ളൊരു മീൻസ് ഇന്ത്യൻ മാർക്കറ്റിലുള്ള എല്ലാവരും നമ്മൾ മാറിയാലേ നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള രീതിയിലുള്ള ഒരു സിറ്റുവേഷൻ വന്നു. മാർക്കറ്റ് ഡെവലപ്പ് ചെയ്തു, ഗവൺമെന്റിൽ നിന്നും പ്രൈവറ്റ് ഓർഗനൈസേഷന് കുറച്ച് ബഡ്ജറ്ററി സപ്പോർട്ട് മാത്രം കിട്ടിത്തുടങ്ങി. ഇതിങ്ങനെ മാത്രം എഴുതി കഴിഞ്ഞാൽ വട്ടപൂജ്യം കിട്ടും. എക്സ്പ്ലെയിൻ ചെയ്യണം. 3 മാർക്കിന്റെ ചോദ്യം, യു ഹാവ് 2 ഓപ്ഷൻ, 6 പോയിന്റ്സ് എഴുതുക, ഹാഫ് മാർക്സ് ഈച്ച്, 3 പോയിന്റ്സ് എഴുതുക, എക്സ്പ്ലെയിൻ ചെയ്യുക. ഓക്കെ, നൗ ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അനൗൺസ്ഡ് seizing the legal tender of ₹500 and 1,000 notes on 8 November 2016. എന്ത് ചെയ്തു? 500 രൂപയുടെയും 1000 രൂപയുടെയും ലീഗൽ ടെൻഡർ ക്യാൻസൽ ചെയ്തു, വിച്ച് മീൻസ് അതിന് ഇനി വിലയില്ല എന്നുള്ള ഒരു തീരുമാനം വന്നു. നെയിം ദ പോളിസി ആക്ഷൻ ടേക്കൺ. ഇവിടെ എന്ത് കാര്യമാണ് നടന്നിട്ടുള്ളത്? പറയടാ, ഇവിടെ എന്ത് കാര്യമാണ് നടന്നിട്ടുള്ളത്? പറട്ടെ, ആരാ? കുഞ്ഞുമോൾ ഇല്ലേ? ഇവിടെ കാണാറേ ഇല്ല. അർജുൻ, ഇവിടെ എന്ത് ആൻസർ ആണ്? ഇവിടെ എന്ത് കാര്യമാണ് നടന്നിട്ടുള്ളത്? മിസ്സേ മനസ്സിലായില്ലടാ, ഇവിടെ എന്താ നടന്നിട്ടുള്ളത്? ഇപ്പം ഇവിടെ ഫോഗ് ആണോ നടന്നിട്ടുള്ളത്? യെസ്, എക്സാക്ട്ലി ക്വീൻ, ഇറ്റ് ഈസ് ഡിമോണിറ്റൈസേഷൻ. എന്ത് ചെയ്യണം? അതിന്റെ 2 ഇമ്പാക്ട് കൂടി എഴുതണം. സോ നമുക്ക് എന്ത് എഴുതാം? നമ്മുടെ ഡിമോണിറ്റൈസേഷൻ ആണ് നമ്മുടെ ഈ പറഞ്ഞിട്ടുള്ള ആക്ട് എന്ന് പറയുന്നത്. കറൻസിയുടെ ലീഗൽ ടെൻഡർ അഥവാ കറൻസിയുടെ ലീഗൽ വാല്യൂ ഒഴിവാക്കുന്നതിന് നമ്മൾ ഡിമോണിറ്റൈസേഷൻ എന്ന് പറയും. ഇൻട്രസ്റ്റ് റേറ്റ് കൂടാനും പ്രൈവറ്റ് വെൽത്ത് കുറയാനും ഇത് കാരണമായിട്ടുണ്ട്. അതുപോലെ ടാക്സ് റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റി, ടാക്സ് അഡ്മിനിസ്ട്രേഷൻ ചെയ്യാൻ വേണ്ടി പറ്റി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, എക്സ്പ്ലെയിൻ any 5 impacts of government policy changes in Indian business and industry. Again 5 മാർക്കിന് സെയിം ചോദ്യം ചോദിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. State the importance of business environment. ബിസിനസ് എൻവയോൺമെന്റിന്റെ ഇമ്പോർട്ടൻസ്, എന്തിനാണ് ബിസിനസ് എൻവയോൺമെന്റ് നമ്മൾ വളരെ കീൻ ആയിട്ട് ഒബ്സർവ് ചെയ്യണം, നമ്മൾ അത് പഠിക്കണം, നമ്മൾ അതിന് അപ്ഡേറ്റഡ് ആയിട്ടിരിക്കണം എന്ന് പറയാൻ കാരണം എന്താണെന്നറിയോ? നമുക്ക് എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് അത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനും മറ്റാരെക്കാളും നന്നായിട്ട് നമുക്ക് അത് അവൈൽ ചെയ്യാനും സാധിക്കുന്നു. അതുപോലെ തന്നെ ത്രെഡ്സ് ആൻഡ് വാർണിംഗ് സിഗ്നൽസ് ഐഡന്റിഫൈ ചെയ്യാൻ, അവൈലബിൾ ആയിട്ടുള്ള
റിസോഴ്സസ് മാക്സിമം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മുടെ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാനിങ് ആൻഡ് പോളിസി ഫോർമുലേഷനിൽ വളരെയധികം സഹായകമാവും നമ്മൾ ഈ പറയുന്ന എൻവയോൺമെന്റ് വളരെ നന്നായിട്ട് ഒബ്സർവ് ചെയ്യുന്ന സമയത്ത്. പിന്നെ ചേഞ്ചസ് ഉണ്ടാകുന്ന സമയത്ത് നമുക്കത് പെട്ടെന്ന് ആക്സെപ്റ്റ് ചെയ്യാനും പറ്റും. ഇനിയുള്ളത് ലിബറലൈസേഷന്റെ ഭാഗമായിട്ട് എന്തൊക്കെ മെഷേഴ്സ് ആണ് ഗവൺമെന്റ് എടുത്തിട്ടുള്ളത്? 5 മാർക്കിനുള്ള ചോദ്യമാണ്. പോരാ, എന്താ പറയുന്നത്, ഇപ്പൊ പഠിക്കുന്ന നല്ല പോയടാ, കമന്റ് വായിക്കാൻ പറ്റിയില്ല കേട്ടോ. Okay. Okay. Now the question is, what are the important measures taken as a part of liberalization? എന്തൊക്കെ ചെയ്തിട്ടുണ്ട്? ലൈസൻസിങ് അബോളിഷ് ചെയ്തിട്ടുണ്ട്. സ്വന്തം ബിസിനസ് വലുതാക്കാനും ചെറുതാക്കാനും ഇനി ലൈസൻസിന്റെ ആവശ്യമില്ല. ആ റെസ്ട്രിക്ഷൻസ് ഒഴിവാക്കിയിട്ടുണ്ട്. ആൻഡ് ഗുഡ്സ് ആൻഡ് സർവീസസ് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്നത്, ഡൊമസ്റ്റിക് മൂവ്മെന്റ്സിൽ അതിൽ റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു, അത് ഒഴിവാക്കിയിട്ടുണ്ട്. പ്രൈസ്, നമ്മുടെ പ്രോഡക്റ്റിന്റെ പ്രൈസ് നമുക്ക് ഫിക്സ് ചെയ്യാനുള്ള ഫ്രീഡം തന്നിട്ടുണ്ട്. ടാക്സ് റേറ്റ് കുറച്ചിട്ടുണ്ട്. ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട് പ്രൊസീജിയേഴ്സ് സിംപ്ലിഫൈ ചെയ്തിട്ടുണ്ട്. ഫോറിൻ ക്യാപിറ്റൽ ആൻഡ് ടെക്നോളജി ഇന്ത്യയിലേക്ക് അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. ആൻഡ് നൗ draw a chart depicting the dimensions of business environment, explain them briefly. 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ തന്നെയായിരിക്കും, 4 മാർക്കിനൊന്നും ആയിരിക്കില്ല അത് ചോദിക്കുക. അപ്പൊ എന്തൊക്കെയാണ് നമ്മുടെ ഡയമെൻഷൻസ് ഓഫ് ബിസിനസ് എൻവയോൺമെന്റ്, അഥവാ എലമെന്റ്സ് ഓഫ് ബിസിനസ് എൻവയോൺമെന്റ്, അല്ലെങ്കിൽ വാട്ട് കംപ്രൈസ് ഓഫ് ബിസിനസ് എൻവയോൺമെന്റ് ഫ്രം ദ പെർസ്പെക്റ്റീവ് ഓഫ് ബിസിനസ്? ഇതിന്റെ ആൻസർ നിങ്ങളാണ് പറയേണ്ടത്. അപ്പൊ ആ ഒരു ഗ്യാപ്പിൽ എനിക്ക് ഇച്ചിരി വെള്ളം കുടിക്കണം. ഓക്കെ, പറ, നിങ്ങൾ കമന്റ് ചെയ്യ്, നോക്കട്ടെ ആർക്കൊക്കെ അറിയുന്നത്. ലിബാൻ സാർ എവിടെയും ചോദിക്കുന്നുണ്ടായത്, ഇന്ന് ബിസിനസിന്റെ എക്സാം അല്ലേ, അപ്പൊ ലിബാൻ സാർ വരുമോ? അൽത്താഫെ, വീരപ്പൻ കുറിപ്പൊക്കെ വേഗം കമന്റ് ചെയ്തോ. എന്തൊക്കെയാണ് ഡയമെൻഷൻസ് ഓഫ് ബിസിനസ് എൻവയോൺമെന്റ് എന്ന് പറയുന്നത്? അപ്പോൾ നിങ്ങളെ പ്രിപ്പറേഷൻ എത്രത്തോളം കഴിഞ്ഞു എന്നുള്ളൊരു പോൾ അവിടെ കിടന്ന് കറങ്ങുന്നുണ്ട്. വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ അത് ഇതുവരെ വോട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പൊ എല്ലാവരും അതൊന്ന്, കുഴപ്പമില്ല, എല്ലാവരും അതൊന്ന് നോക്കട്ടെ. ഞാൻ നോക്കട്ടെ നിങ്ങളുടെ പ്രിപ്പറേഷൻ എത്രത്തോളം കഴിഞ്ഞു എന്നുള്ളത്. ആരും ആൻസർ ചെയ്തിട്ടില്ല കേട്ടോ. ഡയമെൻഷൻസ് ഓഫ് ബിസിനസ് എൻവയോൺമെന്റ് ആരും. ശ്രീ എവിടെ? ആൻസർ എവിടെ? ശ്രീ, അലിയ, സിനാൻ, അജാസ് എവിടെ? ആൻസർ എവിടെ? സജന, പൊന്നു, തീർച്ചയായിട്ടും ആൻസർ ഇവിടെ ഇല്ല, ആൻസർ വരുന്നില്ല. യെസ്, എക്സാക്ട്ലി. ശത, നിയ, ശത. ഓക്കെ, ഈ പറയുന്ന എക്സാം ചോദിക്കുന്നുണ്ടായിരിക്കുമല്ലോ ഞാനിവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവുക. എക്കണോമിക് എൻവയോൺമെന്റ്, ടെക്നോളജിക്കൽ എൻവയോൺമെന്റ്, സോഷ്യൽ എൻവയോൺമെന്റ്, പൊളിറ്റിക്കൽ എൻവയോൺമെന്റ് ആൻഡ് ലീഗൽ എൻവയോൺമെന്റ്. ഇതിങ്ങനെ തന്നെ വരക്കണം എന്നൊന്നുമില്ല, നിങ്ങളിതാ ഇങ്ങനെ വരച്ചാലും മതി. എങ്ങനെ? ഇതിലിങ്ങനെയും വരക്കാം. എക്കണോമിക് എൻവയോൺമെന്റ്, ലീഗൽ എൻവയോൺമെന്റ്, പൊളിറ്റിക്കൽ എൻവയോൺമെന്റ്, സോഷ്യൽ എൻവയോൺമെന്റ് ആൻഡ് ടെക്നോളജിക്കൽ എൻവയോൺമെന്റ്. ഏത് ഓർഡറിൽ എഴുതാം, ഇതിങ്ങനെ വരക്കുക, വരച്ചിട്ട് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുക. ഈഫ് പോസിബിൾ അതിനകത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, എക്സാമ്പിൾസ് കൂടെ ആഡ് ചെയ്യുക. എക്സാമ്പിൾസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എല്ലാ എക്സാമിനും 1 മാർക്കിന് ചോദ്യം ഉണ്ടാവുക ഈ എക്സാമ്പിൾസ് റിലേറ്റഡ് ചെയ്തിട്ടായിരിക്കും. ഇനിയുള്ളത് പ്ലാനിങ് എന്താണ് എന്നുള്ളതാണ്. 8 മാർക്കിന് ചോദ്യമാണ് ചോദിക്കുക. ഇൻക്ലൂഡിങ് എസ്സേ ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുള്ളത് പ്ലാനിങ്ങിൽ നിന്നാണ്. സോ സമയം എത്രയായിട്ടുണ്ട്? നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം 38 മിനിറ്റ് ആയിട്ടുണ്ട്. ഈ 38ാമത്തെ മിനിറ്റിൽ നമ്മൾ 3 ചാപ്റ്ററെ ഫിനിഷ് ചെയ്തിട്ടുള്ളൂ. സോ വി ഹാവ് ടു ബി സം മോർ ഫാസ്റ്റ് അല്ലേ? മാനേജേഴ്സ് പ്ലാൻസ് ആർ ബേസ്ഡ് ഓൺ സർട്ടൻ അസംഷൻസ്, ദേ ആർ ഡിനോട്ടഡ് ബൈ ഡാഷ്. മാനേജേഴ്സിന്റെ പ്ലാൻസ് എന്ന് പറയുന്നത് ചില അനുമാനങ്ങളെ ബേസ് ചെയ്തിട്ടായിരിക്കും. ഈ അനുമാനങ്ങളെ നമ്മൾ പറയുന്ന പേര് എന്താണ്? ഈ അനുമാനങ്ങളെ നമ്മൾ പറയുന്ന പേരെന്താണ്? അപ്പൊ കഴിഞ്ഞ ക്വസ്റ്റ്യൻ ആൻസർ ഒരുപാട് ആൾക്കാർ കമന്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങളല്ലേലും മുത്തല്ലടാ, പറയൂ എന്താണ്? അങ്ങനെയുള്ള അസംഷൻസിന് നമ്മൾ പറയുന്ന ഒരു പേരുണ്ട്. എന്താണ് ആ പേര്? പോരാട്ടോ, പോരാ പറഞ്ഞിട്ട് കാര്യമില്ല. ഒരുപാട് കമന്റ്സ് കഴിഞ്ഞ ക്വസ്റ്റ്യൻസിൽ നിന്ന് വരുന്നുണ്ട്. അപ്പോ നമ്മുടെ അജാസ് ഒക്കെ പറഞ്ഞതുപോലെ ഇറ്റ് ഈസ് പ്ലാനിങ് പ്രിമൈസസ്. രണ്ടാമത്തെ ചോദ്യം, പ്രൈമറി ഫംഗ്ഷൻ ഓഫ് മാനേജ്മെന്റ് എന്താണ്? ഇത് നിങ്ങൾ പറയേണ്ട, ഞാൻ തന്നെ പറഞ്ഞോളാം. പ്ലാനിങ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഒരു ക്വസ്റ്റ്യൻ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് അതിന്റെ ആൻസർ എന്തായിരിക്കും? പ്രൈമറി ഫംഗ്ഷൻ ഓഫ് മാനേജ്മെന്റ്, അല്ലെങ്കിൽ മാനേജ്മെന്റിന്റെ പ്രാഥമിക ധർമ്മം എന്ന് പറയുന്നത്, ധർമ്മമല്ല ധർമ്മം എന്ന് പറയുന്നത് എന്താണ്? ഒന്ന് റിപ്പീറ്റ് ചെയ്തേ, ഒന്ന് ധർമ്മം എന്ന് റിപ്പീറ്റ് ചെയ്തേ, നോക്കട്ടെ എത്ര ആൾക്കാർക്ക് അക്ഷരസ്ഫുടതയുണ്ട് എന്നുള്ളത്. എല്ലാവരും ഒന്ന് ധർമ്മം എന്ന് റിപ്പീറ്റ് ചെയ്ത് നോക്കി. പറ്റുന്നുണ്ടോ? പറ്റാത്ത ആൾക്കാർ ദിവസം നാക്ക് പഠിക്കണം, അത്രേ ഉള്ളൂ, വേറൊന്നും പറയാനില്ല ഇതിനകത്ത്. ഇനി നിങ്ങളോടുള്ള ചോദ്യം, പ്ലാനിങ് എന്താണ്? അതിന്റെ 3 ഫീച്ചേഴ്സ് പറയാൻ വേണ്ടിയിട്ടാണ്. പറ്റുന്നുണ്ടോ? എത്ര ആൾക്കാർക്ക് ധർമ്മം എന്ന് റിപ്പീറ്റ് ചെയ്യാൻ പറ്റി? നോക്കട്ടെ, എത്ര ആൾക്കാർ ധർമ്മം എന്ന് റിപ്പീറ്റ് ചെയ്തു? പക്ക ഒന്ന് കമന്റ് ചെയ്തേ, എസ് എന്ന് കമന്റ് ചെയ്തേ, നോക്കട്ടെ. പ്ലാനിങ് എന്താന്ന് ചോദിച്ചിട്ടുണ്ട്. ഞാൻ തന്നെ അതിന്റെ ആൻസർ നിങ്ങൾക്ക് തൽക്കാലം പറഞ്ഞുതരാം, കാരണം നിങ്ങൾ എസ് ഓർ നോ കമന്റ് ചെയ്യണമല്ലോ. ഓക്കെ, സോ പ്ലാനിങ് ഈസ് ഡിസൈഡിങ് ഇൻ അഡ്വാൻസ് വാട്ട് ടു ഡു, ഹൗ ടു ഡു ആൻഡ് വെൻ ടു ഡു. നമ്മൾ അഡ്വാൻസ് ആയിട്ട് ഡിസൈഡ് ചെയ്യുന്നതാണ് എന്ത്?
നാളെ എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, ആരൊക്കെ ചെയ്യണം എന്നുള്ളത് ഫ്യൂച്ചർ ഡിസൈഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ പ്ലാനിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരുപാട് ആൾക്കാർ ധർമ്മം ധർമ്മം എന്ന് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. പോരാ മക്കളെ, നിങ്ങൾ ചുമ്മാ ടൈപ്പ് ചെയ്യുന്നതേ ഉള്ളൂ, നിങ്ങൾക്കത് പ്രൊനൗൺസ് ചെയ്യാനൊന്നും പറ്റുന്നില്ല. ഒന്ന് ഓടിപ്പോയിട്ട് അമ്മേനോട് ധർമ്മം എന്ന് പറയാൻ പറഞ്ഞ്, അല്ലെങ്കിൽ അച്ഛനോട്, അല്ലെങ്കിൽ വീട്ടിൽ ആരാണോ നിങ്ങളുടെ തൊട്ടടുത്തുള്ളത് ഒന്ന് ഓടിപ്പോയിട്ട് ധർമ്മം എന്നൊന്ന് പറഞ്ഞെന്ന് പോയി ചോദിച്ചിട്ട് വാ. അല്ലേ, വേഗം ചോദിച്ചിട്ട് എഴുന്നേറ്റ് പോയിട്ട് ചോദിച്ചിട്ട് വരണം. അവിടെ ഇരുന്നിടന്ന് വിളിച്ചു ചോദിച്ചാൽ പോരാ. നൗ പ്ലാനിങ്ങിന്റെ ഫീച്ചേഴ്സ് എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്തൊക്കെ എഴുതും? നിങ്ങൾക്ക് ഇഷ്ടമുള്ള 3 എഴുതുക. എനിക്ക് ഇഷ്ടമുള്ള 3 ഏതൊക്കെയാണെന്ന് അറിയോ? പ്ലാനിങ് ഫോക്കസസ് ഓൺ അച്ചീവിംഗ് ഒബ്ജക്റ്റീവ്സ്, പ്ലാനിങ് ഇസ് ദ പ്രൈമറി ഫംഗ്ഷൻ ഓഫ് മാനേജ്മെന്റ്, പ്ലാനിങ് ഒരു കണ്ടിന്യൂസ് പ്രോസസ് ആണ്. എനിക്ക് ഇഷ്ടമുള്ള 3 പോയിന്റ്സ് ഞാൻ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അടുത്തത് മാച്ച് ദ ഫോളോയിങ് ആണ്. റെഡിയാണല്ലോ മാച്ച് ദ ഫോളോയിങ്ങിന്? റെഡിയാണോ? റെഡിയാണോ അബ്ബാസേ, സുജാത, ഉണ്ണി റെഡിയല്ലേ? ഇതിപ്പോ ആൻസർ നിങ്ങൾ പറയണം. എന്താണെന്നറിയോ? സെലക്ഷൻ പ്രോസസ് ഓഫ് എംപ്ലോയീസ്. ടൈപ്സ് ഓഫ് പ്ലാനിങ് ആണ് ഇവിടെ ഉള്ളത്. വളരെ ഭംഗിയായിട്ട് ഓരോ ടൈപ്സ് ഓഫ് പ്ലാനും എക്സ്പ്ലെയിൻ ചെയ്യാൻ, 2 മാർക്കിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പഠിക്കണം. അതിൽ കൂടുതലൊന്നും ചോദിക്കൂല. 2 മാർക്കിന് എന്ത് ചെയ്യാൻ പഠിക്കണം? എക്സ്പ്ലെയിൻ ചെയ്യാൻ പഠിക്കണം. തൽക്കാലം നമുക്കൊരു മാച്ച് ദ ഫോളോയിങ് ചെയ്യാം. എന്താണ് സെലക്ഷൻ പ്രോസസ് ഓഫ് എംപ്ലോയീസ്? എംപ്ലോയീസിനെ സെലക്ട് ചെയ്യുന്നതിന് ഓർഗനൈസേഷൻ ഒരു പ്രോസസ് ഉണ്ട്. അത് പോളിസി ആണോ, പ്രോഗ്രാം ആണോ, മെത്തേഡ് ആണോ, റൂൾ ആണോ, പ്രൊസീജിയർ ആണോ? അതുപോലെ പ്രൊമോഷൻ ബേസ്ഡ് ഓൺ സീനിയോറിറ്റി ഓൺലി. സീനിയോറിറ്റിയുടെ ബേസിൽ മാത്രമേ പ്രൊമോഷൻസ് കൊടുക്കുള്ളൂ. അപ്പൊ ഞാനിവിടെ 1, 2, 3 ഇടാം. ദാറ്റ് വിൽ ബി ഈസി ഫോർ യു ഗൈസ്. ഓക്കെ, 1, 2, 3, 4 then 5. ഓക്കെ, മാച്ച് ചെയ്തോ? പെട്ടെന്ന് മാച്ച് ചെയ്തോ? നമുക്ക് തൽക്കാലം റെഡ് തന്നെ മതി അല്ലേ? എ പ്രൊസീജിയർ ആണോ എന്ന് പറയുന്നുണ്ട്. സെലക്ഷൻ പ്രോസസ് ഓഫ് എംപ്ലോയീസ്. സെലക്ഷൻ പ്രോസസ് ഓഫ് എംപ്ലോയീസ് പ്രൊസീജിയർ ആണോ എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അതിനൊരു പ്രൊസീജിയർ ഉണ്ട്. പ്രൊമോഷൻ ബേസ്ഡ് ഓൺ സീനിയോറിറ്റി. പ്രൊമോഷൻ ബേസ്ഡ് ഓൺ സീനിയോറിറ്റി ഓൺലി. സീനിയോറിറ്റിനെ ബേസ് ചെയ്തിട്ട് മാത്രമേ പ്രൊമോഷൻ കൊടുക്കുള്ളൂ. അത് കമ്പനിയുടെ എന്താണ്? ഇത് കമ്പനിയുടെ ഒരു എന്താ? കമ്പനിയുടെ ഒരു റൂൾ ആണോ? കമ്പനിയുടെ റൂൾ ആണോ? കമ്പനിയുടെ ഒരു പോളിസിയാണ് അല്ലേ? കാഷ്വൽ ലീവ് ഫോർ 2 months, കാഷ്വൽ ലീവ് ഓഫ് 2 per month ഫോർ എംപ്ലോയീസ്. എംപ്ലോയീസിന് 2 ലീവ് മാത്രമേ ഒരു മാസം കാഷ്വൽ ലീവ് ആയിട്ട് കൊടുക്കുന്നുള്ളൂ. അത് കമ്പനിയുടെ എന്താ? അത് കമ്പനിയുടെ ഒരു റൂളാണ് അല്ലേ? ഇനി കോൺഫറൻസ് ഫോർ മാനേജേഴ്സ് കമ്പനിയുടെ ഒരു പ്രോഗ്രാം ആണ്. ടൈം വേജ് സിസ്റ്റത്തിലാണ് പേയ്മെന്റ് കൊടുക്കുക. അത് കമ്പനിയുടെ ഒരു മെത്തേഡ് ആണ്. ഓക്കെ, സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? ആർക്കെങ്കിലും എന്തെങ്കിലും ഒബ്ജക്ഷൻ ഉണ്ടെങ്കിൽ വേഗം പറഞ്ഞോണം, പിന്നെ ഞാൻ നോക്കൂല. ചേരുംപടി ചേർത്തിട്ടുണ്ട്. ഇതിലേക്കാൾ നന്നായിട്ട് ചേർക്കാൻ പറ്റുമോ നിങ്ങളൊന്ന് നോക്കിക്കോ കേട്ടോ. ഓക്കെ, now what do you mean by planning premises? എന്താണ് പ്ലാനിംഗ് പ്രിമൈസസ്? നമ്മൾ ഒന്നാമത്തെ ചോദ്യത്തിൽ കണ്ടതാണ്. ഞാൻ അഗൈൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. അത് 3 മാർക്കിന് എഴുതാൻ വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തേക്കുക. കാരണം കഴിഞ്ഞ വർഷത്തില അതിന് മുന്നത്തെ വർഷം മോഡൽ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ഫ്യൂച്ചറിനെ റിലേറ്റ് ചെയ്തിട്ടാണല്ലോ പ്ലാനിങ് നമ്മൾ ചെയ്യുക. അപ്പോൾ ഈ പറയുന്ന ഫ്യൂച്ചർ എപ്പോഴും അൺസർട്ടൈൻ ആണ്. അവിടെ എന്താണ് സംഭവിക്കുക നമുക്കറിയില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ചില അസംഷൻസ്, ചില അനുമാനങ്ങൾ നമ്മൾ എടുക്കും ഫ്യൂച്ചറിനെ കുറിച്ചിട്ട്. ഈ അനുമാനങ്ങളെയാണ് നമ്മൾ പ്ലാനിംഗ് പ്രിമൈസസ് എന്ന് പറയാം. ഇനി പ്ലാനിങ്ങിന്റെ 3 അഡ്വാൻറ്റേജും 3 ഡിസഡ്വാൻറ്റേജും നിങ്ങൾ എഴുതണം. അഡ്വാൻറ്റേജ് എന്തൊക്കെ എഴുതാം? പ്ലാനിംഗ് പ്രൊവൈഡ്സ് ഡയറക്ഷൻ, പ്ലാനിംഗ് റെഡ്യൂസസ് ദ റിസ്ക് ഓഫ് അൺസർട്ടനിറ്റി, പ്ലാനിംഗ് റെഡ്യൂസസ് വേസ്റ്റ്ഫുൾ ആക്ടിവിറ്റീസ്. ഡിസഡ്വാൻറ്റേജിന്റെ കേസ് നമ്മൾ നോക്കുകയാണെങ്കിലോ, പ്ലാനിംഗ് മേക്സ് ദ ആക്ടിവിറ്റീസ് റിജിഡ്, പ്ലാനിംഗ് ഇൻവോൾവ്സ് കോസ്റ്റ്, ഇറ്റ് ഡസ് നോട്ട് ഗ്യാരണ്ടി സക്സസ്. ഇങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും 3 or 3 എഴുതിയാൽ മാത്രം മതി. നൗ അതേപോലെ ഒരു മാച്ച് ദ ഫോളോയിങ് ആണ്. ഇത് നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്യുക കേട്ടോ. നമ്മൾ ഹോംവർക്ക് ആയിട്ട് ചെയ്യുക, സോൾവ് ചെയ്തിട്ട് വരാം. നാളെ രാവിലെ നമ്മൾ ഇത് ഡിസ്കസ് ചെയ്യും. നാളെ രാവിലെ നമ്മൾ തൊട്ട് മുന്നേ കണ്ടത് ഡിസ്കസ് ചെയ്യില്ല, പകരം നമ്മൾ ഇതായിരിക്കും ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. വാട്ട് ഈസ് സ്റ്റാൻഡിംഗ് പ്ലാൻ? എക്സ്പ്ലെയിൻ ബ്രീഫ്ലി അബൌട്ട് ഇറ്റ്. എന്താണ് സ്റ്റാൻഡിംഗ് പ്ലാൻ? അത് നിങ്ങൾ വളരെ ബ്രീഫായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യണം. റെഡിയാണോ? റെഡിയാണോ? ഓക്കെ, ഐ തിങ്ക് യു ഗൈസ് ആർ റെഡി. സ്റ്റാൻഡിംഗ് പ്ലാൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു തവണത്തേക്ക് മാത്രമല്ല പെർഫോം ചെയ്യാം, നമ്മൾ ഒരുപാട് തവണത്തേക്ക് അത് പെർഫോം ചെയ്യും. ഓക്കെ, അതായത് ലൈക്ക് ഒരു ത്രൂ ഔട്ട് പ്ലാൻ ആയിരിക്കും നമുക്ക് അതിനകത്ത് ഉണ്ടാവുക. സിംഗിൾ യൂസ് പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ തവണത്തേക്ക് വേണ്ടി മാത്രം നമ്മൾ ഉണ്ടാക്കുന്നത്. സ്റ്റാൻഡിംഗ് പ്ലാൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിങ്ങനെ ഓരോ പീരീഡ് കഴിയുമ്പോഴും യൂസ് ചെയ്തുകൊണ്ടിരിക്കും. ഫോർ എക്സാമ്പിൾ നമ്മുടെ കമ്പനിയുടെ പോളിസി, ഇതൊക്കെ നമ്മുടെ സ്റ്റാൻഡിംഗ് പ്ലാൻസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. ഇനി നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത് എന്താണ് ഒബ്ജക്റ്റീവ്സ്, എന്താണ് സ്ട്രാറ്റജി, എന്താണ് മെത്തേഡ് എന്നുള്ളതാണ്. 5 മാർക്കിന്റെ ചോദ്യമാണ്.
അപ്പോൾ ഒബ്ജക്റ്റീവ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മാനേജ്മെന്റ് അവരുടെ ഓപ്പറേഷൻസ് കൊണ്ട് എന്താണോ അച്ചീവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിന് നമ്മൾ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയും. സ്ട്രാറ്റജി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു കോംപ്രഹെൻസീവ് പ്ലാൻ ഉണ്ടാവും, ഒരു 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 റൂട്ട് ഉണ്ടാവും. അതിനെയാണ് നമ്മൾ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. മെത്തേഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓരോ കാര്യവും ചെയ്യുന്ന രീതിയാണ്. പല രീതികൾ ഉണ്ടാവും, അതിൽ ഏറ്റവും നല്ല മെത്തേഡാണ് നമ്മൾ ചൂസ് ചെയ്യുക. ഇനി പ്ലാനിങ് പ്രോസസ്സ് നിങ്ങൾ വളരെ ബ്രീഫായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യണം. 8 മാർക്കിനുള്ളതാണ്. സമയം ഉണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് നിങ്ങൾ ഈ ഒരു സ്ട്രക്ചർ വരച്ച് വെക്കുക. എന്ത് ചെയ്യണം? സമയം ഉണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് നിങ്ങൾ ഈ ഒരു സ്ട്രക്ചർ വരച്ച് വെച്ചിട്ടുണ്ടാവണം. അല്ലേ ഇവിടെ എന്തൊരു ചൂടാന്നറിയോ, AC വർക്ക് ചെയ്യുന്നില്ലടാ, ഇങ്ങനെ വെള്ളം ഒലിക്കുകയാണ്. നിങ്ങൾക്ക് ചൂടെടുക്കുന്നുണ്ടോ? പൊതുവെ ടെമ്പറേച്ചർ കൂടുതലാണ് അല്ലേ? ഓക്കെ, പ്ലാനിങ് പ്രോസസ്സ് എന്തൊക്കെയാണ്? ആദ്യം നമ്മൾ ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്യും. അപ്പം നിങ്ങളോട് എക്സാമ്പിൾ വെച്ചിട്ട് എഴുതാൻ പറയുകയാണ് പ്ലാനിങ് പ്രോസസ്സ്. നിങ്ങൾ എന്താ എഴുതുക? നമ്മുടെ ഒബ്ജക്റ്റീവ്സ് നമ്മൾ സെറ്റ് ചെയ്തു. നമുക്ക് ഈ വർഷം വേണ്ടത് ഒരു 1000 യൂണിറ്റ് സെയിലാണ് ബൈ ഡിസംബർ. അപ്പോൾ ഒബ്ജക്റ്റീവ്സ് എങ്ങനെയായിരിക്കണം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. വളരെ ഇൻ നമ്പേഴ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടാവണം, അതായത് ക്വാണ്ടിറ്റിയിൽ നമ്മൾ എക്സ്പ്രസ് ചെയ്തിട്ടുണ്ടാവണം എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഒബ്ജക്റ്റീവ്സ് എങ്ങനെയായിരിക്കണം എന്നൊക്കെ നമുക്കറിയാം. അതുകൂടി ഇൻക്ലൂഡ് ചെയ്ത് എഴുതുക. ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്യുക. അത് കഴിഞ്ഞ് നമ്മൾ അസംഷൻസ് ഉണ്ടാക്കുക. നമ്മൾ എന്ത് അസംഷൻസ് ഉണ്ടാക്കും? നോ ചേഞ്ച് ഇൻ ടാക്സ്. നോ ചേഞ്ച് ഇൻ ടാക്സ് എന്നുള്ളതാണ് ആസ് ഓഫ് നൗ നമ്മുടെ അസംഷൻ. അത് കഴിഞ്ഞ് ഓൾട്ടർനേറ്റീവ് കോഴ്സ് ഓഫ് ആക്ഷൻസ് നമ്മൾ ഡിസൈഡ് ചെയ്യണം. എന്തൊക്കെ ഓൾട്ടർനേറ്റീവ് കോഴ്സ് ഓഫ് ആക്ഷൻ നമുക്ക് സെയിൽസ് കൂട്ടാൻ വേണ്ടിയിട്ട് ചെയ്യാം? ഓക്കെ, 1000 യൂണിറ്റ് സെയിൽ കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഡിസ്കൗണ്ട് കൊടുക്കാം, നമുക്ക് വേണമെങ്കിൽ കോംബോ ഓഫർ കൊടുക്കാം, നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? പ്രൈസ് കുറക്കാം. അപ്പോൾ ഇതൊക്കെ നമ്മൾ കണ്ടുപിടിച്ചു. ഇത്രയും കാര്യങ്ങളിലൂടെ നമുക്ക് സെയിൽസ് കൂട്ടാൻ നമ്മൾ കണ്ടുപിടിച്ചു. പക്ഷേ ഇത് ഓരോന്നും നമ്മൾ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് ഇവാലുവേറ്റ് ചെയ്യണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പോസിറ്റീവ്സ് ആൻഡ് നെഗറ്റീവ്സ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യണം. അത് കഴിഞ്ഞ് ഏറ്റവും ബെസ്റ്റ് പ്ലാൻ നമ്മൾ ചൂസ് ചെയ്യുന്നു, അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നു, അത് പ്രോപ്പറായിട്ട് നടക്കുന്നുണ്ടോ നോക്കുന്നു. ഇത്രയും കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ പ്ലാനിങ് തീർന്നു. ഇനി നമുക്ക് 7ാമത്തെ ചാപ്റ്ററിലോട്ട് പോവാം. ആൻഡ് ദാറ്റ് ഈസ് ഓർഗനൈസിങ്. എടാ ഉഷാറല്ലേ? നമ്മൾ ഓർഗനൈസിങ്ങിലേക്ക് പോവാണ്. നിങ്ങൾ സെറ്റ് അല്ലേ? ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മുടെ ഏകദേശം ഹാഫ് പോർഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഈ ഒരു 6ാമത്തെ ചാപ്റ്ററും കൂടി 5ാമത്തെ ചാപ്റ്റർ കൂടി പഠിച്ചു കഴിഞ്ഞാൽ പകുതിയോളം തീർന്നു എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഇതിലും എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കാനുണ്ട് എന്നുള്ളത് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചോദിക്കണം. ഓക്കെ, the technical term which denotes the number of subordinates that a superior can effectively supervise. ഒരു superiorന് വളരെ ഭംഗിയായിട്ട് സൂപ്പർവൈസ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരുടെ എണ്ണത്തെ നമ്മൾ പറയുന്നത് സ്പാൻ ഓഫ് കൺട്രോൾ അഥവാ നിയന്ത്രണ വ്യാപ്തി എന്നാണ്. അല്ലേ ഹന്ന? അങ്ങനെ തന്നെയല്ലേ നമ്മൾ പറയാ? അല്ലെങ്കിൽ ഇപ്പൊ അനന്തു പറയട്ടെ അങ്ങനെയാണോ അല്ലയോ എന്നുള്ളത്. പറയില്ലേ അനന്തു? ഇല്ലെങ്കിൽ അച്ചു പറയും. ഓക്കെ ഷമ, ഇവിടെ ശ്രദ്ധിക്കുക. നെയിം ദ ഓർഗനൈസേഷണൽ സ്ട്രക്ചർ വിച്ച് ഇൻക്രീസസ് മാനേജീരിയൽ ആൻഡ് ഓപ്പറേഷണൽ എഫിഷ്യൻസി. ഓപ്പറേഷണൽ എഫിഷ്യൻസി കൂട്ടുകയും മാനേജ്മെന്റ് എഫിഷ്യൻസിയും കൂട്ടുകയും ചെയ്യുന്ന ഓർഗനൈസേഷണൽ സ്ട്രക്ചർ നമ്മുടെ ഫങ്ഷണൽ സ്ട്രക്ചർ ആണ്. ഫങ്ഷണൽ സ്ട്രക്ചർ എന്താണെന്ന് പഠിക്കണം, ഡിവിഷണൽ സ്ട്രക്ചർ എന്താണെന്ന് പഠിക്കണം. അപ്പൊ ഇവിടെ നിങ്ങളോട് നോക്ക്, ഫങ്ഷണൽ സ്ട്രക്ചർ ഇങ്ങനെയാണ് ഉണ്ടാവുക. ഒരു ഡിപ്പാർട്ട്മെന്റിൽ ഫങ്ഷൻസിന്റെ ബേസിൽ നമ്മൾ ഡിപ്പാർട്ട്മെന്റ്സിന് ഓരോരോ ഗ്രൂപ്പുകൾ ആക്കുന്നുണ്ടെങ്കിൽ ആ ഓർഗനൈസേഷൻ ഫങ്ഷണൽ സ്ട്രക്ചറിലുള്ളതാണ് നമുക്ക് പറയാം. അതായത് ഒരു MDയുടെ അണ്ടറിൽ ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ്, റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റ്, പർച്ചേസിംഗ്, മാർക്കറ്റിംഗ്, ഇങ്ങനെ ഓരോ ഫംഗ്ഷൻ അനുസരിച്ച് ഡിപ്പാർട്ട്മെന്റ്സ് ആക്കി കഴിഞ്ഞാൽ അത് ഫങ്ഷണൽ ഡിപ്പാർട്ട്മെന്റ്. ഇനി പ്രൊഡക്റ്റിനനുസരിച്ചാണ് ഡിവൈഡ് ചെയ്യുന്നതെങ്കിലോ അത് ഡിവിഷണൽ ഡിപ്പാർട്ട്മെന്റ് നമ്മൾ ഡിസ്കസ് ചെയ്യും കേട്ടോ. എഗെയിൻ 1 മാർക്കിന്റെ മറ്റൊരു ചോദ്യം. ABC ലിമിറ്റഡിൽ എല്ലാ ഡിസിഷൻസും എടുക്കുന്നത് ടോപ്പ് ലെവൽ മാനേജ്മെന്റ് ആണ്. ഇവിടെ ഓർഗനൈസേഷൻ ഫോളോ ചെയ്യുന്ന പോളിസി എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ എന്താ പറഞ്ഞത്? എല്ലാ ഡിസിഷൻസും എടുക്കുന്നത് ടോപ്പ് ലെവൽ മാനേജ്മെന്റ് മാത്രമാണ്. വിച്ച് മീൻസ് സെൻട്രലൈസേഷൻ അഥവാ കേന്ദ്രീകരണമാണ് നമുക്കിവിടെ കാണാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുള്ളത്. അടുത്ത ചോദ്യം, ഒരു ഓർഗനൈസേഷൻസിൽ in an organization which is consciously coordinated towards a common objective. ഒരു കോമൺ ഒബ്ജക്റ്റീവിലേക്ക് വളരെ കോൺഷ്യസ് ആയിട്ട് നമ്മളെ കോർഡിനേറ്റ് ചെയ്തിട്ടുണ്ട്. ഓർഗനൈസേഷൻ അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മുടെ എല്ലാവരെയും മൂവ് ചെയ്യുന്നത് നമ്മൾ എങ്ങോട്ടാണ്? നമ്മളെ മൂവ് ചെയ്യിപ്പിക്കുന്നത് ഒരു ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സിലേക്കാണ്. ഈ ഒരു ടൈപ്പ് ഓഫ് സ്ട്രക്ചറിന് നമ്മൾ എന്താണ് പറയുക? നമ്മൾ വളരെ സുഖമായിട്ട് എന്ത് പറയും? സുഖസുന്ദരമായിട്ട് അത് ഫോർമൽ ഓർഗനൈസേഷൻ ആണെന്ന് പറയും. അല്ലേ അലീന മോൾ അങ്ങനെ തന്നെയല്ലേ പറയാ? ഇനി അഥവാ അടുത്ത വിധത്തിലേക്ക് നമുക്ക് പോട്ടെ. സ്റ്റേറ്റ് ദ സർക്കംസ്റ്റൻസസ് ഇൻ വിച്ച് ഫങ്ഷണൽ ഓർഗനൈസേഷൻ ഈസ് മോർ സ്യൂട്ടബിൾ. ഏത് ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ ആണ്, അല്ലെങ്കിൽ ഓർഗനൈസേഷന്റെ ഏത് സിറ്റുവേഷനിലാണ് നിങ്ങൾക്ക് ഏറ്റവും സ്യൂട്ട് ആയിട്ടുള്ളത് ഫങ്ഷണൽ സ്ട്രക്ചർ ആണ് എന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് തോന്നുക? ഏത് സിറ്റുവേഷനിലാണ്? ഓർഗനൈസേഷൻ വളരെ വലുതാണ്, ഒരുപാട് ആക്ടിവിറ്റീസും ഓപ്പറേഷൻസും
വളരെ സ്പെഷ്യലൈസേഷൻ വേണ്ടുന്നതുണ്ടെങ്കിൽ നമ്മൾ അതിന് ഫങ്ഷണൽ സ്ട്രക്ചർ സെലക്ട് ചെയ്യും. ഇനി അഥവാ ഡിവിഷണൽ സ്ട്രക്ചർ ആണ് ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾ എന്താ എഴുതുക? ഡിവിഷണൽ സ്ട്രക്ചർ ഏത് ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ ആണ് സൂട്ടബിൾ ആയിട്ടുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ എഴുതുക? എന്താ സാഹിർ എഴുതുക? അല്ലെങ്കിൽ ഇപ്പൊ ജബ്ബ് പറയും അതിൽ എവിടെ എന്താണ് ആൻസർ? പ്രണവ് എന്ത് ആൻസർ ആണ് എഴുതുക? ഡിവിഷണൽ സ്ട്രക്ചർ ആണോ ഏറ്റവും അടിപൊളി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്താണ് എഴുതുക? ഡിവിഷണൽ സ്ട്രക്ചർ ഏത് ഓർഗനൈസേഷൻ ആണ് അടിപൊളി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് എഴുതുക? പറയടാ ഹമീദേ. ഇല്ലെങ്കിൽ ഇപ്പൊ ആര് പറയും? ഷാനു പറയും. ഷാനു പറയടാ. ലൂസിഫർ പോരാട്ടോ, തീരെ പോരാട്ടോ. ഞാൻ തന്നെ പറയണോ അല്ലേ? ഓക്കെ, ഞാൻ തന്നെ പറയണം എന്നാണോ അതോ കമന്റ്സ് ഒക്കെ വന്നു പോവാത്തതിന്റെ പ്രശ്നമാണോ? ആ യെസ് 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 പറ അനഘേ. അനഘ പോരാട്ടോ, ആർക്കും ഉഷാറില്ല. ക്ലാസ് തുടങ്ങി ഒരു 50 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് ഇതാണ് അവസ്ഥയെങ്കിൽ ഞാൻ തന്നെ പറയാം, ഡിവിഷണൽ സ്ട്രക്ചർ ആണെങ്കിൽ പ്രൊഡക്റ്റ് ഒരുപാട് ഉണ്ടാവണം. പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസസ് ഒരുപാട് വെറൈറ്റീസ് ഉണ്ടെങ്കിൽ നമ്മൾ ഡിവിഷണൽ സ്ട്രക്ചർ ചൂസ് ചെയ്യും. നൗ ലിസ്റ്റ് ഔട്ട് ദ പ്രോസസ് ഓഫ് ഓർഗനൈസിങ്. ലിസ്റ്റ് ഔട്ട് ചെയ്യാൻ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. 2 മാർക്കിന് ലിസ്റ്റ് ഔട്ട് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് ലിസ്റ്റ് ഔട്ട് ചെയ്യുക. എക്സ്പ്ലെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പ്ലെയിൻ ചെയ്യുക. ഇനി ഇതേ ചോദ്യം വാട്ട് ആർ ദ പ്രോസസ് ഓഫ് ഓർഗനൈസിങ് എന്ന് പറഞ്ഞ് 3 മാർക്കിനോ 4 മാർക്കിനോ ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എക്സ്പ്ലെയിൻ ചെയ്യണം. ഓക്കെ, വാട്ട് എന്ന് ചോദിച്ചിട്ടാണ് നിങ്ങളോട് ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? എക്സ്പ്ലെയിൻ ചെയ്യണം. ലിസ്റ്റ് ഔട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലിസ്റ്റ് ഔട്ട് ചെയ്താൽ മാത്രം മതി. ഐഡന്റിഫിക്കേഷൻ ആൻഡ് ഡിവിഷൻ ഓഫ് labor, departmentalization, assignment of duties, establishing reporting relationship. ഇതാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, now what do you mean by organizational structure? ഞാൻ പറഞ്ഞില്ലേ അങ്ങനെ ചോദിക്കും എന്നുള്ളത്. 2 മാർക്കിനുള്ള ചോദ്യമാണ്. എന്താണ് ഓർഗനൈസേഷണൽ സ്ട്രക്ചർ? എന്താണ് മുഹമ്മദ് റിൻഷാദ് ഓർഗനൈസേഷണൽ സ്ട്രക്ചർ എന്ന് വെച്ച് കഴിഞ്ഞാല് established pattern of relationship among various parts of the enterprise. അതായത് ഓർഗനൈസേഷനിലുള്ള ഓരോ ഡിപ്പാർട്ട്മെന്റ്സും ഓരോ മെമ്പേഴ്സിനെയും നമ്മൾ ഒന്നിച്ച് ഒരു ഓർഗനൈസ് ചെയ്ത് കൊണ്ടുവരികയാണെങ്കിൽ, നമ്മൾ അവരെ സംഘടിപ്പിക്കുകയാണെങ്കിൽ അതിന് നമുക്ക് ഓർഗനൈസേഷണൽ സ്ട്രക്ചർ എന്ന് പറയാം. ഒരുപാട് പൊസിഷൻസും ആക്ടിവിറ്റീസും അതിനകത്ത് ഉണ്ടാവും, ആരോടൊക്കെ റിലേറ്റ് ചെയ്തിട്ടുള്ളതെന്നുണ്ടാവും. അതുപോലെ തന്നെ മാനേജേഴ്സിന് ഒരു ഫ്രെയിം വർക്ക് ആണ് ആൾക്കാരെ കൊണ്ട് എങ്ങനെ ആക്ടിവിറ്റീസ് പെർഫോം ചെയ്യിപ്പിക്കണം എന്നുള്ളത്. ഓക്കെ, നൗ നെയിം ദ ഓർഗനൈസേഷൻ മെൻഷൻഡ് ഇൻ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. നിങ്ങളുടെ ചോയ്സ് ആണ്. അധികാര ബന്ധങ്ങളാൽ സൃഷ്ടിക്കപ്പെട്ട ഒരു ഓർഗനൈസേഷൻ ആണെങ്കിൽ, അതായത് ഓർഗനൈസേഷൻ ക്രിയേറ്റഡ് ബൈ അതോറിറ്റി റിലേഷൻഷിപ്പ് ആണെങ്കിൽ നമ്മൾ അതിന് എന്താണ് പറയാ? റിയ ദേവിക അതിനെന്താ പറയാ? ഓർഗനൈസേഷണൽ സ്ട്രക്ചർ വിച്ച് ഇസ് ഡെലിബറേറ്റ്ലി ക്രിയേറ്റഡ് ബൈ മാനേജ്മെന്റ് ആണെങ്കിൽ നമ്മൾ അതിനെ എന്ത് പറയും? ഫോർമൽ ഓർഗനൈസേഷണൽ സ്ട്രക്ചർ ആണോ ഇൻഫോർമൽ ഓർഗനൈസേഷണൽ സ്ട്രക്ചർ ആണോ? എവിടെ യൂട്ടൂണൊക്കെ? എവിടെ? ഈ പരിസരത്ത് ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ അവനെ കാണൂല. പറയൂ കുഞ്ചു, ഏതാണ് ഇതിന്റെ ആൻസർ? ഓക്കെ, അപ്പൊ നമ്മുടെ നമിത പറയുന്നത് ഫോർമൽ ഓർഗനൈസേഷണൽ സ്ട്രക്ചർ ആണ് എന്നാണ്. നമിത പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വേറെ അപ്പീലൊന്നുമില്ല. സോ ഇറ്റ് ഈസ് ഫോർമൽ ഓർഗനൈസേഷണൽ സ്ട്രക്ചർ. രണ്ടാമത്തത് പേഴ്സണൽ റിലേഷൻഷിപ്പ് ത്രൂ ആണെങ്കിൽ, അപ്പൊ നമ്മുടെ മുഹമ്മദ്, ഇർഫാൻ, അതുപോലെ നമ്മുടെ ഉത്തര, നിതാര ഒക്കെ ആൻസർ പറയുന്നുണ്ട്. അതിലും കൂടാതെ ഒരുപാട് ആൾക്കാർ ആൻസർ പറയുന്നുണ്ട്. എനിക്ക് എല്ലാവരുടെയും പേര് പെട്ടെന്ന് വായിക്കാൻ കിട്ടുന്നില്ല. പേഴ്സണൽ റിലേഷൻഷിപ്പ് ആണെങ്കിൽ എന്തായിരിക്കും? ഓഫ് കോഴ്സ് അത് ഇൻഫോർമൽ ഓർഗനൈസേഷൻ ആയിരിക്കും. ഇനി ഇത് തമ്മിലുള്ള ഡിഫറൻസ് ആണ് എഴുതേണ്ടത്. അപ്പൊ നമ്മൾ എന്ത് എഴുതുകയാണ്? അങ്ങനെയും ചോദ്യം ചോദിക്കാം, അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ഇതിന്റെ ഡിഫറൻസും ചോദിക്കാം. എന്താണ് ഫോർമൽ ഓർഗനൈസേഷനും ഇൻഫോർമൽ ഓർഗനൈസേഷനും? 5 മാർക്കിൽ കൂടുതൽ ഉണ്ടെങ്കിൽ അതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ എഴുതുക. ഇല്ലെങ്കിൽ ഇതുപോലെ ജസ്റ്റ് കോളംസ് വരച്ച് വളരെ ഭംഗിയായിട്ട് നിങ്ങൾക്ക് എഴുതാവുന്നതേ ഉള്ളൂ. Now, in a classroom discussion, Salim, a plustwo commerce student, argues that delegation and decentralization are one and the same. Delegation ഉം decentralization ഉം ഒന്നാണോ? അല്ല. നിങ്ങൾ അതിന് കൂടെ യോജിക്കുന്നുണ്ടോ? ഒരിക്കലും നിങ്ങൾ യോജിക്കാൻ പാടില്ല. കാരണം നമ്മൾ പ്ലസ് 2 കോമേഴ്സിന്റെ ഓർഗനൈസിംഗ് ചാപ്റ്റർ വളരെ അടിപൊളിയായിട്ട് പഠിച്ച മക്കളാണ്. നമ്മൾ അതിനോട് യോജിക്കുന്നില്ല. അപ്പൊ നമ്മുടെ ആൻസർ ജസ്റ്റിഫൈ ചെയ്യാൻ നമ്മൾ എന്തൊക്കെ പോയിന്റ് പറയും? ഞാൻ ഇതിനോട് യോജിക്കുന്നില്ല എന്ന് ആദ്യം നിങ്ങൾ പറയണം, എന്നാലേ 1 മാർക്ക് കിട്ടുള്ളൂ. ഇനി അതിന് ഡിഫറൻസ് കൊടുക്കുക. ഡെലിഗേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു ഇൻഡിവിജ്വൽ മറ്റൊരു ഇൻഡിവിജ്വലിനെ വിശ്വസിച്ച് ഒരു അതോറിറ്റി ഏൽപ്പിച്ചു കൊടുക്കുന്നതാണ്. പക്ഷെ ഡീസെൻട്രലൈസേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ലെവലിൽ നിന്ന്, ഒരു ലെവൽ ഓഫ് മാനേജ്മെന്റിൽ നിന്നോ അല്ലെങ്കിൽ ഒരു ലെവൽ ഓഫ് ഓർഗനൈസേഷണൽ സ്ട്രക്ചറിൽ നിന്ന് മറ്റൊരു ലെവലിലുള്ള ആൾക്കാർക്ക് ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കുന്നതാണ്. അതായത് അവിടെ എന്തൊക്കെ വരുന്നുണ്ട്? എല്ലാ കാര്യങ്ങളും നമ്മൾ ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന്റെ സബ് പോയിന്റ്സ് കൂടി നിങ്ങളൊന്ന് നോട്ട് ചെയ്യുക. ഇനി രണ്ടാമത്തെ 5 മാർക്കിന്റെ ചോദ്യം,
Star Limited produces 3 types of products such as cosmetics, garments and medicines. Suggest a suitable organizational structure for Star Limited. Represent this diagram in a structure in a diagram. State in 2 features. 5 മാർക്കിന്റെ ചോദ്യമാണ്, സംടൈംസ് 8 മാർക്കിനുള്ള ചോദ്യം പോലും ആവാം. അതായത് 3 പ്രൊഡക്ട്സ് ഉണ്ട്. ആ 3 പ്രൊഡക്ട്സ് ആണ് അവർക്ക് ഉള്ളതെങ്കിൽ പറ, ഞാൻ പറയാം എന്ന് പറഞ്ഞ ഞാൻ ഒന്ന് പറ. ഏതാണ് ആ ഞാൻ? ഉത്തരം പറ. സുൽത്താനയ്ക്ക് അറിയോ? യെസ്, പോരട്ടെ. ഹിബ പറ, എന്താണ് ഇതിന്റെ ആൻസർ? ഇവിടെ ഏത് ഓർഗനൈസേഷണൽ സ്ട്രക്ചർ ആണ് നമ്മൾ ചൂസ് ചെയ്യുക? അത് ശരി, ഹിബ ഞാൻ പറയാമെന്ന് പറയുന്നതല്ലാതെ ഞാൻ പറയുന്നില്ലല്ലോ. പറ, ഹിബ അല്ലാതെ വേറെ ആരെങ്കിലും ആൻസർ പറയുന്നുണ്ടോ? എക്സാക്ട്ലി, ആരാ? നമ്മുടെ എന്തോ ശ്യാം, എച്ചിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു പേരായിരുന്നു. ആൻഡ് ഇറ്റ് ഈസ് ഡിവിഷണൽ സ്ട്രക്ചർ. ഡിവിഷണൽ സ്ട്രക്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ 3 പ്രൊഡക്ട്സ് ഉണ്ട്, നമുക്ക് വളരെ സ്യൂട്ടബിൾ ആയിട്ട് അതാണ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുക. നിങ്ങൾ എങ്ങനെയാ സ്ട്രക്ചർ റെപ്രസെന്റ് ചെയ്യാം? ഇവിടെ ഒരു MD ഉണ്ട് എന്ന് വിചാരിക്കുക. MDയുടെ അണ്ടറിൽ എന്തുണ്ട്? MDയുടെ അണ്ടറിൽ ഓക്കെ, ഇവിടെ കോസ്മെറ്റിക്സ് ഉണ്ട്. പിന്നെ എന്തൊക്കെ പ്രൊഡക്റ്റ് ആണ് പറഞ്ഞിട്ടുള്ളത്? കോസ്മെറ്റിക്സ്, ഗാർമെന്റ്സ് ആൻഡ് മെഡിസിൻസ്. ഓക്കെ, കോസ്മെറ്റിക്സ്, ഗാർമെന്റ്സ് ആൻഡ് മെഡിസിൻ. ഓക്കെ, ഇനി ഇതിൽ ഏതെങ്കിലും ഒരെണ്ണത്തിന്റെ അണ്ടറിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു ഫങ്ഷണൽ സ്ട്രക്ചർ കൂടി വരക്കണം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ മെഡിസിൻ അണ്ടറിലാണെങ്കിൽ നമ്മൾ പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. യെസ്, നമ്മൾ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. ഇനി നമുക്ക് ഇവിടെ എന്തുണ്ട്? പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. ഓക്കെ, ഈ പറയുന്ന 3 ഡിപ്പാർട്ട്മെന്റും ഗാർമെന്റ്സിലും ഉണ്ടാവും, കോസ്മെറ്റിക്സിലും ഉണ്ടാവും. ഇതാണ് ഡിവിഷണൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. പ്രൊഡക്റ്റ് സ്പെഷ്യലൈസേഷൻ ഉണ്ടാവാൻ സഹായിക്കുന്നു. ദെൻ പ്രോഫിറ്റ്സിന് കൃത്യമായിട്ട് ഓരോരോ ആൾക്കാരെയും നമുക്ക് അക്കൗണ്ടബിൾ ആക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഫ്ലെക്സിബിലിറ്റി പ്രൊമോട്ട് ചെയ്യുന്നു. പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുന്നു. അതുപോലെ തന്നെ മറ്റ് ഡിപ്പാർട്ട്മെന്റ്സിനെ എഫക്ട് ചെയ്യാത്ത രീതിയിൽ നമുക്ക് ഡെവലപ്മെന്റ്സ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടും സാധിക്കും. സോ ഇവിടെ നിങ്ങൾക്കൊരു ഡിവിഷണൽ സ്ട്രക്ചറിന്റെ എക്സാമ്പിൾ അടിപൊളിയായിട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് റെഫർ ചെയ്യുക. 6ാമത്തെ ചാപ്റ്ററിലേക്ക് നമ്മൾ പോവാണ്. 12 മാർക്കിന്റെ ചോദ്യമാണ് 6ാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത്. ഇതിൽ എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. 1ാമത്തെ ചോദ്യം, നമുക്ക് ഓർഗനൈസേഷൻ ആവശ്യമായിട്ടുള്ള കാൻഡിഡേറ്റ്സിന് നമ്മൾ സെർച്ച് ചെയ്യുന്ന പ്രോസസ്സിന് നമ്മൾ എന്താണ് പറയുക? നമ്മൾ അവരെ ഓർഗനൈസേഷനിലേക്ക് എടുക്കുന്ന പ്രോസസ്സ് അല്ല, നമ്മൾ അവരെ കണ്ടുപിടിക്കുന്ന പ്രോസസ്സിനെ എന്താണ് പറയുക? ദ പ്രോസസ് ഓഫ് ഫൈൻഡിങ് പോസിബിൾ കാൻഡിഡേറ്റ്സ് ഫോർ എ ജോബ്, നമ്മൾ എന്താണ് അതിന് പറയുക? ഇസ് ഇറ്റ് സെലക്ഷൻ, ട്രെയിനിങ്, റിക്രൂട്ട്മെന്റ്? ഇനി ഇതൊന്നും അല്ലാത്ത എന്തെങ്കിലും കാര്യമുണ്ടോ? പെട്ടെന്ന് കമന്റ് ചെയ്തേ നോക്കട്ടെ. ഷാനു, എന്താണ് ആൻസർ? എക്സാക്ട്ലി, ഇറ്റ് ഈസ് റിക്രൂട്ട്മെന്റ്. 2ാമത്തെ ചോദ്യം, റിക്രൂട്ട്മെന്റ് ഒരു പോസിറ്റീവ് ആണോ, ഒരു നെഗറ്റീവ് പ്രോസസ് ആണോ, ഇനി അതുമല്ല ഒരു ന്യൂട്രൽ ആയിട്ടുള്ള ഒരു പ്രോസസ് ആണോ? റിക്രൂട്ട്മെന്റ് ഇസ് എ ഡാഷ് പ്രോസസ് എന്ന് പറയുന്നുണ്ട്. ഒരു കാര്യം ഞാൻ പറയാം, സ്റ്റാഫിംഗ് എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് പ്രോസസ് ആണ്. സ്റ്റാഫിംഗ് ഇറ്റ്സ് എ നെഗറ്റീവ് പ്രോസസ്. എന്തുകൊണ്ടാണെന്നറിയോ? ആദ്യം നിങ്ങൾ പറഞ്ഞ ആൻസറിലേക്ക് ഞാൻ പറയാം. റിക്രൂട്ട്മെന്റ് ഈസ് എ പോസിറ്റീവ് പ്രോസസ്. കാരണം നമ്മൾ ഒരുപാട് ആൾക്കാർക്ക് ജോലി വാഗ്ദാനം ചെയ്യുന്നതാണ്. സ്റ്റാഫിംഗ് നെഗറ്റീവ് ആവാൻ വേണ്ടിയിട്ടുള്ള ഒരു കാരണം, നമ്മൾ അതിൽ നിന്നും ആൾക്കാരെ സെലക്ട് ചെയ്യുന്നതാണ്. സ്റ്റാഫിംഗ് അല്ലടാ, സെലക്ഷൻ ആണ് കേട്ടോ. നമ്മൾ അതിൽ നിന്ന് ഒരുപാട് ആൾക്കാർ സെലക്ട് ചെയ്യുമ്പോൾ ഒരുപാട് ആൾക്കാർക്ക് ജോലി നഷ്ടപ്പെടുകയാണ്. അതുകൊണ്ട് അതൊരു നെഗറ്റീവ് പ്രോസസ് ആണ്. നൗ ലേണിംഗ് ഓപ്പർച്യൂണിറ്റീസ് ഡിസൈൻ ടു ഹെൽപ്പ് ദ ഓവറോൾ ഗ്രോത്ത് ഓഫ് എൻ എംപ്ലോയി ഈസ് കോൾഡ് ഡാഷ്. നമ്മൾ എംപ്ലോയീസിന്റെ ഓവറോൾ ഗ്രോത്തിന് വേണ്ടിയിട്ട് ഒരു ലേണിംഗ് ഓപ്പർച്യൂണിറ്റി അവർക്ക് കൊടുക്കുകയാണ്. അതിന് നമ്മൾ വിളിക്കുന്ന പേര് എന്താണ്? അമ്മോ പറയടാ, അതിന് നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? അതിന് നമ്മൾ വിളിക്കുന്ന പേര്, എന്റെ പേരൊന്ന് ഹനാൻ പറയൂ, അതിന്റെ പേര് അതിന് നമ്മൾ വിളിക്കുന്ന പേരെന്താ? പോരാട്ടോ ഹിബ, പറയൂ. അതിന് നമ്മൾ വിളിക്കുന്ന പേര് ഡെവലപ്മെന്റ് എന്നാണ്. ഇനി വിച്ച് ഓഫ് ദി ഫോളോയിങ് വേസ് ഹെൽപ്പ് ഇൻ ഇംപ്രൂവിങ് കമ്മ്യൂണിക്കേഷൻ എഫക്റ്റീവ്നെസ്? കമ്മ്യൂണിക്കേഷൻ വളരെ എഫക്റ്റീവ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഏത് പ്രോസസ്സാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും? ഇത് ആക്ച്വലി ഡയറക്റ്റിംഗിൽ വരേണ്ട ഒരു ചോദ്യമാണ്. പ്രോപ്പർ ഫീഡ്ബാക്ക് എൻഷുർ ചെയ്യണം. നമ്മളൊരു നല്ല ലിസണർ ആയിരിക്കണം. പേഷ്യൻസോട് കൂടി ഫോളോ അപ്പ് ചെയ്യണം. ഓൾ ഓഫ് ദി എബവ് ആണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. വാട്ട് ഡു യു മീൻ ബൈ പെർഫോമൻസ് അപ്രൈസൽ? ഇത് എല്ലാ എക്സാമിനും ചോദിക്കും. പബ്ലിക് എക്സാമിനും ചോദിക്കും, മോഡൽ എക്സാമിനും ചോദിക്കും. എന്താണ് പെർഫോമൻസ് അപ്രൈസൽ എന്താണെന്ന് ചോദിക്കും. എന്താ പെർഫോമൻസ് അപ്രൈസൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ, എംപ്ലോയീസിന്റെ കറണ്ട് അല്ലെങ്കിൽ പാസ്റ്റ് പെർഫോമൻസ് നമ്മൾ എന്തുമായിട്ട് കമ്പയർ ചെയ്യും? അവർക്ക് ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുള്ള സ്റ്റാൻഡേർഡുമായിട്ട് കമ്പയർ ചെയ്യും. ഇതിനെ കമ്പയർ ചെയ്ത് റിസൾട്ട് കൊടുക്കുന്നതിനെയാണ് നമ്മൾ പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറയുന്നത്. Okay, now a company gets application without declaring any vacancies. Vacancies ഒന്നും ഡിക്ലെയർ ചെയ്താൽ തന്നെ നമുക്ക് അപ്ലിക്കേഷൻസ് കിട്ടാറുണ്ട്. പക്ഷേ however, as and when vacancy arises, the company make use of such applications. Vacancy വരുന്ന സമയത്ത് ആ അപ്ലിക്കേഷൻസ് നമ്മൾ ഉപയോഗിക്കും. ഈ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റിന് നമ്മൾ എന്താണ് പറയുക? ഈ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ് മെത്തേഡിന് നമ്മൾ എന്താണ് പറയുക? ഈ ആൻസർ ഞാൻ കാണിച്ചു. പെട്ടെന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ പറയാ? ഒരുപാട് സമയമൊന്നും ഇല്ലാട്ടോ, നമുക്ക് ഓൾറെഡി 8 മണി ആയിട്ടുണ്ട്. നമുക്ക് 8:30 ആകുമ്പോഴത്തേക്ക് ഫിനിഷ് ചെയ്യണ്ടേ? ഇനി 5 ചാപ്റ്റേഴ്സ് ഡിസ്കസ് ചെയ്യാനില്ലേ? പറയൂ.
എന്താണ് നമ്മൾ അതിനെ പറയാ? ഐ ലവ് യു എന്നൊക്കെ പറയുന്നുണ്ട്. എനിക്ക് വയ്യ, നാളെ മോഡൽ എക്സാം ആണ്. പോരാട്ടോ, ആരും ആൻസർ പറയുന്നില്ല. കഴിഞ്ഞ ക്വസ്റ്റ്യൻ ആൻസറിൽ എല്ലാവരും ഉണ്ട് അത്ര. എനിക്ക് തോന്നുന്നു അതിങ്ങനെ വന്ന് തീർന്നിട്ട് വേണം അടുത്തത് പറയാൻ. എക്സാക്ട്ലി ആരൊക്കെയോ പറഞ്ഞു ആൻസർ കാഷ്വൽ കോളേഴ്സ് അല്ലെങ്കിൽ അൺസോളിസിറ്റഡ് അപ്ലിക്കൻസ് എന്നാണ് നമ്മൾ പറയാം. ഇനി പറയുന്ന 3 എലമെന്റ്സ് ഓഫ്, ഇനി സ്റ്റാഫിങ്ങിന്റെ 3 എലമെന്റ്സ് ഏതൊക്കെയാണെന്ന് അറിയാലോ? റിക്രൂട്ട്മെന്റ്, സെലക്ഷൻ, ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ്. ഈ 3 പോയിന്റ്സിനെ ബേസ് ചെയ്തിട്ടാണ് എൻ്റെ ചാപ്റ്റർ ഉള്ളത് അല്ലെ. ആസ്പെക്ട്സ് ഓഫ് സ്റ്റാഫിങ്ങോ എലമെന്റ്സ് ഓഫ് സ്റ്റാഫിങ്ങോ എന്ത് വേണേലും നിങ്ങൾക്ക് പറയാം. അപ്പോൾ ഇത് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യണം. 3 മാർക്കിന് വിവരിക്കാനാണ് ചോദിച്ചിട്ടുള്ളത്. ഇത് 3 മാർക്കിനോ അല്ലെങ്കിൽ 5 മാർക്കിനോ ഒക്കെ ചോദിക്കാനുള്ള ഒരു പോസിബിലിറ്റി കാണുന്നുണ്ട് കേട്ടോ. എക്സ്പ്ലെയിൻ ചെയ്യണം, ലിസ്റ്റ് ഔട്ട് ചെയ്താൽ മാത്രം പോരാ. ഓക്കെ, ഇനി the source of recruitment develop dissatisfaction among existing staff. അതായത് ഈ ഒരു സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ്, പലതരത്തിലുള്ള സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ് ഉണ്ട്. ഇത് ആൾക്കാരുടെ ഇടയിൽ ഒരു ഡിസാറ്റിസ്ഫാക്ഷൻ ഉണ്ടാക്കും. അതേതാണ്? അത് റിലേറ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും 4 എണ്ണം കൂടി നമ്മൾ പറയണം. അതേതാണ്? ഏത് സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ് ആണ് ആൾക്കാരുടെ ഇടയിൽ ഡിസാറ്റിസ്ഫാക്ഷൻ ഉണ്ടാക്കുക? എക്സ്റ്റേണൽ റിക്രൂട്ട്മെന്റ് ആണ്. എന്താണ്? എക്സ്റ്റേണൽ റിക്രൂട്ട്മെന്റ് ആണ് ആൾക്കാരുടെ ഓൾറെഡി ഉള്ള എംപ്ലോയീസിന്റെ അണ്ടറിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക. എന്തൊക്കെ എക്സ്റ്റേണൽ റിക്രൂട്ട്മെന്റ് ഒന്ന് കമന്റ് ചെയ്തേ. എന്തൊക്കെ? എക്സാക്ട്ലി ആനന്ദ് ബിജോയ്, എക്സ്റ്റേണൽ റിക്രൂട്ട്മെന്റ് ആണ്. എന്തൊക്കെയുണ്ട്? നമ്മുടെ കാഷ്വൽ കോളേഴ്സ്. എന്താണ്? കാഷ്വൽ കോളേഴ്സ്. ദെൻ ക്യാമ്പസ് റിക്രൂട്ട്മെന്റ്, ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് ഞാൻ ലിസ്റ്റ് ഔട്ട് ചെയ്യുന്നതേ ഉള്ളൂ, നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടാവണം. എക്സ്പ്ലെയിൻ എന്ന് പറയുന്നുണ്ട്. ക്യാമ്പസ് റിക്രൂട്ട്മെന്റ്, കാഷ്വൽ കോളേഴ്സ്. പിന്നെ അതുകൂടാതെ എന്തൊക്കെ പറയാം? പബ്ലിക്, നമ്മൾ ഫാക്ടറി ഗേറ്റിൽ റിക്രൂട്ട് ചെയ്യുന്ന ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ്. യെസ്, ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ്. പിന്നെ എന്തൊക്കെയുണ്ട്? കാഷ്വൽ കോളേഴ്സ്, ഓക്കെ, ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ്. ദെൻ അഡ്വർടൈസ്മെന്റ്, എക്സാക്ട്ലി എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച്, അഡ്വർടൈസ്മെന്റ്. അങ്ങനെ ഏതെങ്കിലും 4 എണ്ണം നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യണം. 3 മാർക്കിനുള്ള ചോദ്യമാണ്. Now list out the benefits of training and development to an organization. എന്തിനാണ് ഒരു ഓർഗനൈസേഷന് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് എന്ന് ചോദിച്ചിട്ടുണ്ട്. എംപ്ലോയീസിന് ഓർഗനൈസേഷനിൽ പിടിച്ചു നിർത്താൻ, അതുപോലെ അവരുടെ എൻഗേജ്മെന്റ് കൂട്ടാൻ, അവർ വീണ്ടും വീണ്ടും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്, കൂടുതൽ പ്രൊഡക്ടിവിറ്റിക്ക്, അവരുടെ മോറൽ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ദെൻ വർക്ക് പ്രോസസ്സിൽ ഒരു കൺസിസ്റ്റൻസി ഉണ്ടാവാൻ വേണ്ടിയിട്ട്. Now ഐഡന്റിഫൈ ദ മെത്തേഡ് ഓഫ് ട്രെയിനിങ് മെൻഷൻഡ് ഇൻ ദ ഫോളോയിങ്. ട്രെയിനിങ് നമ്മൾ 2 രീതിയിൽ കൊടുക്കാറുണ്ട്. ഓൺ ദ ജോബ് ട്രെയിനിങ് കൊടുക്കാറുണ്ട്, ഓഫ് ദ ജോബ് ട്രെയിനിങ് കൊടുക്കാറുണ്ട്. മേ ബി ഓൺ ദ ജോബും ഓഫ് ദ ജോബും എന്താണെന്നുള്ളത് 2 മാർക്കിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിക്കും, അല്ലെങ്കിൽ അതിന്റെ എക്സാമ്പിൾസ് ചോദിക്കും, അല്ലെങ്കിൽ ഇതുപോലൊരു ചോദ്യം പ്രതീക്ഷിക്കാം. മോഡൽ എക്സാമിന് ആയതുകൊണ്ട് ഇതുപോലെ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ എന്താ എഴുതുക? ഇവിടെ ലേണിംഗ് വൈൽ ഡൂയിങ് എന്ന് പറയുന്നത് ഏതിനെയാണ്? ലേണിംഗ് വൈൽ ഡൂയിങ് എന്ന് പറയുന്നത് ഏത് ടൈപ്പ് ഓഫ് ട്രെയിനിങ്ങിനെയാണ്? നമ്മൾ ജോലി ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ പഠിക്കുകയാണ്. അതായത് ഓൺ ദ ജോബ് ട്രെയിനിങ് ആണ് അല്ലേ? ഓൺ ദ ജോബ് ട്രെയിനിങ് അല്ലേ ഫഹീർ? യെസ്. ലേണിംഗ് ബിഫോർ ഡൂയിങ് ആണെങ്കിലോ ഓഫ് ദ ജോബ് ട്രെയിനിങ് ആണ്. ഇനി ക്ലാസിഫൈ ചെയ്യണം. കോച്ചിങ് എന്ന് പറയുന്നത് ഓൺ ദ ജോബ് ആണോ ഓഫ് ദ ജോബ് ആണോ? കോച്ചിങ് എന്ന് പറയുന്നത് ഓൺ ദ ജോബ് ആണോ ഓഫ് ദ ജോബ് ആണോ? കോച്ചിങ് ആൻഡ് ജോബ് റൊട്ടേഷൻ ഓൺ ദ ജോബ് ആണ് അല്ലേ? കോച്ചിങ് ആൻഡ് ജോബ് റൊട്ടേഷൻ ഓൺ ദ ജോബും ഫിലിംസും കേസ് സ്റ്റഡിയും ഓഫ് ദ ജോബ് മെത്തേഡ്സും ആണ്. ഇതൊക്കെ എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പഠിച്ചിട്ടുണ്ടാവണം. 2 മാർക്കിനോ 4 മാർക്കിനോ ചോദിക്കാവുന്നതേ ഉള്ളൂ അല്ലേ ഫയ? ചോദിക്കും. അർജുൻ അതാ പറയുന്നത്. അർജുൻ ഓൺ ദ ജോബ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ, ഇപ്പൊ നമ്മുടെ അപ്പു ആയിക്കോട്ടെ, ഇനി അതും അല്ലെങ്കിൽ നമ്മുടെ ക്വീൻ ആയിക്കോട്ടെ, ജാക്സൺ ആയിക്കോട്ടെ, അബ്ബാസ് ആയിക്കോട്ടെ, എല്ലാവരും ആൻസർ പറയുന്നുണ്ട്. ഞാൻ കാണാത്ത പ്രശ്നമേ ഉള്ളൂ. Briefly explain any 4 tests used by the organization for selection process. Selection ഒരു പ്രോസസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്തൊക്കെയായിരുന്നു സെലക്ഷന്റെ പ്രോസസ് എന്നൊന്ന് റിപ്പീറ്റ് ചെയ്ത് നോക്കിയേ. പെട്ടെന്ന് 2 മിനിറ്റ് ടൈം തരാം. സെലക്ഷന്റെ പ്രോസസ് എന്തൊക്കെയായിരുന്നു ഒന്ന് റിപ്പീറ്റ് ചെയ്ത് നോക്കിയേ. ഈ പറയുന്ന സെലക്ഷൻ പ്രോസസ്സിന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? 4 ടെസ്റ്റ് നമ്മൾ അതിനകത്ത് യൂസ് ചെയ്യുന്നുണ്ട്. ഏതോ 4 ടെസ്റ്റ് നമ്മൾ അതിനകത്ത് യൂസ് ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാണ് ആ 4 ടെസ്റ്റ് എന്നാണ് നിങ്ങളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയൊക്കെ കെട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കില്ലേ വീട്ടിൽ പണിയെടുക്കാൻ പോവാണെന്നുള്ളതൊക്കെ. ഓക്കെ, ഏതൊക്കെയാണ് ആ 4 ടെസ്റ്റ് എന്ന് ചോദിക്കുന്നുണ്ട്. ആ ടെസ്റ്റ് ഏതൊക്കെയാണെന്ന് അറിയോ? ഇന്റലിജന്റ് ടെസ്റ്റ് ആവാം, ട്രേഡ് ടെസ്റ്റ് ആവാം, ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആവാം, ഇൻട്രസ്റ്റ് ടെസ്റ്റ് ആവാം, പേഴ്സണാലിറ്റി ടെസ്റ്റ് ആവാം. ഏതെങ്കിലും 4 ടെസ്റ്റിനെ കുറിച്ചിട്ടാണ് നിങ്ങളോട് എഴുതാൻ പറഞ്ഞത്. നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയോ? നിങ്ങൾ നല്ല മക്കളായതുകൊണ്ടും ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്ന ആൾക്കാരായതുകൊണ്ടും എപ്പോഴത്തെയും പോലെ 2 മാർക്കിന് ഈ പറയുന്നതിലെല്ലാം എഴുതാൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവണം. ഈ പറയുന്നതിൽ ഏത് ചോദിച്ചു കഴിഞ്ഞാലും നിങ്ങൾ അടിപൊളി മക്കളാണ്, എജുപോർട്ടിന്റെ കുട്ടികളാണ്. 2 മാർക്കിന് എഴുതാൻ നിങ്ങൾക്ക് സാധിക്കണം. എക്സ്പ്ലെയിൻ ദ ഫോളോയിങ് ടൈപ്സ് ഓഫ് ട്രെയിനിങ്. വെസ്റ്റിബ്യൂൾ ട്രെയിനിങ് എന്താണ്? അപ്രന്റൈസ്ഷിപ്പ് ട്രെയിനിങ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഇത് തന്നെ ചോദിക്കണം എന്നൊന്നും
എന്നൊന്നുമില്ല, ഏത് വേണേലും ചോദിക്കാം. അപ്പോൾ വളരെ ഭംഗിയായിട്ട് എന്ത് എഴുതുക, വെസ്റ്റിബ്യൂൾ ട്രെയിനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഓഫ് ദ ജോബ് ട്രെയിനിങ് മെത്തേഡാണ്. നമ്മൾ എന്ത് ചെയ്യും, ഒരു ആക്ച്വൽ വർക്കിംഗ് എൻവയോൺമെന്റ് ക്ലാസ് റൂമിൽ ക്രിയേറ്റ് ചെയ്ത് സെയിം മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ട് ആൾക്കാർ വർക്ക് ചെയ്യണം. അപ്രന്റൈസ്ഷിപ്പ് ട്രെയിനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഓൺ ദ ജോബ് ട്രെയിനിങ് മെത്തേഡാണ്. ഒരു ട്രെയിനിനെ ഒരു മാസ്റ്ററിന്റെ അണ്ടറിൽ നമ്മൾ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വിടും. ജോലി ചെയ്തുകൊണ്ട് ആൾക്കാർ കാര്യങ്ങൾ പഠിക്കും. അത്രയേ ഉള്ളൂ അല്ലേ ബ്ലൈൻഡ് ബാബ? ഇനി ദേവിക ചോദിച്ചൊരു ചോദ്യം ഞാനിവിടെ പറയാണ്. We Pride Limited assured their employees that in any circumstances no employees will be retrenched from the job. ഒരു സിറ്റുവേഷനിലും ആൾക്കാരെ നമ്മുടെ ഓർഗനൈസേഷനിൽ നമ്മൾ പിരിച്ചു വിടില്ല എന്നുള്ളൊരു ഉറപ്പ് അങ്ങോട്ട് കൊടുത്തു. Name and explain the type of incentives offered to the employees. ഇത് ഏത് ടൈപ്പ് ഓഫ് ഇൻസെന്റീവ് ആണ് എംപ്ലോയീസിന് കൊടുത്തിട്ടുള്ള, ഏത് ടൈപ്പ് ഓഫ് ഇൻസെന്റീവ് ആണ് നിങ്ങൾക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്? നിഹാര പറയടാ, ഏത് ടൈപ്പ് ഓഫ് ഇൻസെന്റീവ് ആണ്? എന്താടാ? ഓക്കെ, ഏത് ടൈപ്പ് ഓഫ് ഇൻസെന്റീവ് ആണ്? അതുകൂടാതെ നോൺ ഫിനാൻഷ്യൽ ഇൻസെന്റീവ്സ് ഏതെങ്കിലും 2 എണ്ണം പറയണം. ഇത് ഏത് ടൈപ്പ് ഓഫ് ഇൻസെന്റീവ്സ് ആണ് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യാം, ബാക്കി രണ്ടാമത്തെ സെക്ഷൻ ആൻസർ ഞാൻ പറയാം. ഈ പറയുന്ന നിങ്ങൾക്കൊരു അഷുറൻസ് തരികയാണ്. എക്സാക്ട്ലി റഫീഖ്, ഇറ്റ് ഈസ് നോൺ ഫിനാൻഷ്യൽ. നോ ഫിനാൻഷ്യൽ അല്ല, നോൺ ഫിനാൻഷ്യൽ ഇൻസെന്റീവ് ആണ്. എന്താണ്? നോൺ ഫിനാൻഷ്യൽ ആണ്, നോ ഫിനാൻഷ്യൽ അല്ല, നോൺ ഫിനാൻഷ്യൽ ഇൻസെന്റീവ് ആണ്. ഇപ്പൊ പറയുന്നത് പോലെ നമ്മുടെ ഗുഡ് വർക്കിംഗ് എൻവയോൺമെന്റ്. എന്താണ്? ഗുഡ് വർക്കിംഗ് എൻവയോൺമെന്റ്. ആൻഡ് അതിന്റെ കൂടെ നമുക്ക് എന്ത് പറയാം, ഫ്ലെക്സിബിൾ ടൈമിംഗ് ആണ്. 9 to 5 അല്ല എല്ലാവർക്കും, എല്ലാവരും 8 മണിക്കൂർ വന്ന് പണിയെടുത്താൽ മതി എന്നാണെങ്കിൽ ഫ്ലെക്സിബിൾ ടൈമിംഗ് ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഇതൊക്കെ നോൺ ഫിനാൻഷ്യൽ ഇൻസെന്റീവ്സ് ആണ് എന്ന് പറയാം. ഓക്കെ, ഇനി അടുത്ത ചോദ്യം, എക്സ്പ്ലെയിൻ ദ വാരിയസ് ഓൺ ദ ജോബ് ട്രെയിനിങ് മെത്തേഡ്സ്. ഞാൻ പറഞ്ഞല്ലോ 8 മാർക്കിന് അത് ചോദിക്കാം എന്നുള്ളത്. അപ്പോൾ 8 മാർക്കിന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്രന്റൈസ്ഷിപ്പ് പ്രോഗ്രാം, കോച്ചിങ്, ഇന്റേൺഷിപ്പ് ട്രെയിനിങ്, ജോബ് റൊട്ടേഷൻ, ഇതൊക്കെ നിങ്ങൾ വളരെ ഭംഗിയായിട്ട് 8 മാർക്കിന് എക്സ്പ്ലെയിൻ ചെയ്യണം. 8 മാർക്കിന് എന്ന് പറയുമ്പോൾ 2 പേജ് മിനിമം ഉണ്ടായിട്ടുണ്ടാവണം നിങ്ങളുടെ എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത്. അതിനുവേണ്ടി നിങ്ങൾക്ക് എന്ത് എഴുതുക, ട്രെയിനിങ് എന്താണെന്ന് ആദ്യം എഴുതുക, ട്രെയിനിങ് 2 രീതിയിലായിരിക്കാം എന്ന് എഴുതുക, എന്നിട്ട് ഓൺ ദ ജോബ് ട്രെയിനിങ് ഇതൊക്കെയാണെന്ന് പറഞ്ഞ് ലിസ്റ്റ് ഔട്ട് ചെയ്യുക, എന്നിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്ത് തുടങ്ങുക. ഇപ്പം തന്നെ ആയില്ലേ അര പേജ് എന്ന് പറയുന്നത്. ഇനി അടുത്തത്, ഡിസ്ക്രൈബ് ദ വാരിയസ് സ്റ്റെപ്സ് ഇൻ ദ പ്രോസസ് ഓഫ് ഇൻ സ്റ്റാഫിംഗ് പ്രോസസ്. എന്തൊക്കെയാണ് സ്റ്റാഫിംഗ് പ്രോസസ്സിലുള്ള സ്റ്റെപ്സ് എന്ന് ചോദിച്ചിട്ടുണ്ട്. ആദ്യം നമ്മുടെ റിക്വയർമെന്റ്സ് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യും. അത് കഴിഞ്ഞ് റിക്രൂട്ട്മെന്റ്, സെലക്ഷൻ, പ്ലേസ്മെന്റ് ആൻഡ് ഓറിയന്റേഷൻ, ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ്, പെർഫോമൻസ് അപ്രൈസൽ, പ്രൊമോഷൻ, കോമ്പൻസേഷൻ. ഈ പറയുന്നതൊക്കെ ഒരു 3 മാർക്കിന് ഓരോന്നും 3 മാർക്കിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ 8 മാർക്കിന് ചോദ്യമൊക്കെ സുഖസുന്ദരമായിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്തൂടെ? ദിൽഷ, ഗീത ആൻസർ ചെയ്തൂടെ? പിന്നെ എന്തൊക്കെയാ, പഠിക്കുക എന്ന് പറയുന്നുണ്ട്, ഹോൾ തരാവോ എന്ന് ചോദിക്കുന്നുണ്ട്, മനസ്സിലായില്ല. അമീന പറയടാ. ഓക്കെ, അപ്പൊ നമ്മുടെ ആരൊക്കെ ഉണ്ട് ഇവിടെ? അബി, ലിയോ. ലിയോ ഒക്കെ ഉണ്ട്. അപ്പൊ നമ്മുടെ 7ാമത്തെ ചാപ്റ്ററിലേക്ക് നമ്മൾ പോവാണ്. 12 മാർക്കിനാണ് 7ാമത്തെ ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരിക. വലിയ ചാപ്റ്റർ ആണ്, ഒരുപാട് ക്വസ്റ്റ്യൻസ് പഠിക്കാനുണ്ട്. പ്ലീസ് കോപ്പറേറ്റ്. ഐഡന്റിഫൈ ദ പ്രോസസ് ഓഫ് കൺവേർട്ടിംഗ് ദ മെസ്സേജ് ഇൻ ടു കമ്മ്യൂണിക്കേഷൻ സിമ്പിൾസ് സച്ച് ആസ് വേർഡ്സ്, പിക്ചേഴ്സ്, എക്സെട്ര. കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു കാര്യം നമ്മൾ സിമ്പിൾസിലേക്കോ അല്ലെങ്കിൽ വേർഡ്സിലേക്കോ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് നമ്മൾ പറയുന്ന പേര് എന്താണ്? എൻകോഡിംഗ് എന്നാണോ, ഡീകോഡിംഗ് എന്നാണോ, ഫീഡ്ബാക്ക് എന്നാണോ, മെസ്സേജ് എന്നാണോ? എന്താ നമ്മൾ പറയാ? എന്താ ഹിബ, എന്താ നമ്മൾ പറയാ? യെസ്, അപ്പൊ നമ്മുടെ റഫീഖ് പറയുന്നത് നമ്മൾ അതിനെ എൻകോഡിംഗ് എന്ന് പറയണം എന്നാണ്. ഓക്കെ, റഫീഖ് പറഞ്ഞു, ആൻസർ ശരിയാണ്. നെറ്റ്വർക്ക് ഓഫ് സോഷ്യൽ റിലേഷൻഷിപ്പ് എമംഗ് എംപ്ലോയീസ്. എംപ്ലോയീസിൻ്റെ ഇടയിൽ ഒരു സോഷ്യൽ നെറ്റ്വർക്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് നമ്മൾ പറയുന്നത് എന്താണ്? ഫോർമൽ ഓർഗനൈസേഷൻ ആണോ, ഇൻഫോർമൽ ഓർഗനൈസേഷൻ ആണോ, ഫോർമൽ കമ്മ്യൂണിക്കേഷൻ ആണോ? അപ്പൊ കഴിഞ്ഞ ക്വസ്റ്റ്യന്റെ ആൻസർ എൻകോഡിംഗ് എന്നുള്ളത് നമ്മുടെ ക്വീൻ, അതുപോലെ തന്നെ നമ്മുടെ നിഹാര, ഫൈദ, ജാക്സൺ, എനിക്ക് വയ്യ, ഉത്തര ഒക്കെ എല്ലാരും പറയുന്നുണ്ട്. അപ്പൊ ഈ ഒരു ചോദ്യത്തിന് ആൻസർ ആരാ ആദ്യം പറയാ? സന, നീ എന്താണെന്ന്? സന, ഓക്കെ, സിംഗിൾ ഗേൾസിനെ ക്ഷണിക്കുന്നു എന്നില്ല, നീ ആദ്യം ക്ഷണിക്കുന്നു എന്ന് പറയാൻ പഠിക്കട്ടോ. ഓക്കെ, സോ ഇവിടെ നമ്മൾ പറയുന്നത് നെറ്റ്വർക്ക് ഓഫ് സോഷ്യൽ റിലേഷൻഷിപ്പ് എമംഗ് എംപ്ലോയീസ്, അത് ഇൻഫോർമൽ ആണ്. ഫോർമൽ ആണെങ്കിൽ മാത്രമാണ് നമ്മളവിടെ നെറ്റ്വർക്ക് ഓഫ് ഓർഗനൈസേഷൻ റിലേഷൻഷിപ്പ് ഒക്കെ ആണെങ്കിലാണ് അത് ഫോർമൽ വരിക കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മുടെ നിഹാരി, ബ്രോക്കൺ ഹാർട്ട് ഒക്കെ ആൻസർ പറഞ്ഞിട്ടുണ്ട്. ഇത്ര നേരം എവിടെയായിരുന്നു? ഇപ്പോൾ എവിടുന്ന ഈ ആൻസർ ഒക്കെ കൊണ്ടുവന്നേ? ഗ്രാൻഡിങ് ഓഫ് അതോറിറ്റി ടു സബോർഡിനേറ്റ്സ് ടു ഓപ്പറേറ്റ് വിത്തിൻ ദ സ്പെസിഫൈഡ് ലിമിറ്റ്സ്. അതായത് ഒരു ലിമിറ്റിനുള്ളിൽ ആൾക്കാരോട് നിങ്ങൾ വർക്ക് ചെയ്യണം എന്ന് പറയുന്നത് എന്തിനെ സൂചിപ്പിക്കുന്നു? നമ്മൾ ഓർഗനൈസിംഗിൽ സോൾവ് ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇറ്റ് ഈസ് എന്താണ്? ഡെലിഗേഷൻ അല്ലേ? ദ പ്രോസസ് ഓഫ് മേക്കിംഗ് സബോർഡിനേറ്റ്സ് ടു ആക്ട് ഇൻ എ ഡിസൈഡ് മാനർ. ആൾക്കാരെ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു രീതിയിൽ, 7ാമത്തെ ചാപ്റ്റർ ആണ് ഇടാ, ക്വസ്റ്റ്യൻ 2 മാറിപ്പോയതാണ്, സോറി.
അപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ആൾക്കാരെ നമ്മൾ മാറ്റുന്നത് ഏതാണ്? അവരെ കൊണ്ട് നമ്മൾ പ്രേരിപ്പിച്ച് ജോലി എടുപ്പിക്കുകയാണ്. അതിന് നമ്മൾ എന്താ പറയുക? മോട്ടിവേഷൻ, സൂപ്പർവിഷൻ, അല്ലെങ്കിൽ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ, ഇതൊന്നും അല്ലാതെ മറ്റെന്തെങ്കിലും ഉണ്ടോ? അപ്പം നമ്മുടെ റാഷി പറഞ്ഞിട്ടുണ്ട് മോട്ടിവേഷൻ ആണെന്ന്. റാഷി പറഞ്ഞാൽ പിന്നെ വേറെ ഉത്തരവില്ല. നിങ്ങൾ സോൾവ് ചെയ്തിട്ടുണ്ടാവില്ല. ഒബ്സർവ് ദ ഗിവൺ ഡയഗ്രാം. ഈ നൽകിയിരിക്കുന്ന ഡയഗ്രാം നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുക. ഇത് ഏത് കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് ആണ്? ഇത് ഏത് കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് ആണ്? ഒന്ന് കമന്റ് ചെയ്ത് നോക്കട്ടെ. ഇതിന്റെ ആൻസർ ഞാൻ പറയില്ല, അതിനെക്കുറിച്ച് എന്താണെന്നുള്ളത് ഞാൻ പറയാം. ഇത് ഏത് കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് ആണ്? ഇതുപോലെ ഒരു പിക്ചർ തന്നിട്ട് നിങ്ങളോട് ഐഡന്റിഫൈ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യുക? ഇത് ഏത് കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് ആണ്? കഴിഞ്ഞ ആൻസർ മോട്ടിവേഷൻ തന്നെയാണ് ഹരികൃഷ്ണ, അതൊക്കെ ശരിയാണ്. ഫീന മോട്ടിവേഷൻ തന്നെയായിരുന്നുടാ. അപ്പം ഇത് ഏത് ടൈപ്പ് ഓഫ് എക്സാക്ട്ലി നമ്മുടെ പർവീനാണോ പ്രവീണാണോ എന്നറിയില്ല. ഇറ്റ് ഈസ് വീൽ കമ്മ്യൂണിക്കേഷൻ ആണ്. വീൽ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് ആണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ ഇവിടെ നമ്മുടെ സുപ്പീരിയർ അല്ലെങ്കിൽ നമ്മുടെ ടീം ഹെഡ് എന്നൊക്കെ നമുക്ക് പറയാം. ഇവിടെ നമ്മുടെ ടീം ഹെഡ് എന്തുണ്ടാവും? ഒരു ഹബ്ബായിട്ടുണ്ടാവും. ഇതിലൂടെ മാത്രമേ എംപ്ലോയീസിന് കമ്മ്യൂണിക്കേഷൻസ് അടുത്ത ആൾക്കാരിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പുറത്തും ഇപ്പുറത്തുള്ള ആൾക്കാരോട് പോലും നമുക്കത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പം പവിത്ര, അതുപോലെ തന്നെ ഫാത്തിമ, അനാമിക എന്താ ചെയ്യുക? 1600 ആളുള്ളതിൽ 1600 ആൾക്കാരും ആൻസർ റൈറ്റ് ആയിട്ട് കമന്റ് ചെയ്യുന്നുണ്ട്. ഒന്നും വയ്യ അല്ലേ അമ്മോ? നെയിം എനി 2 ടൈപ്സ് ഓഫ് ഫോർമൽ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക്. ഏതെങ്കിലും 2 ഫോർമൽ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് നിങ്ങൾ കമന്റ് ചെയ്യണം. അത് സിംഗിൾ ചെയിൻ ആവാം, വൈ പാറ്റേൺ ആവാം, വീൽ പാറ്റേൺ ആവാം, സർക്കിൾ പാറ്റേൺ ആവാം, ഫ്രീ ഫ്ലോ ആവാം, ഇൻവേർട്ടഡ് വി ആവാം. നിങ്ങൾക്ക് ഏത് വേണേലും കമന്റ് ചെയ്യാം. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലീഡർഷിപ്പ് സ്റ്റൈൽസ്, 3 മാർക്കിനുള്ള ചോദ്യമാണ്. എക്സ്പ്ലെയിൻ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലീഡർഷിപ്പ് സ്റ്റൈൽ. 3ഉം ഒരു വിധപ്പെട്ട് നിങ്ങൾ 2 മാർക്കിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പഠിച്ചോ. കാരണം ഈ 3 മാർക്ക് എന്നുള്ളത് തന്നെ ആയിരിക്കണം എന്നൊന്നുമില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും 2 ഓപ്ഷൻസ് വന്നിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയും. അപ്പോൾ ഓട്ടോക്രാറ്റിക് അല്ലെങ്കിൽ അതോറിറ്റേറിയൻ ലീഡർ എന്ന് വെച്ച് കഴിഞ്ഞാൽ സബോർഡിനേറ്റ്സ് ഇവരുടെ തീരുമാനങ്ങളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യില്ല, അവർ തന്നെ തീരുമാനിക്കുന്നതാണ്. ഡെമോക്രാറ്റിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻട്രലൈസ്ഡ് അല്ല, ഡീസെൻട്രലൈസ്ഡ് ആണ്, എല്ലാവർക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ലേസേഴ്സ് ഫെയർ അല്ലെങ്കിൽ ഫ്രീ റെയിൻ ലീഡേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആവശ്യം വരുന്ന സമയത്ത് മാത്രമേ പവർ അവരിൽ അടിച്ചേൽപ്പിക്കാറുള്ളൂ. എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള രീതിയിൽ പെർഫോം ചെയ്യാം എന്ന് പറയുന്ന ടൈപ്പ് ഓഫ് ലീഡേഴ്സ് ആണ്. നമ്മുടെ ലൈവിന്റെ കൗണ്ട് നോക്കി 1666. കൊള്ളാം അല്ലേ? വാട്ട് ഇഫ് അത് 6666 ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ? നിങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാലേ പറ്റൂ. ഞാൻ വിചാരിക്കുന്നുണ്ട്, പക്ഷെ പറ്റുന്നില്ല. സ്റ്റേറ്റ് ദ ഫീച്ചേഴ്സ് ഓഫ് ലീഡർഷിപ്പ്. 3 മാർക്കിനുള്ള ചോദ്യമാണ്. എന്തൊക്കെ എഴുതുക? മറ്റുള്ളവർ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള ഒരാളുടെ എബിലിറ്റിനെയാണ് നമ്മൾ ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. ആൾക്കാരുടെ ബിഹേവിയറിൽ ചേഞ്ച് കൊണ്ടുവരാനുള്ള ഒരാളുടെ കപ്പാസിറ്റിനെയാണ് നമ്മൾ ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. അതുപോലെ ലീഡേഴ്സും ഫോളോവേഴ്സും തമ്മിലുള്ള റിലേഷൻ ആണ് ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. കോമൺ ഗോൾസ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലീഡർഷിപ്പ് ഉള്ളത്. ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ് ആണ്. നൗ ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ഫോർമൽ ആൻഡ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ. 4 മാർക്കിനുള്ള ഒരു ചോദ്യമാണ്. ഫോർമൽ ഓർഗനൈസേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ അതോറിറ്റീസ് ആൻഡ് ആസ് ഡിഫൈൻഡ് ബൈ ദ മാനേജ്മെന്റ്. മാനേജ്മെന്റ് തീരുമാനിച്ചതുപോലെ അതോറിറ്റീസ് തമ്മിൽ എന്ത് റിലേഷൻ ആണോ ഉള്ളത് അത് ഡിഫൈൻ ചെയ്യുന്നതാണ് ഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ഇൻഫോർമൽ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഇൻഫോർമൽ റിലേഷൻസ് എന്ന് പറയുന്നത് ആൾക്കാരുടെ സോഷ്യൽ ബിഹേവിയർ കൊണ്ടോ അല്ലെങ്കിൽ പേഴ്സണൽ അറ്റാച്ച്മെന്റ് കൊണ്ടോ അവിടെ രൂപപ്പെടുന്ന ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷണൽ സ്ട്രക്ചർ ആണ്. അപ്പൊ ഫോർമലും ഇൻഫോർമലും എന്താണെന്നുള്ളത് നോക്കുക. ഇനി ഒരു മാച്ച് ദ ഫോളോയിങ് ആണ്. റെഡിയല്ലേ ചെയ്യാൻ? മാച്ച് ദ ഫോളോയിങ് ചെയ്യാൻ റെഡിയാണോ? മാച്ച് ദ ഫോളോയിങ് ചെയ്യാൻ റെഡിയാണോ? ഇവിടെ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ABCD എന്ന് പറയാം. ഇത് നമുക്ക് 1 2 then 3 4 തുടങ്ങിക്കോ. ആക്ട് ഓഫ് ഓവർസീയിങ് സംതിങ്. നമ്മൾ എന്തെങ്കിലും കാര്യം നോക്കി കാണുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വീക്ഷിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ എന്താണ് പറയാ? ഫിദ ഫസ്റ്റ് ആൻസർ. ഓ മിദ്ലാജ് ഇവിടെ ഉണ്ടായിരുന്നോ? സൗണ്ട് കുറവാണെന്ന് പറയുന്നുണ്ട്. അത് എൻ്റെ സൗണ്ട് കുറഞ്ഞതാവാനാണ് സാധ്യത. അപ്പൊ ഒന്നാമത്തേത് ഏതാണ്? ആക്ട് ഓഫ് ഓവർസീയിങ് സംതിങ് എന്ന് പറയുന്നത് സൂപ്പർവിഷൻ ആണ് എന്നാണ് ആദ്യത്തെ കമന്റ്. സത്യമാണ്, സൂപ്പർവിഷൻ ആണ്. ആക്ട് ഓഫ് സ്റ്റിമുലേറ്റിംഗ് പീപ്പിൾ ടു ആക്ഷൻ. ആൾക്കാരെ നമ്മൾ കാര്യങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നുണ്ടെങ്കിൽ അപ്പോ അതിന് നമ്മൾ എന്താ പറയാ? അബ്ബാസ് ഒക്കെ പറഞ്ഞ ശരിയാണോ? ഒന്ന് C ആണെടാ, B അല്ലടാ. ആൾക്കാരെ കൊണ്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്യിക്കാൻ പ്രേരിപ്പിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് എന്താ പറയാ? അപ്പൊ ഒന്ന് C ആണ് നമ്മുടെ ഐശ്വര്യ പറയുന്നുണ്ട്, അബ്ബാസ് പറയുന്നുണ്ട്, ആദിത്യൻ പറയുന്നുണ്ട്. വെരി ഗുഡ്. 2 D ആണ്, നമ്മൾ അവരെ കൊണ്ട് കാര്യങ്ങൾ ചെയ്യിപ്പിക്കുന്നത് മോട്ടിവേഷൻ ആണ് അല്ലേ? അടുത്തത് ആക്ട് ഓഫ് ഷെയറിങ് ഇൻഫർമേഷൻസ് നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കതിനെ കമ്മ്യൂണിക്കേഷൻ എന്ന് വിളിക്കാം. ആൾക്കാർ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള എബിലിറ്റി നമുക്കുണ്ടെങ്കിൽ നമുക്കതിനെ ലീഡർഷിപ്പ് എന്ന് വിളിക്കാം. വെരി ഗുഡ്.
അപ്പം മലയാളത്തിൽ വേണ്ടുന്ന ആൾക്കാർക്ക് മലയാളത്തിലും ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ലിസ്റ്റ് ഔട്ട് ദി പ്രിൻസിപ്പിൾസ് ഓഫ് ഡയറക്റ്റിംഗ്. 4 മാർക്കിനാണ് ഡയറക്റ്റിംഗിന്റെ പ്രിൻസിപ്പിൾസ് ലിസ്റ്റ് ഔട്ട് ചെയ്യണം. 4 മാർക്കിന് ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം? 8 പ്രിൻസിപ്പിൾസ് ലിസ്റ്റ് ഔട്ട് ചെയ്യണം. എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം ചോദിച്ചേക്കാം. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? 2 മുതൽ 3 മാർക്ക് വരെ ഈ പറയുന്ന ഓരോന്നും ലിസ്റ്റ് ഔട്ട് ചെയ്യാൻ, ഇതിൽ പറയുന്ന ഓരോന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ റെഡി ആയിട്ടുണ്ടാവണം. മാക്സിമം ഇൻഡിവിജ്വൽ കോൺട്രിബ്യൂഷൻ, harmony of objective, unit of command, appropriateness of direction technique, managerial communication, use of informal organization, leadership and follow up. ഇതിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പഠിക്കാം. ഓക്കെ, പക്ഷേ അതിലൊരു പ്രശ്നം വരുന്നത് തൽക്കാലം നിങ്ങൾ ഏതെങ്കിലും 4 നാളത്തേക്ക് പഠിക്കുക. അതിൽ ഏതെങ്കിലും സ്പെസിഫൈഡ് ആയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ആ 4 പഠിച്ച് ചിലപ്പോൾ വേസ്റ്റ് ആയി പോകും. അപ്പം എന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. Every organization will be characterized by both centralization and decentralization. അതായത് എല്ലാ സ്ഥാപനങ്ങളിലും ഒരു പരിധി വരെ കേന്ദ്രീകരണവും വേണം, വികേന്ദ്രീകരണവും വേണം. ഇവിടെ ഇതിന്റെ ഡിഫറൻസ് എന്താണ് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. സെൻട്രലൈസേഷനും ഡീസെൻട്രലൈസേഷനും ഡിഫറൻസ് നിങ്ങൾക്ക് 2 മാർക്കിന് പറഞ്ഞു കൊടുക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഒരു എക്സാമ്പിൾ കൂടി കൊടുക്കുക. സെൻട്രലൈസേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺസെൻട്രേഷൻ ഓഫ് അതോറിറ്റി ആണ്. എന്താണ്? കോൺസെൻട്രേഷൻ ഓഫ് അതോറിറ്റി ആണ് എന്ത്? നമ്മുടെ സെൻട്രലൈസേഷൻ എന്ന് പറയുന്നത്. അതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് ഡീസെൻട്രലൈസേഷൻ. വാട്ട് ആർ ദ എലമെന്റ്സ് ഓഫ് ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി? എക്സ്പ്ലെയിൻ ബ്രീഫ്ലി. ഡെലിഗേഷൻ ഓഫ് അതോറിറ്റിയുടെ എലമെന്റ്സ് എന്തൊക്കെയാണെന്ന് ചോദിക്കുന്നുണ്ട്. അതോറിറ്റി, റെസ്പോൺസിബിലിറ്റി ആൻഡ് അക്കൗണ്ടബിലിറ്റി ആണ്. ഇത് മൂന്നും ഒരു 2 മാർക്ക് വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പഠിച്ചിട്ടുണ്ടാവണം. ഇതെങ്ങനെ ഫ്ലോ ചെയ്യുന്നു? അതോറിറ്റി എന്ന് പറയുന്നത് ഫ്ലോ ചെയ്യുന്നത് എങ്ങനെയാണ്? ടോപ്പ് ടു ബോട്ടം ആണ് അല്ലേ? റെസ്പോൺസിബിലിറ്റി ബോട്ടം ടു ടോപ്പ് ആണ്. അക്കൗണ്ടബിലിറ്റിയും ബോട്ടം ടു ടോപ്പ് ആണ്. 3 മാർക്കിന്റെ ഡിഫറൻസ് നമ്മൾ പഠിച്ചത് ഓർമ്മയുണ്ടല്ലോ. ഇനി ബാരിയേഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ 8 മാർക്കിന് ചോദിക്കാം. എക്സ്പ്ലെയിൻ ബാരിയേഴ്സ് ടു കമ്മ്യൂണിക്കേഷൻ. എന്തൊക്കെയാ ബാരിയേഴ്സ് ടു കമ്മ്യൂണിക്കേഷൻ? സെമാൻറ്റിക് ബാരിയേഴ്സ് ആയിരിക്കാം, സൈക്കോളജിക്കൽ ബാരിയേഴ്സ് ആയിരിക്കാം, ഓർഗനൈസേഷണൽ ബാരിയേഴ്സ് ആവാം, പേഴ്സണൽ ബാരിയേഴ്സ് ആവാം. ഇനി പറയുന്നതിൽ ഏതെങ്കിലും നിങ്ങളോട് 3 മാർക്കിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിക്കുന്നതും ആവാം. 8 മാർക്കിന് തന്നെ ചോദിക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. ഇനി അബ്രഹാം മാസ്ലോന്റെ ഹൈറാർക്കിയൽ തിയറി ഓഫ് മോട്ടിവേഷൻ ഉണ്ട്, അത് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യണം. 8 മാർക്കിനൊക്കെ അത് ചോദിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ് ആയിട്ടും നിർബന്ധമായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഡയഗ്രാം വരച്ചിട്ടുണ്ടാവണം. എന്തൊക്കെയാണ്? ഒന്നുള്ളത് ഫിസിയോളജിക്കൽ നീഡ്സ് ആണ്. നമുക്ക് ഫുഡ്, ഇങ്ങനെയുള്ള ബേസിക് നീഡ്സ് ആണ് നമുക്ക് ആദ്യം ഉണ്ടാവുക. രണ്ടാമത് നമുക്ക് വേണ്ടുന്ന സേഫ്റ്റി നീഡ്സ് ആണ്. നമ്മൾ സേഫ് ആയിരിക്കണം, നമുക്കൊരു സേഫ് ആയിട്ടുള്ള ജോബ് വേണം എന്നുള്ള തോട്ടാണ് അതിനകത്ത് ഉണ്ടാവുക. മൂന്നാമത്തത് സോഷ്യൽ നീഡ്സ് അല്ലെങ്കിൽ സെൽഫ് ബിലോങ്ങിങ്നെസ് നീഡ്സ് എന്നൊക്കെ നമ്മൾ പറയും. അതായത് നമുക്ക് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവണം, ഓർഗനൈസേഷനിൽ ഫ്രണ്ട്സ് ഉണ്ടാവണം, നല്ല ഫാമിലി വേണം എന്നൊക്കെ തോന്നുന്നൊരു നീഡാണ്. ഇനിയുള്ളത് എസ്റ്റീം നീഡ്സ് ആണ്. സെൽഫ് റെസ്പെക്റ്റ് കിട്ടണം, ഓർഗനൈസേഷനിൽ നമ്മൾ റെക്കഗ്നൈസ് ചെയ്യണം എന്നുള്ള തോട്ട്. ഇതുകൂടി സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സെൽഫ് ആക്ച്വലൈസേഷൻ നീഡിന് വേണ്ടിയിട്ടാണ് ട്രൈ ചെയ്യുക. നമുക്ക് എന്താണോ ഏറ്റവും അടിപൊളിയായിട്ട് അച്ചീവ് ചെയ്യാൻ പറ്റുക അതിലേക്കാണ് നമ്മൾ പോവുക. അതിനെയാണ് നമ്മൾ സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ് എന്ന് പറയുന്നത്. സോ ഒരാളുടെ ബേസിക് നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ആൾ അടുത്ത ലെവലിലേക്ക് പോകുന്നുള്ളൂ എന്നാണ് പറയുക. ഇനിയുള്ളത് എലമെന്റ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യണം. 8 മാർക്കിനുള്ള ചോദ്യമാണ്. എന്തൊക്കെയുണ്ട്? സെൻറ്റർ വേണം, മെസ്സേജ് വേണം, എൻകോഡിംഗ്, മീഡിയ, ഡീകോഡിംഗ്, റിസീവർ, ഫീഡ്ബാക്ക് ആൻഡ് നോയ്സ്. ഇത്രയും കാര്യങ്ങൾ വേണം. ഡയഗ്രാം വരക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് വരയ്ക്കേണ്ടത്. നാളത്തേക്ക് ഇതൊന്നും പഠിക്കാത്ത ആൾക്കാർ, സമയമില്ലാത്ത ആൾക്കാർ ഇത് ഒഴിവാക്കുക. ഇതുകൂടി കണ്ടിട്ട് പാനിക് ആവണ്ട. പോസിബിലിറ്റീസ് വെരി ലെസ്. ഇനി Sun Limited offers shares to its employees at a price which is lower than the market price. മാർക്കറ്റ് പ്രൈസിനെക്കാളും കുറഞ്ഞ വിലയിൽ ഷെയർ എംപ്ലോയീസിന് ഓഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് ഏത് ടൈപ്പ് ഓഫ് ഇൻസെൻറ്റീവ് ആണ്? അത് പേര് നിങ്ങൾ മെൻഷൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. സിമിലർ ആയിട്ടുള്ള 4 എണ്ണം എക്സ്പ്ലെയിൻ ചെയ്യണം. അത് ഫിനാൻഷ്യൽ അല്ലെങ്കിൽ മോണിറ്ററി ഇൻസെൻറ്റീവ് ആണ്. അത് സിമിലർ ആയിട്ടുള്ള ഓപ്ഷൻസ് ഇവിടെ നിങ്ങൾക്ക് കാണാം. പ്രോഫിറ്റ് ഷെയറിംഗ്, ബോണസ്, റിട്ടയർമെന്റ് ബെനിഫിറ്റ്സ്, പെർക്യൂസിറ്റ്സ് ഒക്കെ. ഇനി നമ്മൾ നമ്മുടെ 8ാമത്തെ ചാപ്റ്ററിലേക്ക് പോവുകയാണ്. ആൻഡ് ദാറ്റ് ഈസ് കൺട്രോളിംഗ്. വെറും 6 മാർക്കിനുള്ള ചാപ്റ്റർ ആണ്. അപ്പോൾ 1ാമത്തെ ചോദ്യം അവിടെ നിൽക്കട്ടെ, അത് നമുക്ക് സ്കിപ്പ് ചെയ്യാം. 2ാമത്തെ ചോദ്യം, റൈറ്റ് ദ 4 സ്റ്റെപ്സ് ഓഫ് കൺട്രോളിംഗ് പ്രോസസ്. കൺട്രോളിംഗ് പ്രോസസ്സിന്റെ 4 സ്റ്റെപ്സ് റൈറ്റ് ചെയ്യാനാണ് പറയുന്നത്. 2 മാർക്ക് ആയതുകൊണ്ട് 4 എണ്ണം ചോദിച്ചിട്ടുള്ളത് കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്താൽ മതി? നിങ്ങൾ ജസ്റ്റ് ഒന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്താൽ മാത്രം മതി. എന്തൊക്കെയുണ്ട്? പെർഫോമൻസ് സ്റ്റാൻഡേർഡ് നമ്മൾ സെറ്റ് ചെയ്യണം, ആക്ച്വൽ പെർഫോമൻസ് മെഷർ ചെയ്യണം, ആക്ച്വൽ പെർഫോമൻസും സ്റ്റാൻഡേർഡ് നമ്മൾ കമ്പയർ ചെയ്യണം, ഡീവിയേഷൻസ് ഉണ്ടെങ്കിൽ അത് അനലൈസ് ചെയ്യണം, നമ്മൾ ആക്ഷൻസ് എടുത്തിട്ടുണ്ടാവണം. ഇതേ ചോദ്യം 5 മാർക്കിന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ചോദിക്കാം. അപ്പം നിങ്ങൾ ഇത് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടാവണം.
ബ്രീഫ്ലി എക്സ്പ്ലെയിൻ എനി 3 ഇമ്പോർട്ടൻസ് ഓഫ് കൺട്രോളിംഗ്. കൺട്രോളിങ്ങിന്റെ ഏതെങ്കിലും 3 ഇമ്പോർട്ടൻസ്. എന്തൊക്കെ എഴുതാം? ഓർഗനൈസേഷണൽ ഗോൾസ് അച്ചീവ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്, സ്റ്റാൻഡേർഡ്സ് പ്രോപ്പർ ആണോ എന്ന് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്, റിസോഴ്സസ് മനോഹരമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. അങ്ങനെ തുടങ്ങിയിട്ട് ഏതെങ്കിലും 3 എക്സ്പ്ലെയിൻ ചെയ്യുക. ഇനി പ്ലാനിങ്ങും കൺട്രോളിങ്ങും ഇന്റർ റിലേറ്റഡ് ആണോ എന്ന് പറയുന്നുണ്ട്. ഇതിൽ നിങ്ങളുടെ ഉത്തരം എന്താണ്? പ്ലാനിങ്ങും കൺട്രോളിങ്ങും ഇന്റർ റിലേറ്റഡ് ആണോ? പ്ലാനിങ്ങും കൺട്രോളിങ്ങും ഇന്റർ റിലേറ്റഡ് ആണ്. കാരണം പ്ലാനിംഗ് ആണ് കൺട്രോളിങ്ങിന് വേണ്ടുന്ന സ്റ്റാൻഡേർഡ്സ് പെർഫോം ചെയ്യുന്നത്. ഇത് രണ്ടും ഇന്റർ ഡിപ്പെൻഡന്റ് ആൻഡ് ഇൻസെപ്പറബിൾ ട്വിൻസ് ഓഫ് മാനേജ്മെന്റ് എന്നാണ് നമ്മൾ പറയുക. പ്ലാനിംഗ് ഉണ്ടെങ്കിൽ മാത്രമേ കൺട്രോളിംഗ് ഉണ്ടാവുള്ളൂ. പ്ലാനിംഗ് ഒരു തിങ്കിങ് പ്രോസസ്സാണ്. കൺട്രോളിംഗ് എന്ന് പറയുന്നത് ആ തോട്ട് എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. തുടങ്ങിയിട്ടുള്ള പോയിന്റ്സ് ഒക്കെ നിങ്ങൾക്ക് ഒരുപാട് എഴുതാനുണ്ട്. ഓക്കെ, ഇനി പ്ലാനിംഗ് ആൻഡ് കൺട്രോളിംഗ് ആർ ബോത്ത് ബാക്ക്വേർഡ് ലുക്കിംഗ് ആസ് വെൽ ആസ് ഫോർവേഡ് ലുക്കിംഗ്. അല്ലെങ്കിൽ ഇങ്ങനെയും ചോദിക്കാം, പ്ലാനിംഗ് ബാക്ക്വേർഡ് ആണ്, കൺട്രോളിംഗ് ഫോർവേഡ് ആണ്. ഇനി അതും അല്ലെങ്കിൽ കൺട്രോളിംഗ് ഫോർവേഡ് ആണ്, പ്ലാനിംഗ് ബാക്ക്വേർഡ് ആണ്. ഈ ഒരു പെർട്ടിക്കുലർ ടോപ്പിക്കിൽ നിന്ന് 3 ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കാൻ സാധ്യതയുള്ളത്. ഈ ഒരു ചോദ്യമാണ് ചോദിക്കുന്നതെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? പ്ലാൻസ് നമ്മൾ ഫ്യൂച്ചറിലേക്കാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? നാളേക്കുള്ള കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നതുകൊണ്ട് അത് ഫോർവേഡ് ആണെന്ന് പറയാം. നാളേക്കുള്ള കാര്യങ്ങൾ അത് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്? കൺട്രോളിങ്ങിൽ എന്താണ് നടക്കുന്നത് എന്ന് നോക്കിയിട്ടാണ്. സോ അത് ബാക്ക്വേർഡ് ആണെന്ന് പറയാം. ഇനി കൺട്രോളിങ്ങിൽ എന്താ നടക്കുന്നത്? കഴിഞ്ഞ കാര്യങ്ങളെല്ലാം പ്രോപ്പർ ആയിരുന്നു എന്ന് അനലൈസ് ചെയ്യുന്നതാണ്. വിച്ച് മീൻസ് ബാക്ക്വേർഡ് ലുക്കിംഗ് ആണ്. പക്ഷെ ഇത് എന്തിനാണ് നമ്മൾ അനലൈസ് ചെയ്യുന്നത്? നാളത്തെ പ്ലാൻ അടിപൊളിയാക്കാൻ വേണ്ടിയിട്ടാണ്. സോ ഫ്യൂച്ചറിസ്റ്റിക് ആണ്. ഇനി 13 മാർക്കിന്റെ ചോദ്യം വരുന്ന ഫിനാൻഷ്യൽ മാനേജ്മെന്റിലേക്ക് നമ്മൾ പോവാണ്. ഓക്കെ, അപ്പം ഉഷാറല്ലേ? 13 മാർക്കിന്റെ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ആണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. 8:21 ആയിട്ടുണ്ട്. 8:45 ആകുമ്പോഴത്തേക്ക് നമ്മൾ നമ്മുടെ ലൈവ് ഫിനിഷ് ചെയ്യും കേട്ടോ. ഉഷാറല്ലേ? ഞാൻ ഉഷാറല്ല കേട്ടോ, എൻ്റെ എനർജി മൊത്തം ബേണായി, നല്ല ചൂടും ഉണ്ട്. ഓക്കെ, നിങ്ങളാണെങ്കിൽ തീരെ എനിക്ക് സപ്പോർട്ട് തരുന്നില്ല. ഞാൻ തന്നെ ക്വസ്റ്റ്യൻ വായിക്കുന്നു, ഞാൻ തന്നെ ആൻസർ പറയുന്നു. ടീച്ചർ, ഇമ്പാക്ട് ഓഫ് ചേഞ്ച് ഓഫ് ഗവൺമെന്റ് പോളിസി ഡിലീറ്റഡ് ആണോ? അടുത്ത് ഡിലീറ്റഡ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞതിനൊക്കെ കാണുന്നുണ്ടോ? നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിക്കോട്ടോ. ഓക്കെ, സെറ്റാണ് മിസ് എന്നാണ് ഷഫ്ന പറയുന്നത്. പോരാ 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 എനിക്കൊരു എന്താ പറയാ, എനിക്കൊരു ഹാർട്ട്, ഒരു നല്ല പിങ്ക് ഷേപ്പിൽ അല്ലെങ്കിൽ ഡാർക്ക് ഷേപ്പിലുള്ള ഒരു ഹാർട്ട് നിങ്ങളൊക്കെ തരുകയാണെങ്കിൽ ഞാനൊന്ന് ബൂസ്റ്റ് ആവും. ഈവൻ AC ഇല്ലെങ്കിലും ചൂടാണെങ്കിലും ഞാൻ അഡ്ജസ്റ്റ് ചെയ്യും. നോക്കട്ടെ, നിങ്ങളുടെ ആ ഒരു പവർ കണ്ടിട്ട് വേണം എനിക്കിനി ബാക്കി കണ്ടിന്യൂ ചെയ്യാൻ. നോക്കട്ടെ. അപ്പൊ നമ്മുടെ സുജലക്ഷ്മിക്ക് മാത്രമേ എന്നോട് സ്നേഹമുള്ളൂ, അവൾ മാത്രമേ എന്നെ സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. ബാക്കി നിങ്ങൾ ആരും സപ്പോർട്ട് ചെയ്യുന്നില്ല കേട്ടോ. സൈഡിൽ ഒരുപാട് ഹൃദയങ്ങൾ വരുന്നുണ്ട്. അത് പോരാ, എനിക്ക് കമന്റ് ആയിട്ട് തന്നെ വേണം. കമന്റ് ആയിട്ട് തന്നെ എനിക്ക് സപ്പോർട്ട് കിട്ടണം, ഇല്ലാതെ ഞാൻ ബാക്കി ക്ലാസ് എടുക്കുന്നില്ല. ഓ, എനിക്ക് വയ്യ. കുറെ ആൾക്ക് ഒരുപാട് സ്നേഹമുണ്ട്, കുറെ ആൾക്ക് കുറച്ച് സ്നേഹമാണ്. മിസ് വെള്ളം കുടിക്കുമെന്ന് പറയുന്നുണ്ട്. തീർച്ചയായിട്ടും വെള്ളം ഞാൻ നന്നായിട്ട് കുടിക്കുന്നുണ്ട്. നിങ്ങൾ മുത്തല്ലേ? അപ്പൊ നമ്മൾ നമ്മുടെ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവാണ്. അപ്പൊ നമ്മുടെ ആദിത്യനും റഫീഖയും സഞ്ജീവ്, നന്ദു, ബ്ലാക്ക് ഗോഡ് ഗെയിമിംഗ് എല്ലാവരും എനിക്ക് നല്ല സപ്പോർട്ട് തരുന്നുണ്ട്. അപ്പൊ നമ്മൾ നമ്മുടെ 9ാമത്തെ ചാപ്റ്ററിലേക്ക് പോവാണ് കേട്ടോ. ഇനി 9ാമത്തെ ചാപ്റ്റർ അടക്കം വെറും 3 ചാപ്റ്റർ മാത്രമേ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളൂ. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഡസ് നോട്ട് എഫക്ട് ദ ഫിനാൻസിങ് ഡിസിഷൻ? ഇതിൽ ഏതാണ് ഫിനാൻസിങ് ഡിസിഷൻ എഫക്ട് ചെയ്യാത്തതെന്ന് ചോദിച്ചിട്ടുണ്ട്. നിങ്ങളുടെ സ്നേഹം വാരിക്കോരി വരുന്നത് കൊണ്ട് ആൻസർ ഞാൻ തന്നെ പറയാം. നമ്മുടെ ബഡ്ജറ്റും ഫിനാൻസിങ് ഡിസിഷൻസും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല. വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് നോട്ട് റിലേറ്റഡ് ടു റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിങ് എന്ന് ചോദിക്കുന്നുണ്ട്. അക്കൗണ്ടിങ് സെന്റർ ആണ് റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിങ്ങുമായിട്ട് ബന്ധമില്ലാത്തത്. ഓക്കെ, now the quantum of finance to be raised from various long term sources. ലോങ് ടേം സോഴ്സസിൽ നിന്ന് നമ്മൾ ഫണ്ട് റേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതെന്താണ് സൂചിപ്പിക്കുന്നത്? ഈസ് ഇറ്റ് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ, ഈസ് ഇറ്റ് ഫിനാൻസിങ് ഡിസിഷൻ, ഈസ് ഇറ്റ് ഡിവിഡൻഡ് ഡിസിഷൻ? ഇതിൽ ഏതാണ് നമ്മുടെ ആൻസർ? ഏതാണ്? എക്സാക്ട്ലി ക്വീൻ, ഇറ്റ് ഈസ് ഫിനാൻസിങ് ഡിസിഷൻ ആണ് മോളെ, സി അല്ല കേട്ടോ. അടുത്തത് ഡാഷ് റെഫേഴ്സ് ടു ദ മിക്സ് ഓഫ് ഓണേഴ്സ് ഫണ്ട് ആൻഡ് ബോറോഡ് ഫണ്ട്. ഓണേഴ്സിന്റെ ഫണ്ടും ബോറോഡ് ഫണ്ടും നമ്മൾ ഒരു ക്യാപിറ്റൽ ഉണ്ടാവണം എന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ എന്താണ് പറയുക? ഉടമസ്ഥത മൂലധനത്തിന്റെയും കടമെടുത്ത മൂലധനത്തിന്റെയും മിശ്രിതം സൂചിപ്പിക്കുന്നത് എന്താണ്? എക്സാക്ട്ലി ഇറ്റ് ഈസ് ക്യാപിറ്റൽ സ്ട്രക്ചർ. ശരിയാണ് വൈശാഖ്. റാണിമോൾ, താങ്ക് യു സോ മച്ച്. അമീന മുഹമ്മദ്, യുവർ ആൻസർ ഈസ് റൈറ്റ്. ഓക്കെ, നമ്മുടെ അടുത്ത ചോദ്യം ഇതാണ്. ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദ മീനിങ് ഓഫ് ഫിനാൻഷ്യൽ പ്ലാനിങ്. എന്താ ഫിനാൻഷ്യൽ പ്ലാനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കറണ്ട് ഫിനാൻഷ്യൽ സിറ്റുവേഷൻ നമ്മൾ അസസ് ചെയ്യുകയാണ്. അതുപോലെ നമ്മുടെ ഫ്യൂച്ചർ ഫിനാൻഷ്യൽ ഗോൾസ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുകയാണ്. അതെങ്ങനെയാണ് നമ്മൾ അച്ചീവ് ചെയ്യേണ്ടത് എന്ന് നമ്മൾ നോക്കുകയാണ്. ഇതിനെയാണ് നമ്മൾ ഫിനാൻഷ്യൽ പ്ലാനിങ് എന്ന് പറയുന്നത്. ഇനി ഫിനാൻസിങ് ഡിസിഷൻ എഫക്ട് ചെയ്യുന്ന ഏതെങ്കിലും 3 ഫാക്ടേഴ്സ്, 3 മാർക്കിനുള്ള ഒരു ചോദ്യമാണ്. ഫിനാൻസിങ് ഡിസിഷൻസിനെ എഫക്ട് ചെയ്യുന്ന ഏതെങ്കിലും 3 ഫാക്ടേഴ്സ് 3 മാർക്കിനുള്ള ചോദ്യമാണ്. എന്തൊക്കെ എഫക്ട് ചെയ്യുന്നുണ്ട്? ക്യാഷ് ഫ്ലോ പൊസിഷൻ, കൺട്രോൾ കൺസിഡറേഷൻ, ഫ്ലോട്ടേഷൻ കോസ്റ്റ്, ഇതൊക്കെ നമ്മുടെ ഫിനാൻസിങ് ഡിസിഷൻ. എവിടെ നിന്ന് ഫണ്ട് നമ്മൾ വാങ്ങിക്കണം,
ഇതിനെ നമ്മളെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ്. ഇനി എന്താണ് ഫിക്സ്ഡ് ക്യാപിറ്റൽ, എന്താണ് വർക്കിംഗ് ക്യാപിറ്റൽ? ഫിക്സ്ഡ് ക്യാപിറ്റൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ പെർമനന്റ് നേച്ചറിലുള്ളതാണ്. നമ്മൾ എപ്പോഴും നാളെ അത് ഡിസ്പോസ് ചെയ്ത് ക്യാഷിലേക്ക് ആക്കുന്നില്ല. ലിക്വിഡിറ്റി എന്ന് പറയുന്നത് ലോങ് ടേമിലേക്കുള്ളതാണ്. അതിനെയാണ് ഫിക്സ്ഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. എന്തിനാ നമുക്ക് ഫിക്സ്ഡ് ക്യാപിറ്റൽ? ബിൽഡിംഗ് വാങ്ങാൻ, പ്ലാന്റ് വാങ്ങാൻ, മെഷീനറി വാങ്ങാൻ, ഫിക്സ്ഡ് എക്യുപ്മെന്റ് വാങ്ങാൻ, അങ്ങനെ എന്ത് വേണമെങ്കിലും എഴുതാം. ഇനി പ്രവർത്തന മൂലധനം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ദൈനംദിനമായിട്ടുള്ള ചെലവുകൾ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഓർഗനൈസേഷനിൽ ആവശ്യമുള്ള എമൗണ്ട് ആണ്. ആ റിക്വയർമെന്റിനെയാണ് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെന്റ് എന്ന് പറയാ. ആ എമൗണ്ടിനെയാണ് നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയാ. അതായത് ഷോർട്ട് ടേം ലിക്വിഡിറ്റി ആണ്. ഇനിയുള്ളത് ക്യാപിറ്റൽ സ്ട്രക്ചർ റെഫേഴ്സ് ടു ദ കോമ്പിനേഷൻ ഓഫ് ഓണേഴ്സ് ഫണ്ട് ആൻഡ് ബോറോഡ് ഫണ്ട്. ഡു യു എഗ്രി? എഗ്രി ചെയ്യുന്നുണ്ട്. നേരത്തെ നമ്മളത് പഠിച്ചതാണ്. ചോദ്യം അത് മാത്രമല്ല, ഈ പറയുന്ന ക്യാപിറ്റൽ സ്ട്രക്ചർ ചൂസ് ചെയ്യാൻ നമ്മളെ ബാധിക്കുന്ന 3 ഫാക്ടേഴ്സ് കൂടി പറയണം. 4 മാർക്കിനുള്ള ഒരു ചോദ്യമാണ്. നേരത്തെ നമ്മൾ പഠിച്ചതുപോലെ തന്നെ ക്യാഷ് ഫ്ലോ പൊസിഷൻ, ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ, ഡെപ്റ്റ് കവറേജ് റേഷ്യോ, ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ, ആസ് യൂഷ്വൽ ഇതൊക്കെ 2 മാർക്കിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവണം. പഠിക്കൂലേടാ? പഠിക്കൂലേമോ? അപ്പൊ ബ്രോക്കൺ ഹാർട്ട് പറയടാ, പഠിക്കൂലേ? പഠിക്കൂലേ? Okay, Niranjan is appointed as a finance manager of a newly established company in Kochi. What are the factors he should consider for determining fixed capital requirement of a company? വളരെ സിമ്പിൾ ആയിട്ട് കമ്പനിയുടെ സ്ഥിര മൂലധന ആവശ്യകത നിർണ്ണയിക്കുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. കമ്പനിയുടെ നേച്ചർ എന്താണ്, എത്ര വലുതാണോ ചെറുതാണോ, then technique of production labor intensive ആണോ capital intensive ആണോ, growth prospectus എന്താണ്, ഡൈവേഴ്സിഫിക്കേഷൻ എങ്ങനെയാണ്, ഇതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ ആ ഫിക്സ്ഡ് ക്യാപിറ്റൽ റെഡിയാക്കുന്നത്. എല്ലാ ഫിനാൻഷ്യൽ മാനേജറും 3 തീരുമാനങ്ങൾ എടുക്കണം. 3 ഫിനാൻസിങ് ഡിസിഷൻസ് എടുക്കണം. ഏതൊക്കെയാണ് ആ 3 ഫിനാൻസിങ് ഡിസിഷൻ? അമ്മു രാജീവ്, ഏതാണ് ആ 3 ഫിനാൻസിങ് ഡിസിഷൻ? ഇല്ലെങ്കിൽ അബി ഇപ്പൊ പറയടാ, ഏതാണ് ആ 3 ഫിനാൻസിങ് ഡിസിഷൻ എന്ന് പറയുന്നത്? പോരട്ടെ, ഞാൻ തന്നെ പറയട്ടെ, സമയം നമുക്ക് കളയാനില്ലല്ലോ. സോ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ, ഫിനാൻസിങ് ഡിസിഷൻ, ഡിവിഡൻഡ് ഡിസിഷൻ, ഇത് 3 നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യണം. ഇത് 3 8 മാർക്കിന് ചോദിക്കാനുള്ള ഒരു പോസിബിലിറ്റി കൂടി ഉണ്ട്. ഓക്കെ, നൗ എക്സ്പ്ലെയിൻ 5 ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെന്റ് ഓഫ് എൻ ഓർഗനൈസേഷൻ. ഇത് വർക്കിംഗ് ക്യാപിറ്റൽ ആവാം, ഫിക്സ്ഡ് ക്യാപിറ്റൽ ആവാം. അപ്പൊ ഇതിനൊക്കെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കഴിഞ്ഞ ലൈവിൽ ആരോ എന്നോട് മിസ്സേ അത് ഇമ്പോർട്ടന്റ് ആണോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. യൂട്യൂണറെ, നീ ആയിരുന്നോ ചോദിച്ചത്? യൂട്യൂൺ ആണോ? അല്ല അല്ലേ? അല്ല. ലിയോ പറയൂ. ഓക്കെ, ഫൈൻ. എന്തൊക്കെയാണ്? ബിസിനസിന്റെ നേച്ചർ ഏതാണ്, സ്കെയിൽ ഓഫ് ഓപ്പറേഷൻ, ബിസിനസ് സൈക്കിൾ, ദെൻ പ്രൊഡക്ഷൻ സൈക്കിൾ. ബിസിനസ് സൈക്കിളും പ്രൊഡക്ഷൻ സൈക്കിളും മാറിപ്പോവരുത്. ദെൻ ക്രെഡിറ്റ് അലൗഡ്, ക്രെഡിറ്റ് അവൈൽഡ്, ഓപ്പറേറ്റിംഗ് എഫിഷ്യൻസി, അവൈലബിലിറ്റി ഓഫ് റോ മെറ്റീരിയൽസ്, ഗ്രോത്ത് പ്രോസ്പെക്ടസ്, ലെവൽ ഓഫ് കോമ്പറ്റീഷൻ. ഇതൊക്കെ നമ്മുടെ എന്തിനെ ബാധിക്കുന്നുണ്ട്? നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെന്റ്സിനെ ബാധിക്കുന്നുണ്ട്. അതുപോലെ ഫിക്സ്ഡ് ക്യാപിറ്റൽ റിക്വയർമെന്റും ചോദിക്കാം. 8 മാർക്കിനുള്ള അടുത്ത ചോദ്യമാണ്. One of the financial decision relates to the amount of profits to be retained in the business. ഓർഗനൈസേഷനിൽ എത്ര എമൗണ്ട് റീറ്റെയിൻ ചെയ്യണം എന്ന് തീരുമാനം എടുക്കുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ്, ഞാൻ ആൻസറും പറഞ്ഞു. ഓക്കെ, എത്ര എമൗണ്ട് ആണ് റീറ്റെയിൻ ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കുന്നത് ഏത് ഫിനാൻസിങ് ഡിസിഷൻ ആണ്? അത് ഐഡന്റിഫൈ ചെയ്യുക, അതിന്റെ 7 ഫാക്ടേഴ്സ് എക്സ്പ്ലെയിൻ ചെയ്യണം. ഏതാണ് ആൻസർ? ഞാൻ ആൻസർ പറഞ്ഞില്ല. ഓക്കെ, ഏതാണ് ആൻസർ? ഏതാടാ? ഏത് തീരുമാനത്തിലാണ് നമ്മൾ എത്ര എമൗണ്ട് നമ്മുടെ ഓർഗനൈസേഷനിൽ റീറ്റെയിൻ ചെയ്യണം, എത്ര എമൗണ്ട് നമ്മൾ നമ്മുടെ ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കണം എന്ന് തീരുമാനിക്കുന്നത്? ഏതാണ് ആ തീരുമാനം? ഡിവിഡൻഡ് ഡിസിഷൻ ആണ് അല്ലേ? ആൻഡ് അതിന്റെ ഫാക്ടേഴ്സ് കൂടി എക്സ്പ്ലെയിൻ ചെയ്യുക. നൗ വി വിൽ മൂവ് ടു ദ ബിഗ്ഗസ്റ്റ് ചാപ്റ്റർ, ലോങ്ങസ്റ്റ് ചാപ്റ്റർ. 12 മാർക്കിന് നമ്മളോട് ചോദിക്കാൻ സാധ്യതയുള്ള മാർക്കറ്റിംഗ് മാനേജ്മെന്റിലേക്ക് നമ്മൾ പോവുകയാണ്. റെഡിയാണോ? മാർക്കറ്റിംഗ് മാനേജ്മെന്റിലേക്ക് നമ്മൾ പോവാണ്. നിങ്ങൾ റെഡിയല്ലേ? അല്ലേടാ? പോരാട്ടോ, തീരെ എനർജി ഇല്ലാട്ടോ. റെഡിയാണോടാ? മാർക്കറ്റിംഗ് മാനേജ്മെന്റ് 12 മാർക്കിനുള്ള ചോദ്യമാണ്. ഓക്കെ, ഒന്നാമത്തെ ചോദ്യം, അഡ്വർടൈസിംഗ് ഫോൾസ് അണ്ടർ വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് എലമെന്റ്സ് ഓഫ് മാർക്കറ്റിംഗ് മിക്സ്? മാർക്കറ്റിംഗ് മിക്സ് എന്താണെന്ന് അറിയാത്തവർക്ക് ഇത് സോൾവ് ചെയ്യാൻ പറ്റില്ല. മാർക്കറ്റിംഗ് മിക്സിന്റെ ഏത് ഹെഡിലാണ്? റെഡിയാണ്. ഓക്കെ, അനു റെഡിയാണെന്ന്, ദേവിക, ദെൻ ഹെൻസ, ഓക്കെ, സൂരജ്, ഫൈസൽ, കുറെ ആൾക്കാർ ഞാൻ ഒന്ന് കാണട്ടെ കേട്ടോ. സുഹറ, ഹായ് സുഹറ, ഹായ് ഫാത്തു, ഹായ് ഷെറിൻ, നവ്യ രാജീവ്, സുഖല്ലേ? സുഖാണ് അല്ലേ? ഇഷ, നല്ല പേരാണ് ഇഷ. ഓക്കെ, നൗ ഓക്കെ, ഏതാണ് ആൻസർ? ഏതാണ്? റഫീഖ് പറയാണ് പ്രൊമോഷൻ മിക്സിലാണ് അഡ്വർടൈസിങ് വരിക എന്നുള്ളത്. അപ്പോൾ ഓരോന്നിലും എന്തൊക്കെ വരും എന്നുള്ളത് നിങ്ങൾ പഠിക്കണം കേട്ടോ. അടുത്ത ചോദ്യം, വിച്ച് ഫംഗ്ഷൻ ഓഫ് മാർക്കറ്റിംഗ് ഈസ് കോൾഡ് ആസ് സൈലന്റ് സെയിൽസ്മാൻ ഇൻ ദ മാർക്കറ്റ്?
സൈലന്റ് സെയിൽസ്മാൻ എന്ന് നമ്മൾ ഇതിൽ ആരെയാണ് വിളിക്കുക? മാർക്കറ്റിംഗ് ഫങ്ഷൻസ് അല്ലെ? മാർക്കറ്റിംഗ് ഫങ്ഷൻസ് 3 മാർക്കിന് മാർക്കറ്റിംഗ് ഫങ്ഷൻസ് ചോദിക്കാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. ദയവേത് മാർക്കറ്റിംഗ് ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് പോയിട്ട് നോക്കുക, പഠിക്കാട്ടോ. ഇതിലേതാണ് സൈലന്റ് സെയിൽസ്മാൻ? അഡ്വർടൈസിംഗ് ആണ് അല്ലേ? പോടാ, അഡ്വർടൈസിംഗ് അല്ല സൈലന്റ് സെയിൽസ്മാൻ, വെറുതെ എന്നെയും കൂടി തെറ്റിച്ചു. നമ്മുടെ പാക്കേജിങ്ങിനെയാണ് നമ്മൾ സൈലന്റ് സെയിൽസ്മാൻ എന്ന് പറയുന്നത്. ഇനി മാർക്കറ്റിംഗിലെ ഉൽപാദന ആശയം അഥവാ പ്രൊഡക്ഷൻ കൺസെപ്റ്റ് എന്താണെന്നുള്ളത് 2 മാർക്കിന് നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ എഴുതുക? പ്രൊഡക്ഷൻ കൺസെപ്റ്റ് എന്താണെന്നുള്ളത് 2 മാർക്കിന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ എഴുതുക? പ്രൊഡക്ഷൻ കൺസെപ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോ പ്രൈസും ഈസിലി അവൈലബിളും ആയിട്ടുള്ള പ്രൊഡക്ഷനെയാണ് ആൾക്കാർ അപ്രോച്ച് ചെയ്യുന്നത്. സോ എപ്പോഴും കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ നമ്മൾ വളരെ കുറക്കാൻ വേണ്ടിയിട്ടും നല്ല രീതിയിലുള്ള പ്രൊഡക്ഷൻ ടെക്നിക്കിലുമാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. സോ ദിസ് കൺസെപ്റ്റ് വിൽ ബി successful only if demand exceeds supply. Okay. ഇനി 2 മാർക്കിന്റെ മറ്റൊരു ചോദ്യം, സ്റ്റേറ്റ് ഇൻ 2 ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ഗുഡ് ബ്രാൻഡ് നെയിം. ഒരു നല്ല ബ്രാൻഡ് നെയിമിന് വേണ്ടുന്ന ഏതെങ്കിലും 2 ക്യാരക്ടറിസ്റ്റിക്സ് ചോദിക്കുകയാണ്. ഇറ്റ് ക്യാൻ ബി 3 ഓൾസോ. എന്തൊക്കെ എഴുതാൻ വേണ്ടിയിട്ട് പറ്റും? ഇറ്റ് ഷുഡ് ബി സിമ്പിൾ ആൻഡ് ഷോർട്ട്. ഇറ്റ് ഷുഡ് ബി സിമ്പിൾ, ഷോർട്ട് ആൻഡ് ഈസി ടു പ്രൊനൗൺസ്. നമുക്ക് ഈസി ആയിട്ട് പ്രൊനൗൺസ് ചെയ്യാം. അബി, അർജുൻ എന്നൊക്കെ പറയുന്നത് പോലെ, അല്ലാതെ കണ്ടം വെച്ച കൂട്ട് എന്നൊക്കെ പറയുമ്പോൾ ഒരു രസമില്ല അല്ലേ? സോ ഈസി ടു പ്രൊനൗൺസ് ആയിരിക്കണം. നമ്മളത് കാണുന്ന സമയത്ത് നമ്മുടെ കണ്ണിന് ഇങ്ങനെ ഒരു കുളിർമ തോന്നണം. പിന്നെ ഇറ്റ് ഷുഡ് ബി യുണീക്ക് ആൻഡ് ഡിസ്റ്റിങ്റ്റീവ്. ആർക്കും ഇല്ലാത്തതും മറ്റുള്ളവരിൽ നിന്നും വളരെ വ്യത്യാസപ്പെട്ടിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നതും ആയിരിക്കണം നല്ലൊരു ബ്രാൻഡ് നെയിം എന്ന് പറയുന്നത്. ആ ഒരു പ്രൊഡക്റ്റിന് എന്തെങ്കിലും ഒരു ബെനിഫിറ്റിന് അത് സജസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് കുറച്ചും കൂടി അടിപൊളിയായിരിക്കും. ഇനി ലെവൽസ് ഓഫ് പാക്കേജിങ് എന്തൊക്കെയാണ്? 3 മാർക്കിനുള്ള ഒരു ചോദ്യമാണ് ലെവൽസ് ഓഫ് പാക്കേജിങ്. എത്ര ലെവൽസ് ഓഫ് പാക്കേജിങ് ഉണ്ട് റാണിമോൾ? എത്ര ലെവൽസ് ഓഫ് പാക്കേജിങ് ഉണ്ട് അശ്വന്ത്? പറ, അശ്വന്ത് പറയും, അല്ലെങ്കിൽ ഇപ്പൊ യദു കൃഷ്ണ ദിലീപ് പറയും. എത്ര ലെവൽസ് ഓഫ് പാക്കേജിംഗ് ഉണ്ട്? ഇവിടെ തന്നെ നിങ്ങൾക്ക് കാണുന്നില്ലേ 3 ലെവൽസ് ഓഫ് പാക്കേജിംഗ് ആണുള്ളത്. പ്രൈമറി പാക്കേജിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊഡക്റ്റിനോട് വളരെ ക്ലോസ് ആയിട്ട് കിടക്കുന്ന ഒരു പാക്കേജിംഗ് ആണ്. പ്രൊഡക്റ്റിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഒരു പാക്കേജിംഗ്. രണ്ടാമത്തത് സെക്കൻഡറി പാക്കേജിംഗ്. അതായത് പ്രൈമറി പാക്കേജിങ്ങിന്റെ മുകളിലാണ് ഇത് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുക. നമുക്കൊരു ബ്രാൻഡിങ്ങും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. മൂന്നാമത്തത് ടേഴ്സറി പാക്കേജിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വെയർഹൗസിൽ നിന്നൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ട് കൈകാര്യം ചെയ്യാനോ, വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ട്രാൻസ്പോർട്ടേഷന് ഹെൽപ്പ് ചെയ്യുന്നതാണ് ടേഴ്സറി പാക്കേജിങ്. അപ്പൊ നമ്മുടെ സിയാദ്, സാൽവിനോ, ഉത്തര, അബ്ബാസ്, അഞ്ജു, റഫീഖ്, സ്നേഹ, ആസിഫ്, ഷിഞ്ചു, അശ്വതി ഗിരീഷ്, സാൽവിയോ ഒക്കെ ആൻസർ പറയുന്നുണ്ട്. ഹായ് അമ്മു. ഓക്കെ, നൗ വാട്ട് ഈസ് മാർക്കറ്റിംഗ് മിക്സ്? എക്സ്പ്ലെയിൻ ഇറ്റ്സ് എലമെന്റ്സ്. 4 മാർക്കിനും ചോദിക്കാം, ഇതേ ചോദ്യം 8 മാർക്കിനും ചോദിക്കാം. സോ രണ്ട് രീതിയിലും ആൻസർ ചെയ്യാൻ നിങ്ങൾ പ്രാപ്തരായിരിക്കണം. ഓക്കെ, അപ്പോൾ വാട്ട് ഈസ് മാർക്കറ്റിംഗ് മിക്സ്? എന്തൊക്കെ നമുക്ക് പറയാം? മാർക്കറ്റിംഗ് മിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മാർക്കറ്റിംഗ് ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മാർക്കറ്റിംഗ് ടൂൾസ് ആണ്. മാക്സിമം സാധനങ്ങൾ വിൽക്കുക, മാക്സിമം പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്ന് പറയുന്ന മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മാർക്കറ്റിംഗ് ടൂൾസ് ആണ് മാർക്കറ്റിംഗ് മിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. അതിൽ പ്രൊഡക്റ്റ് ഉണ്ട്, പ്രൈസ് ഉണ്ട്, പ്ലേസ് ഉണ്ട്, പ്രൊമോഷൻ ഉണ്ട്. മിനിമം അതിനകത്ത് എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് നിങ്ങൾ എന്ത് ചെയ്യുക? ഇത് നിങ്ങൾ എലാബറേറ്റ് ചെയ്യുക. ഓക്കെ, അതായത് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക. ഞാൻ ജസ്റ്റ് പോയിന്റ്സ് മാത്രം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, അത് വളരെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യണം. നൗ സ്റ്റേറ്റ് ഇനി 4 ഡിഫറൻസ് ബിറ്റ്വീൻ മാർക്കറ്റിംഗ് ആൻഡ് സെല്ലിംഗ്. മാർക്കറ്റിംഗും സെല്ലിംഗും നമുക്ക് എപ്പോഴും ഒരുപോലെ എന്ന് തോന്നുന്ന 2 കൺസെപ്റ്റ് ആണ്, പക്ഷെ ഇത് രണ്ടും വളരെ ഡിഫറെന്റ് ആണ്. അപ്പോൾ ഇത് രണ്ടിനെയും ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന കുറേ പോയിന്റ്സ് ഉണ്ട്, അത് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യണം. റെഡിയാണോ? റെഡിയാണോ? പോരാ, ഉഷാറില്ല, തീരെ ഉഷാറില്ല. ഒരു ചാപ്റ്ററിന് മുന്നേ ആണ് ഞാൻ നിങ്ങളുടെ ഉഷാറൊന്ന് ടെസ്റ്റ് ചെയ്തത്. ഓക്കെ, മാർക്കറ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമേഴ്സിന്റെ ആവശ്യങ്ങളിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. സെല്ലിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരാണോ സാധനങ്ങൾ വിൽക്കുന്നത് അവർക്ക് കൂടുതൽ ബെനിഫിറ്റ് ഉണ്ടാവണം എന്നുള്ള ആഗ്രഹമാണ്. പിന്നെ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് നമ്മൾ സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് മുന്നേ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ മാർക്കറ്റിംഗിൽ എന്താ ചെയ്യുന്നത്? നമ്മൾ ആൾക്കാരുടെ ഇൻഫർമേഷൻസ് ഗ്യാദർ ചെയ്യുന്നുണ്ട്, അവരുടെ നീഡ്സ് ആൻഡ് വോൺസ് ഐഡന്റിഫൈ ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പോൾ ഇത് പ്രൊഡക്ഷന് മുന്നേ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. സെല്ലിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊഡക്ഷൻ എപ്പോഴാണോ തീരുന്നത് അതിനുശേഷമാണ് നമ്മൾ സെല്ലിംഗ് ചെയ്യുക. ഇനിയുള്ളത് മാർക്കറ്റിംഗ് കസ്റ്റമർ ഓറിയന്റഡ് ആണ്, സെല്ലിംഗ് പ്രൊഡ്യൂസർ ആൻഡ് പ്രോഡക്റ്റ് ഓറിയന്റഡ് ആണ്. മാർക്കറ്റിംഗിൽ നമ്മൾ ശ്രദ്ധിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ഉണ്ടാവണം, പക്ഷെ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവണം. സെല്ലിംഗിലോ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ഉണ്ടാവണം, അത് സെയിൽസ് വോളിയം കൂട്ടിക്കൊണ്ടാവണം എന്നുള്ളൊരു കൺസെപ്റ്റിലാണ്. ഇനി
ഈ പറയുന്ന 3 എക്സ്പ്ലെയിൻ ചെയ്യണം. കഴിഞ്ഞ വർഷങ്ങളിൽ 6 മാർക്കിനുള്ളൊരു ചോദ്യമായിരുന്നു. നമുക്ക് 6 മാർക്ക് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇപ്പോൾ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് 2 മാർക്കിനോ 4 മാർക്കിനോ ഒക്കെ എക്സ്പെക്ട് ചെയ്യാം. എന്താണ് കൺവീനിയൻസ് പ്രോഡക്റ്റ്, എന്താണ് ഷോപ്പിംഗ് പ്രോഡക്റ്റ്, എന്താണ് സ്പെഷ്യാലിറ്റി പ്രോഡക്റ്റ്. വിച്ച് മീൻസ് നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റിന്റെ ക്ലാസിഫിക്കേഷൻസ് ഉണ്ടല്ലോ, പ്രൊഡക്റ്റിന് നമ്മൾ 2ആയിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്, കൺസ്യൂമർ പ്രോഡക്ട്സും ഇൻഡസ്ട്രിയൽ പ്രോഡക്റ്റും. ഇതിൽ കൺസ്യൂമർ പ്രോഡക്റ്റിന് നമ്മൾ എഗെയിൻ ഡ്യൂറബിലിറ്റി ബേസിസിലും ഷോപ്പിംഗ് എഫേർട്സ് ഇൻവോൾവ് എന്ന് പറഞ്ഞിട്ട് 2 കാറ്റഗറീസ് ആക്കിയിട്ടുണ്ട്. എഗെയിൻ അതിന് നമ്മൾ 3 ക്ലാസിഫിക്കേഷൻസ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ക്ലാസിഫിക്കേഷന്റെ ബേസിൽ 2 മുതൽ 4 മാർക്ക് വരെ എന്തെങ്കിലും ഇൻഡിവിജ്വലി ചോദിക്കാം. ലൈക്ക് ഇപ്പൊ നമ്മളോട് ഡ്യൂറബിൾ ഗുഡ്സ് എന്താണ്, അല്ലെങ്കിൽ കൺവീനിയന്റ് പ്രൊഡക്ട്സ് എന്താണ്, അല്ലെങ്കിൽ ഇതിന്റെ എക്സാമ്പിൾസ്, ഇങ്ങനെ ഏത് രീതിയിൽ വേണമെങ്കിലും വിഷ്ണു നമ്മളോട് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഇൻഡസ്ട്രിയൽ ഗുഡ്സിന്റെ കേസ് എടുക്കുകയാണെങ്കിലോ മെറ്റീരിയൽസ് ആൻഡ് പാർട്സ്, ക്യാപിറ്റൽ ഐറ്റംസ്, സപ്ലൈസ് ആൻഡ് ബിസിനസ്, സർവീസസ്. ഇത് നിങ്ങളോട് ഇങ്ങനെ മാത്രമേ എക്സാമ്പിൾസ് മാത്രമേ ചോദിക്കുള്ളൂ കേട്ടോ. ഓരോന്നിലും എന്തൊക്കെ സാധനങ്ങൾ, ഇൻസ്റ്റലേഷൻസിൽ എന്തൊക്കെ വരുന്നുണ്ട്, റോ മെറ്റീരിയൽസിൽ എന്തൊക്കെ വരുന്നുണ്ട്, കോമ്പോണന്റ് പാർട്സ് ആയിട്ട് നമുക്ക് എന്തൊക്കെ കൺസിഡർ ചെയ്യാം, ആ രീതിയിലുള്ള എക്സാമ്പിൾസ് മാത്രമേ ചോദിക്കുള്ളൂ. പക്ഷേ ഈ ഒരു സെക്ഷനിൽ നിന്ന് നിങ്ങളോട് ഈ പറയുന്നത് പോലെ കൺവീനിയന്റ് പ്രൊഡക്ട്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചീപ്പ് പ്രൊഡക്ട്സ്, നമ്മൾ റെഗുലർലി വാങ്ങിക്കുന്ന പ്രൊഡക്ട്സ്, ഷോപ്പിംഗ് പ്രൊഡക്ട്സ്, സ്പെഷ്യാലിറ്റി പ്രൊഡക്ട്സ്, ആ രീതിയിലുള്ള ചോദ്യം വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഇനിയുള്ള ഒരു മാച്ച് ദ ഫോളോയിങ് ആണ്. മാച്ച് ദ ഫോളോയിങ് ചെയ്യാൻ റെഡിയാണോ? ഡയഗ്രം ചോദിക്കൊന്നുമില്ല കേട്ടോ. മാച്ച് ദ ഫോളോയിങ് ചെയ്യാൻ റെഡിയാണോ? ടീച്ചറെ ഒരു കാര്യം ചോദിക്കാനുണ്ട് എന്നുള്ളത് മാത്രമേ എനിക്ക് വായിക്കാൻ പറ്റുള്ളൂ. ബാക്കി വായിക്കാൻ പറ്റിയില്ല. വിഷ്ണു ഇത് വരുമോ മിസ് എന്നായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക. അത് വരും കേട്ടോ. ഓക്കെ, എക്സ്ചേഞ്ച് വാല്യൂ ഓഫ് എ പ്രൊഡക്റ്റ് ഓർ സർവീസ്. എക്സ്ചേഞ്ച് വാല്യൂ ഓഫ് എ പ്രൊഡക്റ്റ് ഓർ സർവീസ് ആണെങ്കിൽ എന്താണ്? എക്സ്ചേഞ്ച് വാല്യൂ ഓഫ് എ പ്രൊഡക്റ്റ് ഓർ സർവീസ് ആണെങ്കിൽ ഇതിൽ പ്രൊഡക്റ്റ് ആണോ, പ്രൊമോഷൻ ആണോ, പ്ലേസ് ആണോ, പ്രൈസ് ആണോ? ഏതാണ്? ഒന്ന് കമന്റ് ചെയ്തേ, വേഗം കമന്റ് ചെയ്തേ. ഒരെണ്ണം നിങ്ങൾ കമന്റ് ചെയ്ത് ബാക്കി ഞാൻ പൂരിപ്പിച്ചോളാം. ഒരെണ്ണം. ഓക്കെ, ആദിത്യ പറയടാ, ഏതാണ് ആൻസർ? വർഗീസ്, ഏതാ നമ്മുടെ ആൻസർ? എക്സ്ചേഞ്ച് വാല്യൂ ഓഫ് എ എക്സാക്ട്ലി നമ്മുടെ റഫീഖാണ് ആൻസർ പറഞ്ഞത്. ഇറ്റ് ഈസ് പ്രൈസ്. എ ബണ്ടിൽ ഓഫ് യൂട്ടിലിറ്റീസ് എന്ന് പറയുന്നത് പ്രൊഡക്റ്റ് ആണ്. ടൂൾസ് ടു എൻഹാൻസ് സെയിൽസ്, പ്രൊമോഷൻ, മേക്കിംഗ് പ്രൊഡക്ട്സ് അവൈലബിൾ ടു കസ്റ്റമേഴ്സ്, പ്ലേസ് അല്ലെങ്കിൽ ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ. അടുത്ത ചോദ്യം, what is a paid form of communication and impersonal method of promotion? paid form of communication ആണ്, പക്ഷേ impersonal method of promotion ആണ്. which means പണം ചെലവാക്കിയിട്ടാണ് നമ്മൾ ഈ ഒരു അഡ്വർടൈസ്മെന്റ് നടത്തുന്നത്. പക്ഷേ ഇതിൽ ഒരിക്കലും നമ്മൾ സെല്ലറും ബയ്യറും മീറ്റ് ചെയ്യുന്നില്ല. ഏത് പ്രോസസ്സിനെ കുറിച്ചിട്ടാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്? കഴിഞ്ഞ ലൈവുകളിൽ ഇല്ലാത്ത ആൾക്കാരൊന്ന് കമന്റ് ചെയ്തേ. കുറുക്കൻ, ഇവിടെ ഏതിനെ കുറിച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത്? ജാക്സൺ ജോസ്, മിസ് 4 പീസ് ഓഫ് മാർക്കറ്റിംഗ് 8 മാർക്കിന് വരുമോ എന്ന് ചോദിക്കുന്നുണ്ട്. വരാം. അപ്പൊ നമ്മുടെ എന്തോ ജോയി ആണ് ആൻസർ പറഞ്ഞിട്ടത്. ഇറ്റ് ഈസ് അഡ്വർടൈസിംഗിന്റെ 3 മെറിറ്റ്സും 4 ഡിസഡ്വാൻറ്റേജസും. സോറി, 4 അഡ്വാൻറ്റേജസും 3 ലിമിറ്റേഷൻസും ചോദിച്ചിട്ടുണ്ട്. Okay, what do you mean by pricing of a product? Explain any 6 factors affecting the pricing of a product. എന്താണ് product pricing എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ എഫക്ട് ചെയ്യുന്ന ഏതെങ്കിലും 6 ഫാക്ടേഴ്സ് പറയണം. പറയൂലേ എന്താണ് പ്രോഡക്റ്റ് പ്രൈസിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ? വളരെ സിമ്പിൾ അല്ലേ. ഒരു ഉൽപ്പന്നത്തിന്റെ വില നിർണ്ണയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ അറിയേണ്ടത് പ്രൈസ് എന്താണെന്നുള്ളതാണ്. നമ്മളൊരു പ്രൊഡക്റ്റ് വാങ്ങിക്കുന്ന സമയത്ത് എന്താണോ നമ്മൾ അവർക്ക് പേ ചെയ്യുന്നത് അതാണ് പ്രൈസ്. ആ പ്രൈസ് എത്ര വേണം എന്ന് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത്, ഫിക്സ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് പ്രൈസിംഗ് എന്ന് നമ്മൾ പറയുന്നത്. അത് പ്രൈസിംഗ് ഒബ്ജക്റ്റീവ് നോക്കണം, പ്രൊഡക്റ്റ് കോസ്റ്റ് നോക്കണം, യൂട്ടിലിറ്റി ആൻഡ് ഡിമാൻഡ് നോക്കണം, കോമ്പറ്റീഷൻ നോക്കണം, ഗവൺമെന്റ് ആൻഡ് ലീഗൽ റെഗുലേഷൻസ് നോക്കണം, മാർക്കറ്റിംഗ് മെത്തേഡ്സ് നമ്മൾ നോക്കണം. നമ്മുടെ ലാസ്റ്റ് ചാപ്റ്റർ 5 മാർക്ക് മാത്രം ചോദിക്കുന്ന ഒരു ചാപ്റ്ററിലേക്ക് നമ്മൾ പോവാണ്. ഞാൻ പറഞ്ഞല്ലേ 8:45 ഞാൻ നിർത്തും ലൈവ് എന്ന്. അപ്പൊ മിൽക്ക് മേക്കും അണ്ടിപ്പരിപ്പും ഒരു അത്ഭുത രുചിയുള്ള നാരങ്ങാ വെള്ളം എങ്ങനെ തയ്യാറാക്കാം എന്ന് നോക്കാം. അപ്പൊ മുഹമ്മദ് റിസ്വാനെ നിന്നെ ഞാൻ ഓടിക്കൂട്ടോ ഇവിടുന്ന്. അശ്വന്തേ റെഡി അല്ലേ? ലാസ്റ്റ് ചാപ്റ്ററിലേക്ക് നമ്മൾ പോവാണ്. വെറും 5 മിനിറ്റ് കൊണ്ട് നമുക്ക് ലാസ്റ്റ് ചാപ്റ്റർ തീർക്കാം. ഇതില്ലാന്നുണ്ടെങ്കിൽ ഞാൻ ചിലപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ ഉരുകി മരിച്ചു പോകും. ഓക്കെ, ടീച്ചർ ഒന്ന് മൈൻഡ് ആക്കുമെന്ന് ചോദിക്കുന്നുണ്ട്. എന്താ സച്ചിന്റെ പ്രശ്നം? അപ്പൊ നാളെ രാവിലത്തെ ലൈവിൽ നിങ്ങൾ എല്ലാവരും ഉണ്ടാവില്ലേ? ഇനി ഈ ലൈവിൽ കയറാത്ത ആൾക്കാരോട് പറയണം എക്സാമിന്റെ അന്ന് രാവിലെ എങ്കിലും കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കണം എന്നുള്ളത്. ചില ആൾക്കാർ പഠിക്കാൻ പോകും, ക്വസ്റ്റ്യൻസ് ഒന്നും നോക്കൂല, കാര്യമൊന്നും ഉണ്ടാവില്ല. ക്വസ്റ്റ്യൻസ് മാക്സിമം സോൾവ് ചെയ്താൽ മാത്രമേ എക്സാമിൽ നിങ്ങൾക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മുടെ ദേവിക ഓക്കെ എല്ലാരും റെഡി ആണെന്ന് പറയുന്നുണ്ട്. ജിഷ റെഡിയല്ലേ? ജിഷ ഓക്കെ. അഖിൽ, ഷന, ആഷിഖ്, സാൻ, മിസ്റ്റർ സ്റ്റാർക്ക്. ഹായ് മിസ്റ്റർ സ്റ്റാർക്ക്. Okay, now we will move
on to the first question, and the first question is, which one of the following apex body of redressal agency is which one of the following is the apex body of redressal agency under Consumer Protection Act 1986? ഏതാണ് അപ്പെക്സ് ബോഡി? ഏതാ അപ്പെക്സ് ബോഡി എന്ന് പറയുമ്പോൾ ഏറ്റവും ടോപ്പ് ലെവലിലുള്ളത്. അപ്പോൾ അയ്യോ ആരോ ആൻസർ പറഞ്ഞു ഞാൻ കണ്ടില്ലടാ, ഡിസ്ട്രിക്ട് 4. രണ്ടാമത്തത്, വാട്ട് ഡു യു മീൻ ബൈ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ? ഉപഭോക്തൃ സംരക്ഷണത്തിന്റെ പ്രാധാന്യം എന്തെന്നല്ല, വാട്ട് ഡു യു മീൻ ബൈ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ? ഉപഭോക്തൃ സംരക്ഷണം എന്നാൽ അല്ലെങ്കിൽ എന്താണ്? എന്താ ഉപഭോക്തൃ സംരക്ഷണം എന്ന് വെച്ച് കഴിഞ്ഞാല്? നാഷണൽ കമ്മീഷനാണ് ടോപ്പ്, എന്നെയും കൂടി തെറ്റിച്ചു. ഓക്കെ, എന്താണ് ഉപഭോക്തൃ സംരക്ഷണം? ഓക്കെ, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കൺസ്യൂമേഴ്സിന് കുറച്ച് റൈറ്റ്സും റെസ്പോൺസിബിലിറ്റീസും ഉണ്ട്. അവർക്ക് പലതരത്തിലുള്ള പരാതികളുണ്ട്. ഇതൊക്കെ എങ്ങനെ ഫേസ് ചെയ്യണം എന്ന് നമ്മൾ അവരെ പഠിപ്പിക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്? കൺസ്യൂമർ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത്. ഇനി ഡിസ്ക്രൈബ് എനി വൺ ഓഫ് ദ റിഡ്രസൽ ഏജൻസി അണ്ടർ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 1986. ഇതിൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരമുള്ള ഏതെങ്കിലും ഒരു റിഡ്രസൽ ഏജൻസീസിനെ കുറിച്ച് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യണം. ഡിസ്ട്രിക്ട് കൺസ്യൂമർ ഡിസ്പ്യൂട്ട് റിഡ്രസൽ സിസ്റ്റം ഉണ്ട്, സ്റ്റേറ്റ് കൺസ്യൂമർ ഫോറം ഉണ്ട്, നാഷണൽ കൺസ്യൂമർ ഫോറം ഉണ്ട്. ഇതിൽ ഏതെങ്കിലും നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യണം. അപ്പൊ ഇതിൽ എന്തൊക്കെ നിങ്ങൾ കൊണ്ടുവരണം? ഓരോന്നും ബൈ ഹൂം, ആരാണ് ഓരോന്നും കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തത്? ഇപ്പൊ ഇത് രണ്ടിന്റെയും കേസ് എടുക്കുകയാണെങ്കിൽ സ്റ്റേറ്റ് ആണ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തത്, ഇതാണെങ്കിൽ നാഷണൽ അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റ് ആണ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. ഇതിൽ ആരൊക്കെ ഉണ്ടാവണം, ആരൊക്കെ വേണം, നെക്സ്റ്റ് ലെവൽ ഏതാണ്? ഡിസ്ട്രിക്റ്റിൽ നിന്ന് കിട്ടിയിട്ടില്ലെങ്കിൽ അടുത്ത ലെവലിൽ എങ്ങനെ പോവാം, എത്ര ദിവസം കൊണ്ട് പോവാം? 30 days ആണ് നമ്മൾ പറയുന്ന ഒരു കൺസ്ട്രെയിൻ അല്ലേ. അതുപോലെ തന്നെ ഇപ്പൊ നോക്ക് എത്ര പോയിന്റ്സ് ആയി നിങ്ങൾക്ക് എന്നുള്ളത്. അതുപോലെ തന്നെ എമൗണ്ട് എത്രയാണ്? ഓരോന്നിലും നമുക്ക് കംപ്ലൈന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ലിമിറ്റ് ഉണ്ട് അല്ലേ. ആ എമൗണ്ട് എത്രയാണെന്ന് കൂടി പറയണം. ഹൂ ക്യാൻ ഫയൽ എ കംപ്ലൈന്റ് അണ്ടർ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്? ആർക്കൊക്കെ ഫയൽ ചെയ്യാം? 4 മാർക്കിന്റെ ചോദ്യമായിരിക്കും, ചിലപ്പോൾ 2 മാർക്കിന്റെ ആയിരിക്കും. ഒരു കൺസ്യൂമറിന്, അഡ്വക്കേറ്റോ പ്രൊഫഷണൽസോ ഒന്നും ആവണം എന്നില്ല, രജിസ്റ്റേർഡ് കൺസ്യൂമർ അസോസിയേഷൻ, ഗവൺമെന്റിന്, അല്ലെങ്കിൽ ഒരേ താല്പര്യമുള്ള കുറച്ച് കൺസ്യൂമേഴ്സിന് ഒന്നിച്ച്, അല്ലെങ്കിൽ ആരെങ്കിലും മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ ആ ആളുടെ ലീഗൽ ഹെയറിന്. ഇനി കൺസ്യൂമർ ഹാസ് സെവറൽ റെസ്പോൺസിബിലിറ്റീസ്, എക്സ്പ്ലെയിൻ എനി 3. ഉപഭോക്താവിന്റെ ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിക്കുന്നുണ്ട്. അറിയാത്തവർ ഇപ്പൊ ശ്രദ്ധിച്ചോളുക. നമുക്ക് എന്തൊക്കെ ഗുഡ്സ് ആൻഡ് സർവീസസ് അവൈലബിൾ ആയിട്ടുണ്ടോ അതിനെ കുറിച്ചൊക്കെ നമ്മൾ കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസ് അറിഞ്ഞിട്ടുണ്ടാവണം. എന്നാലേ നമുക്ക് നല്ലൊരു ഡിസിഷൻ എടുത്ത് ഒരു സാധനം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള ഗുഡ്സ് മാത്രം നമ്മൾ വാങ്ങിക്കുക, അതിന് മാത്രമേ നമുക്ക് നിയമത്തിന്റെ സപ്പോർട്ട് കിട്ടുള്ളൂ. പിന്നെ എന്തൊക്കെ റിസ്ക് നമ്മൾ ഓരോ പ്രൊഡക്ട്സിനും സർവീസസിനും അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ മനസ്സിലാക്കണം. ഈ നമ്മൾ എന്തിപ്പം ഇലക്ട്രിക്കൽ ഐറ്റംസ് ഒക്കെ വാങ്ങിക്കുന്ന സമയത്ത് അതിൻ്റെ കൂടെ ഒരു മാനുവൽ കിട്ടും, എങ്ങനെ ഉപയോഗിക്കണം, എങ്ങനെ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതൊക്കെ. അത് നമ്മൾ വളരെ കൃത്യമായിട്ട് വാങ്ങിക്കണം. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു പോയിന്റ് ആണ്, നമ്മൾ എന്ത് സാധനങ്ങൾ വാങ്ങിക്കുമ്പോഴും ക്യാഷ് മെമ്മോ ഉണ്ടാവണം. പിന്നെ എന്തൊക്കെയുണ്ട്? ബ്ലാക്ക് മാർക്കറ്റ്, ഇല്ലീഗൽ ആയിട്ടുള്ള ഒരു തരത്തിലുള്ള ആക്ടിവിറ്റീസിൽ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല. ബ്ലാക്ക് മാർക്കറ്റിംഗ് ആയിക്കോട്ടെ, കരിഞ്ചന്ത അല്ലെ, ബ്ലാക്ക് മാർക്കറ്റിംഗ്, കരിഞ്ചന്ത, ഹോർഡിംഗ്, പൂഴ്ത്തിവെപ്പ്, ഇതിലൊന്നും നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല. കൺസ്യൂമേഴ്സിന് പല റൈറ്റ്സ് ഉണ്ട്. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 1986 പ്രകാരം കൺസ്യൂമേഴ്സിന് ഒരുപാട് റൈറ്റ്സ് ഉണ്ട്. റൈറ്റ് ടു സേഫ്റ്റി, റൈറ്റ് ടു ഇൻഫർമേഷൻ, റൈറ്റ് ടു ചോയ്സ് അല്ല, റൈറ്റ് ടു ചൂസ്. ഓക്കെ, റൈറ്റ് ടു ബി ഹേർഡ്, റൈറ്റ് ടു സീക്ക് റിഡ്രസൽ, റൈറ്റ് ടു കൺസ്യൂമർ എഡ്യൂക്കേഷൻ. അതായത് നമുക്ക് സുരക്ഷിതത്വത്തിനുള്ള അവകാശമുണ്ട്, അറിയിക്കാനുള്ള അവകാശമുണ്ട്, നമുക്ക് എല്ലാ സാധനങ്ങളെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് നമുക്ക് കിട്ടിയിട്ടുണ്ടാവണം അല്ലേ. ദെൻ തിരഞ്ഞെടുക്കാനുള്ള അവകാശമുണ്ട്, കേൾക്കാനുള്ള അവകാശമുണ്ട്, നമുക്ക് എന്തെങ്കിലും കംപ്ലൈൻസ് ഉണ്ടെങ്കിൽ അത് നമ്മുടെ ഹയർ അതോറിറ്റീസ് കേൾക്കാനുള്ള അവകാശമുണ്ട്, നമുക്ക് അതിനുള്ള പരിഹാരം നേടാനുള്ള അവകാശമുണ്ട്, നമുക്ക് വിദ്യാഭ്യാസത്തിനുള്ള അവകാശമുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 8:45 ആകുമ്പോഴത്തേക്ക് ഞാൻ ലൈവ് ഫിനിഷ് ചെയ്യും എന്നുള്ളത്. കാരണം എനിക്കറിയാം നിങ്ങൾക്ക് ഇനി എന്ത് പോയിട്ട് എന്ത് വേണം, എല്ലാവരും വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തിനു സാധിക്കും, ഈ പറഞ്ഞ നമ്മൾ നോട്ട്സ് ഒക്കെ ഉള്ള അനോട്ടേഷൻസ് ഒക്കെ ഉള്ള നോട്ട്സ് നിങ്ങൾക്ക് കിട്ടും. ഈ നോട്ട്സ് നിങ്ങൾ വാങ്ങിക്കുക, നന്നായിട്ട് ഇരുന്ന് വായിക്കുക. അപ്പോഴത്തേക്ക് ഇന്നത്തെ രാത്രി കഴിയും. നാളെ രാവിലെ 6 മണിക്ക് നമ്മൾ വീണ്ടും കാണും. നാളെ രാവിലെ 6 മണിക്ക് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ വീണ്ടും ഇതൊക്കെ ഒന്നുകൂടി ഒന്ന് റിവൈസ് ചെയ്യും. കുറച്ചുകൂടി സ്പീഡായിട്ടായിരിക്കും, 1.25 മണിക്കൂർ 2 മണിക്കൂറൊന്നും നമ്മൾ എടുക്കൂല. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യും, കുറച്ചുകൂടി നന്നായിട്ട് ജസ്റ്റ് ഒന്ന് ഇതൊക്കെ ഓടിച്ചു പോകും. 1 വേർഡ് ഒന്നും ഞാൻ അപ്പോൾ ഡിസ്കസ് ചെയ്യില്ല, വലിയ വലിയ മാർക്സിന്റെ ക്വസ്റ്റ്യൻസ് മാത്രമേ ഞാൻ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ നിങ്ങൾ റെഡിയാണല്ലോ? ഇന്നിപ്പോ ഞാൻ പറയുന്നത് പോലെ എല്ലാവരും എന്ത് ചെയ്യണം,
നന്നായിട്ട് പോയിട്ട് ഫുഡൊക്കെ കഴിച്ച് ഇതൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ച് അതിലേ അങ്ങ് ഉറങ്ങിക്കോളുക. രാവിലെ 6 മണിക്ക് എല്ലാവരും ഇവിടെ ഉണ്ടാവണം. ഓക്കെ, ഉണ്ടാവില്ലേ? ഉണ്ടാവൂലേടാ, രാവിലെ 6 മണിക്ക് ഇവിടെ ഉണ്ടാവൂലേ? ഉണ്ടാവണം കേട്ടോ. അപ്പൊ പ്രയോറിറ്റി അനുസരിച്ച് നിങ്ങൾ ഓരോന്നും സോൾവ് ചെയ്യുക. ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണോ പുതിയതായിട്ട് ഞാൻ ഇവിടെ ആഡ് ചെയ്തിട്ടുള്ളത്, കഴിഞ്ഞ ലൈവുകളൊക്കെ കണ്ട ആൾക്കാർ ഇവിടെ ഉണ്ടാവും അല്ലേ? പുതിയ ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണോ ഇവിടെ ഉള്ളത് ആ ക്വസ്റ്റ്യൻസ് കൂടി നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്യുക. ഓക്കെ ഓക്കെ, അപ്പൊ നന്നായിട്ട് ഉറങ്ങുക. ഓക്കെ ആണ്. എന്തെങ്കിലും സജഷൻസ് നാളത്തെ ലൈവിലേക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ലൈവ് കഴിഞ്ഞതിന് ശേഷം ഒന്ന് ചാറ്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ഓക്കെ, അവിടെ കമന്റ് ചെയ്താലാണ് എനിക്ക് പെട്ടെന്ന് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുക. അപ്പൊ അവിടെ ഒന്ന് കമന്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നാളെ രാവിലത്തെ ലൈവ് അതുപോലെ പ്രിപ്പയർ ചെയ്യും. നാളെ രാവിലെ 6 മണി മുതൽ ഒരു 7:30 7:40 വരെ നമ്മുടെ ലൈവ് ഉണ്ടാവും. ഓക്കെ, അപ്പൊ എല്ലാവരും രാവിലെ വന്നേക്കണം. എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ഒരു അടിപൊളി എക്സാമിന്റെ തലേ ദിവസം. ഓക്കെ മക്കളെ. ഇവിടെ എന്തൊക്കെയോ കമന്റ്സ് വരുന്നുണ്ട്. അർജുൻ, അതുപോലെ ഇവിടെ നാരങ്ങ വെള്ളം തക്കാളി സോസ് ഒക്കെ ഉണ്ടാക്കുന്ന കാര്യമൊക്കെ ഗുഡ് നൈറ്റ്. ഒരുപാട് ഗുഡ് നൈറ്റ്സ് വരുന്നുണ്ട്. ഡിമോണിറ്റൈസേഷൻ പഠിക്കണം. ഓക്കെ, മിസ്സിന്റെ നമ്പർ കിട്ടുമോ എന്ന് ചോദിക്കുന്നുണ്ട്. മിസ്സിന്റെ നമ്പറൊക്കെ എന്തിനാണ്, നമ്മൾ ഇവിടെ കാണുന്നില്ലേ, പിന്നെ എന്തിനാ മിസ്സിന്റെ നമ്പർ? ഓക്കെ, അപ്പൊ ബൈ ഗുഡ് നൈറ്റ്. എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാം. നമുക്ക് നാളെ രാവിലെ 6 മണിക്ക് കാണാം.